السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون. صدق الله مولانا العظيم. അഭിമന്യരായ പണ്ഡിത മഹത്തുക്കളെ, ഈ വിശിഷ്ടമായ സദസ്സിലെത്തുകൂടിയിട്ടുള്ള കാരണവന്മാർ, പ്രസ്ഥാന ബന്ധുക്കൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും കീഴ്ഘടകങ്ങളുടെയും പ്രവർത്തകന്മാർ, അഭ്യുദയകാംക്ഷികൾ, മറ്റു എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര സംഘടനാ സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇവിടെ വരാനും ഇങ്ങനെ സംസാരിക്കാനുമൊക്കെ അള്ളാഹുവിന്റെ വിധിയുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ കൂടുതൽ ആമുഖത്തിന്റെ ആവശ്യം ഇല്ല. ഈ ലളിതമായ സംഘടനയുടെ ആശയങ്ങളും ആദർശങ്ങളും കേൾക്കാനും തെറ്റിദ്ധരിച്ചുപോയവർക്ക് തിരുത്താനുമുള്ള ഒരു സുവർണ അവസരമാണ് ഈ സദസ്സ്. ഇത്രയും ജനങ്ങൾ ഇവിടെ തടിച്ചുകൂടിയതിന്റെ അപ്പുറത്ത് ആയിരക്കണക്കായ ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ ഈ പരിപാടി കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇവിടെ കൂടിയതിന്റെ 10 മടങ്ങ് ആളുകൾ ഈ പരിപാടി തത്സമയം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കാനും അതിൽ അടിയുറച്ച് ജീവിക്കാനുമുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. മുമ്പ് നടന്ന പ്രസംഗങ്ങളിലൊക്കെ കാര്യത്തിന്റെ ഗൗരവങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ആമുഖമായ ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, ഇതാരെങ്കിലും ചീത്ത പറയാനോ തെറി പറയാനോ വ്യക്തി ഹത്യ നടത്താനോ ഉള്ള വേദി അല്ല ഇത്. അങ്ങനെ വല്ലവരും പ്രതീക്ഷിച്ചു വന്നിട്ടുണ്ടെങ്കിൽ വന്ന വാഹനത്തിൽ അവർക്ക് തിരിച്ചു പോകാവുന്നതാണ്. അങ്ങനെ ആരെങ്കിലും പരിപാടി റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ലെന്നും ഓർമ്മപ്പെടുത്തുകയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം ഈ മഹിതമായ സംഘടന 90 കൊല്ലത്തിൽ അധികമായി ഈ കേരളത്തിന്റെ മണ്ണിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ മഹിതമായ സംഘടനയുടെ ആശയങ്ങളും ആദർശങ്ങളുമൊക്കെ സുതാര്യമാണ്. പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. ആർക്കും മനസ്സിലാകാവുന്നതാണ്. തിരിയാത്തത് ചോദിക്കാവുന്നതാണ്. ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹിതമായ സംഘടനയുടെ എളിയ ഖാദിമുകളായി, പ്രവർത്തകന്മാരായി നമ്മൾ പ്രവർത്തിക്കുന്നത് നാളെ ആഖിറത്തിൽ പടച്ചവന്റെ സമീപത്ത് രക്ഷ കിട്ടണം എന്ന നിലക്കാണ്. ഭൗതികമായ ഒരു താല്പര്യങ്ങളും ഇവിഷയത്തിൽ നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ല. മുൻകഴിഞ്ഞുപോയ മഹാന്മാരായ മഹത്തുക്കളായ ആളുകൾ സഞ്ചരിച്ച, അവർ പ്രവർത്തിച്ച, അവർ പ്രാർത്ഥിച്ചുണ്ടാക്കിയ ഈ മഹിതമായ സംഘടന അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ, അതിന്റെ ശരിയായ വഴിയായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ, അതല്ലെങ്കിൽ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, ഇതിന്റെ എളിയ ഖാദിമുകളായി, ഇതിന്റെ പ്രവർത്തകന്മാരായി പ്രവർത്തിച്ച് ഈമാൻ സലാമത്തായി അവസാനം മരിക്കാനും അള്ളാഹുവിന്റെ സുന്ദരമായ സ്വർലോക സ്വർഗത്തിൽ എത്തിപ്പെടാനുമൊക്കെ ഇതുകൊണ്ട് സാധിക്കും എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. കേരളത്തിന്റെ മണ്ണിൽ ഒട്ടനവധി സംഘടനകൾ കേരളത്തിന്റെ മണ്ണിലുണ്ട്. ഇംഗ്ലീഷ് അക്ഷരമാല എ മുതൽ Z വരെ തിരിച്ചും മറിച്ചും ഇട്ടാൽ ഒരുപാട് സംഘടനകൾ ഇവിടെയുണ്ട്. ഇംഗ്ലീഷ് അക്ഷരമാല Z കൊണ്ട് അവസാനിച്ചത് നമ്മുടെ ഭാഗ്യം എന്ന് വേണം പറയാൻ. അതിനപ്പുറത്തുണ്ടെങ്കിൽ അതിന്റെ പേരിലും ഇവിടെ സംഘടനകൾ ഉണ്ടാകുമായിരുന്നു. ഈ സംഘടനകളൊക്കെ സമുദായത്തോട് ബോധ്യപ്പെടുത്തുന്നത് ഞങ്ങൾ നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്നാണ്. നമ്മൾ പറയുന്നത് എല്ലാ സംഘടനയിലൂടെ പോയാലും സ്വർഗപ്രാപ്തി സാധ്യമല്ല.
അതുകൊണ്ടാണ് നമ്മൾ എവിടെയും പറയാറുള്ളത് പോലെ ഇവിടെയും പറയുന്നു, ലക്ഷ്യം നന്നായാൽ പോരാ, മാർഗവും കൂടെ നന്നാവണം. മാർഗം നന്നാവാതെ ലക്ഷ്യപ്രാപ്തി സാധ്യമല്ല. നമ്മുടെയൊക്കെ ലക്ഷ്യം അല്ലാഹുവിന്റെ സ്വർഗമാണ്, ജന്നാത്തുൽ ഫിർദൗസാണ്. ഹബീബായ സയ്യിദുൽ വറ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സുഹബത്താണ് നാമൊക്കെ പ്രതീക്ഷിക്കുന്നത്. ആ ഒരു വല്ലാത്ത അനുഗ്രഹം നമുക്ക് ലഭിക്കണമെങ്കിൽ അത് ലഭിക്കാൻ പ്രാപ്തമായ പര്യാപ്തമായ വഴിയുണ്ട്. ആ വഴി മാത്രമേ അതിന് സാധ്യമാവൂ. മറ്റുള്ള വഴികളിലൂടെ പോയാൽ ഒരുപാട് ബഹുദൂരം നമുക്ക് സഞ്ചരിക്കാം, ലക്ഷ്യപ്രാപ്തി സാധ്യമല്ല. അതുകൊണ്ടാണ് ഒരു ദിവസം ചുരുങ്ങിയത് 17 പ്രാവശ്യമെങ്കിലും നിർബന്ധമായി ഒരു മുസ്ലിമായ മനുഷ്യൻ പടച്ചവരോട് പറയുന്നത്, അല്ലാഹുവേ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, ശരിയായ മുസ്തഖീമായ വഴിയിൽ ഞങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണമേ. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, അവിടെ മുസ്തഖീമല്ലാത്ത ധാരാളം വഴികളുണ്ട്. മുസ്തഖീമായ വഴികളിൽ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണമേ എന്ന് പറഞ്ഞതിൽ നിന്ന് തന്നെ അറിയാം, മുസ്തഖീമല്ലാത്ത ധാരാളം വഴികൾ ഇവിടെയുണ്ട്. ആ വഴി ആരുടെ വഴിയാണെന്നും ഏതു വഴിയാണെന്നും ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, ഉണ്ട്. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ഈ ആയത്തിൽ പറഞ്ഞ വസ്വാലിഹീൻ എന്നതിന്റെ താഴെ നാം അണ്ടർലൈൻ ചെയ്യേണ്ടതാണ്. മുൻകഴിഞ്ഞു പോയ സലഫ് സ്വാലിഹീങ്ങളായ നല്ലവരായ സച്ചരിതരായ ആളുകളെ അനുധാവനം ചെയ്യാത്തിടത്തോളം കാലം ഒരാൾക്കും സ്വർഗപ്രാപ്തി സാധ്യമല്ല, മുസ്തഖീമായ വഴി സാധ്യമല്ല. കോലവും ചേരും ഒക്കെ നല്ല ഉഷാറാണെങ്കിലും, കോലവും ചേരും പ്രവർത്തനെങ്കിലും ബാഹ്യമായി വളരെ ഉഷാറാണെങ്കിലും, ആദർശത്തോടെ ഈമാനിന്റെ പ്രഭയോടെ ആന്തരികമായി എത്രത്തോളം വെളിച്ചമുണ്ട് എന്നതാണ് അള്ളാഹുവിന്റെ നോട്ടം. അങ്ങനെയാണ്. കോലവും ചേലും അള്ളാഹുവിന്റെ നോട്ടമില്ല. നോക്കൂ നിങ്ങൾ, കേരളത്തിന്റെ മണ്ണിൽ എത്രയോ ബിദ്അത്തുകാർ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. മുജാഹിദിനെ പോലെ, തബ്ലീഗ് ജമാഅത്തിനെ പോലെ, ജമാഅത്തെ ഇസ്ലാമിയെ പോലെ, ഖാദിയാനികളെ പോലെ, ചേകനൂർ മൗലവിയെ പോലെയുള്ള എത്രയോ ആളുകളുടെ ഇനീഷ്യലിന്റെ പേരിലും അല്ലാതെയും സംഘടനകൾ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സംഘടനകളൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ സമുദായത്തോട് ഖുർആനും ഹദീസും തന്നെയാണ് അവരും പറയുന്നത്. പക്ഷേ പറയേണ്ട രൂപത്തിൽ അല്ല എന്നുള്ള ഏറ്റവും വലിയ തകരാറാണ് ഇത്തരം സംഘടനകൾക്കൊക്കെ സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ അപജയം അതാകുന്നു. ഞാൻ ആമുഖം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം വേദികളിൽ ഈ മഹിതമായ സംഘടനയിൽ അടിയുറച്ചു നിന്നതുകൊണ്ടും മറ്റു സംഘടനകളിൽ നിന്നും മാറി നിന്ന് ശരിയായ പാതയിൽ നിന്നതുകൊണ്ടും നമുക്ക് കിട്ടുന്ന നേട്ടം എന്താണെന്ന് സമുദായത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നതാണ് നമ്മുടെ ബാധ്യതകൾ. ഏത് സംഘടനയാണെങ്കിലും അതിന്റെ അവസാനം അതിലൂടെ പ്രവർത്തിക്കുന്നത് മൂലം സ്വർഗപ്രാപ്തി ലഭിക്കണം. ഇമാം തുർമുദിയുടെ 2565 ഹദീസായി റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ ഹദീസുണ്ട്. നമ്മുടെ ഉസ്താദുമാരൊക്കെ പ്രത്യേകിച്ച് ഈ പ്രസംഗങ്ങളിലൊക്കെ എടുത്തുദ്ധരിക്കാറുള്ള സുദീർഘമായ ഹദീസ്. ആ ഹദീസിൽ നബി തങ്ങൾ പഠിപ്പിച്ചത് ബനൂ ഇസ്രായേൽ സമുദായം 72 വിഭാഗമായിട്ടുണ്ട്. എന്റെ സമുദായം 73 വിഭാഗമായി പിരിയും. ഉമ്മത്തി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്റെ സമുദായം, എന്റെ ഉമ്മത്ത്, ഞാൻ പ്രവാചകനാണെന്ന് അംഗീകരിക്കുന്ന, ഞാൻ നബിയാണെന്ന് അംഗീകരിക്കുന്ന, അള്ളാഹുവിനെ ദൈവമാണെന്ന് അംഗീകരിക്കുന്ന, ഇലാഹാണെന്ന് അംഗീകരിക്കുന്ന എന്റെ ഉമ്മത്തികൾ 73 വിഭാഗമായി പിരിയും. എന്നിട്ട് ഈ ഹദീസിന്റെ അവസാനം സ്വഹാബത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടിയായി നബി തങ്ങൾ പറഞ്ഞു, മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും എവിടെ നിന്നോ അവിടെ നിന്നവർ, ഞാനും എന്റെ സ്വഹാബത്തും എന്തു പഠിപ്പിച്ചോ അവിടെ നിന്നവർ, ഞാനും എന്റെ സ്വഹാബത്തും എന്ത് സമുദായത്തോട് ബോധ്യപ്പെടുത്തോ അവിടെ നിന്നവർക്ക് മാത്രമേ സ്വർഗപ്രാപ്തി സാധ്യമാവുകയുള്ളൂ. ഇങ്ങനെയുള്ളൊരു സാഹചര്യം സമുദായത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടിയിരിക്കുന്നു. ഒരു 35 വയസ്സിന്റെ താഴെയുള്ള ആളുകൾക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പഴയകാലത്തെ ചരിത്രങ്ങൾ അറിയില്ല. വൈരാഗ്യബുദ്ധിയില്ലാതെ, മുൻവിധിയില്ലാതെ മുൻകാല ചരിത്രങ്ങളും മുൻകാല മഹാന്മാരെ പറ്റിയും നിഷ്പക്ഷമായി പഠിക്കാൻ ഏവരും തയ്യാറാകണമെന്നാണ് ആമുഖമായി എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഈ കാണുന്ന ശബ്ദകോലാഹലങ്ങളും ഈ കാണുന്ന പളപളപ്പുകളും ഈ കാണുന്ന ഈ രസങ്ങളുമൊക്കെ ഇതാണ് സത്യത്തിൽ ദീനിന്റെ പ്രഭ എന്ന് നമ്മൾ ആരും കരുതി പോകരുത്.
അതുകൊണ്ടാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്, ഒരു 35 വയസ്സിന്റെ താഴെയുള്ള ആളുകൾ പഴയ കാലത്തെ ചരിത്രങ്ങൾ പഠിക്കാൻ അവരൊക്കെ ബാധ്യസ്ഥരാണ്. അത് പഠിച്ചാൽ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാകും. 1926 കാലഘട്ടങ്ങളിൽ 920 ശേഷം കേരളത്തിലുണ്ടായിരുന്ന വിശ്വാസ ആചാര അനുഷ്ഠാന കർമ്മങ്ങളിൽ കലുഷിതമായ സാഹചര്യങ്ങളുണ്ടായി, മാറ്റങ്ങളുണ്ടായി. പലരും ദീൻ വ്യാഖ്യാനിക്കാൻ വന്നു. ഖുർആൻ പഠിക്കാത്തവരും ഹദീസ് പഠിക്കാത്തവരും ഈ ഖുർആനും ഹദീസും വ്യാഖ്യാനിക്കാൻ വന്നപ്പോൾ വളരെ വലിയ അപാകതകൾ ഇവിടെയുണ്ടായി. ഏത് തോന്നിവാസം പറഞ്ഞാലും അതിനൊക്കെ ഉപോത്ബലകമായി വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ പോലും ദുർവ്യാഖ്യാനം ചെയ്യുന്ന സാഹചര്യം. ഇങ്ങനെയുള്ള ഒരു സാഹചര്യം, കലുഷിതമായ സാഹചര്യം എന്ന് പറഞ്ഞാൽ തെറ്റാകില്ല എന്നാണ് എന്റെ അഭിപ്രായം. അന്നാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ രൂപീകരിച്ചിട്ടുള്ളത്. ആ മഹിതമായ സംഘടന 1926 രൂപീകരിച്ചത് ഒരു സംഘടനയ്ക്ക് ബദൽ സംഘടന എന്ന നിലക്കോ പ്രസിഡന്റും സെക്രട്ടറിയുമാകാനുള്ള പൂതി നുറുന്തരയിൽ കയറിയതുകൊണ്ട് ഉണ്ടാക്കിയ സംഘടന ആയിരുന്നില്ല സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. കാരണം അങ്ങനെ ഒരു പൂതി ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. കാരണം അതുപോലത്തെ സംഘടനയില്ല. 1926 മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ മഹിതമായ സംഘടനയ്ക്ക് അസ്ഥിവാരമിടുന്ന സമയത്ത് ഇതേ ആശയത്തിൽ പ്രവർത്തിക്കുന്ന, ഇതേ ലക്ഷ്യം പറയുന്ന, ഇതേ ആശയം പറയുന്ന ഇതുപോലത്തെ രണ്ടാമത്തെ സംഘടന അന്ന് ഇല്ല എന്നതാണ് സത്യം. സംഘടനകൾ ഇല്ല എന്നതല്ല, ഇതേ ആശയമുള്ള സംഘടന ഇല്ല എന്നതാണ് സത്യം. കേരളീയ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം കേരളക്കാർ മുഴുവൻ ഭാഗ്യവാന്മാരാണ്, എല്ലാവരും സന്തോഷവാന്മാരാണ്. അതിലുപരി ഏറ്റവും വലിയ നിഅമത്തിന്റെ ഉടമകളാണ്. തഖ്വയുള്ള, ഇൽമുള്ള, വറയുള്ള, പടച്ചവനെ പേടിയുള്ള, ദുആ ചെയ്താൽ ഇജാബത്ത് ലഭിക്കുന്ന സച്ചരിതരായ അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളെന്ന് വളച്ചുകെട്ടില്ലാതെ പറയാൻ പറ്റുന്ന മഹാന്മാരായ പണ്ഡിതന്മാര് നേതൃത്വം കൊടുക്കുന്ന ഒരു മഹിതമായ സംഘടന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ആ ഒരു സംഘടന ഇവിടെ ഉണ്ടാകുമ്പോൾ പിന്നെ പേടിക്കാനില്ല. കേരളത്തിലുണ്ടായിരുന്ന 95% ആളുകളും ഈ സംഘടനയ്ക്ക് പിന്നിൽ അണിനിരന്നു. മഹാനായ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളെ ശേഷം പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ, മഹാനായ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ, പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ, പറവണ്ണ മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ, അങ്ങനെ പോയിട്ട് മഹാനായ കണ്ണിയത്തൂത്ത് ഉസ്താദ് ശംസുൽ ഉലമ, പാണക്കാട് PMS അബൂക്കോയ തങ്ങൾ തുടങ്ങി കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ ഈ മഹിതമായ സംഘടനയ്ക്ക് നേതൃത്വം നൽകിയ പണ്ഡിതന്മാരും സാദാത്യങ്ങളും അവരുടെ ശേഷം ഇന്നുവരെ സംഘടനയ്ക്ക് നേതൃത്വം നൽകിയവരും ഇന്ന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നവരും നമ്മളുടെ വിശ്വാസത്തിൽ, ജനങ്ങളുടെ വിശ്വാസത്തിൽ മാതൃകായോഗ്യരാണ്, പിൻപറ്റാൻ പറ്റുന്നവരാണ്, സത്യസന്ധരാണ്, സച്ചരിതരാണ്. അവരെ നിരൂപിക്കാൻ രണ്ടാമത്തെ വാക്കില്ലാത്തവരാണ്. അങ്ങനെയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ദീനിന്റെ മസ്ലഹത്ത് ഉദ്ദേശിക്കുന്നവർ മനസ്സ വാച കർമ്മ നിഷ്പക്ഷമായി ചിന്തിച്ച് ദീനിന്റെ മസ്ലഹത്തിന് വേണ്ടി ഈ മഹിതമായ സംഘടനയുടെ എളിയ ഖാദിമുകളായി പ്രവർത്തിക്കുക എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കരണീയമായിട്ടുള്ളത്. അതുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഭിവന്യരായ പ്രസിഡന്റ് മഹാനായ ശൈഖുന കോയക്കുട്ടി ഉസ്താദ്, അല്ലാഹു ദീർഘായുസ്സുള്ള ആഫിയത്ത് നൽകുമാറാകട്ടെ, മഹാനവറുകൾ പറഞ്ഞു എന്തിനാണ് സമസ്ത ഉണ്ടാക്കിയത്. ഉസ്താദ് അവറുകൾ പറയട്ടെ. സഹാബത്തിന്റെ കാലത്തിന് ശേഷം നമ്മുടെ സൗണ്ട് കേരളത്തിൽ ദീനിന് വേണ്ടി പ്രവർത്തി മഖ്ദൂം കുടുംബത്തിൽ പഴയ കാലത്തിന്റെ വലിയ വലിയ പണ്ഡിതന്മാരും അള്ളാഹുവിന്റെ ഔലിയാക്കളും ആരിഫീങ്ങളുമാകുന്നു ധാരാളം ആളുകൾ. ഇങ്ങളുടെ മഹാന്മാരെ പ്രവർത്തനം ഇല്ലാതായി പോയപ്പോൾ ഇവിടെ ബിദഈ പ്രസ്ഥാനക്കാരുടെ കടന്നു കയറ്റം ഇവിടെ മുജാഹിദ് ജമാഅത്ത് പോലെയുള്ള ബിദഈ പ്രസ്ഥാനക്കാർ, അതുമായി തന്നെ പിഴച്ച തെരീക്കത്തുകാർ, അവരുടെ പിന്നിൽ ജനങ്ങൾ അണിനിരക്കാൻ തുടങ്ങി. അതേ സമയത്ത് അള്ളാഹുവിന്റെ ദീനിനെ രക്ഷിക്കേണ്ട കടമ, സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ ജനങ്ങളിൽ പ്രചരിപ്പിക്കേണ്ട കടമ പണ്ഡിതന്മാർ കണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അക്കാലത്തുള്ള മഹാപണ്ഡിതന്മാര്, മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ അള്ളാഹുവിന്റെ വലിയാണ്, ആരിഫാണ്, മഹാപണ്ഡിതനാണ്, എല്ലാവരും ബഹുമാനിക്കപ്പെടുന്ന ആൾ. അദ്ദേഹത്തിന്റെ കീഴിൽ പണ്ഡിതന്മാരെല്ലാവരും അദ്ദേഹത്തിന്റെ അധ്യക്ഷ യോഗം ചേർന്ന് ഒരു സംഘടനക്ക് രൂപം നൽകി. ആ സംഘടനയാണ് ഇപ്പൊ സമസ്ത കേരള ജംഇയ്യത്ത്. 86 കൊല്ലം മുതൽക്ക് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മഹത്തായ സംഘടനയാണ് സമസ്ത. ഈ സമസ്ത മഹത്തായ സംഘടന അതിന്റെ അന്ന് മുതൽ ഇന്ന് വരെയുള്ള ആൾക്കാരൊക്കെയും സൂഫി വര്യന്മാരും
അതുമാതിരി തന്നെ കൽബ് ശുദ്ധിയാവരും വിജ്ഞാനത്തിന്റെ സമുദ്രങ്ങളിൽ ബർക്കത്തിന്റെ സംഘടന. ഈ സംഘടന നിലനിൽക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം, എല്ലാവരും അതിന്റെ പിന്നിൽ അണിനിരക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഞാൻ ഉപദേശിക്കും ചെയ്യാൻ. മഹാനായ ശൈഖുന കോയക്കുട്ടി ഉസ്താദ് കുറഞ്ഞ സമയത്ത് വലിയൊരു ആശയമാണ് നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ശരിയായ വഴിയായ ദീനുൽ ഇസ്ലാമിന്റെ ശരിയായ മാർഗത്തിൽ നിന്ന് ആളുകളെ വ്യതിചലിപ്പിക്കാൻ വേണ്ടി വിവിധ സംഘടനകളായി വിവിധ പേരുകളിലായി ഒട്ടനവധി ആളുകൾ കേരളത്തിലെ രംഗപ്രവേശനം നടത്തി. കള്ളത്വരീഖത്തുകാർ ഒരു ഭാഗത്ത്, ആയത്തും ഹദീസും ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആളുകൾ മറുഭാഗത്ത്, നാനാഭാഗത്തു നിന്നും ദീനിനെ കടന്നാക്രമിക്കുന്ന ആളുകൾ സജീവമായി വരുന്ന കാലഘട്ടം. കൊല്ലം കഴിയുന്തോറും ത്വരീഖത്തുകാർ പല പേരുകളിൽ വന്നു. ചില ത്വരീഖത്തുകാർ തുണിശാപ്പാനെയോ പിന്നെന്താ പറയാ ഓഫർ കൊടുക്കണ മാതിരി ഞങ്ങളെ കൂടെ കൂടിയാൽ നിങ്ങൾക്ക് ചിരിച്ചു മരിക്കാമെന്ന് ഓഫർ തന്നു ചില സംഘടനക്കാർ ത്വരീഖത്തുകാർ. ഞങ്ങളെ കൂടെ കൂടിയാൽ മതി, മരിക്കുമ്പോൾ നിങ്ങൾക്ക് ചിരിച്ചു മരിക്കാവുന്നതാണ്. പക്ഷേ വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫുസ്സിലത്തിന്റെ 30-ാമത്തെ വചനത്തിൽ വ്യക്തമായി പടച്ചതമ്പുരാൻ പഠിപ്പിച്ചൊരാശയമുണ്ട്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وابشروا بالجنة التي كنتم توعدون. മരിക്കും സമയത്ത് ചിരിച്ചു മരിക്കാൻ നിങ്ങൾ അല്ലാഹുവിന്റെ പാർശ്വവാദിപ്പിച്ച് ശരിയായ ദീനനുസരിച്ച് ജീവിച്ച് ഇസ്തിഖാമത്തിൽ ജീവിച്ചാൽ നിങ്ങൾക്ക് സ്വർഗ്ഗപ്രാപ്തി സാധ്യമാണെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ കള്ളത്വരീഖത്തുകാരും പുതിയ പേരുകളിൽ സംഘടനകളും സജീവമായി രംഗപ്രവേശനം നടത്തിയപ്പോൾ പാരമ്പര്യമായി കിട്ടിയൊരു ദീനുണ്ട് ഇവിടെ. എങ്ങനെ കിട്ടിയ ദീന്? പടച്ച തമ്പുരാന്റെ ദീനി മുഖറബുൽ അംലാക്കായ മലക്ക് ജിബ്രീലിനെ പടച്ച റബ്ബ് ഏൽപ്പിക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അതാതു സമയങ്ങളിൽ അതാതു കാലങ്ങളിൽ തന്നോട് നിർദ്ദേശിക്കപ്പെട്ട നിർദ്ദേശമനുസരിച്ച് മൂന്നാമത്തെ കണ്ണിയായ സയ്യിദുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നു. നബി തങ്ങൾക്ക് കിട്ടിയ നിർദ്ദേശമനുസരിച്ച് തന്റെ അനുചരന്മാരായ സ്വഹാബികൾക്ക് എത്തിച്ചു കൊടുക്കുന്നു. ആ സ്വഹാബികളാണ് കേരളത്തിൽ ദീൻ കൊണ്ടുവന്നിട്ടുള്ളത്. അവ പടച്ചവന്റെ ദീൻ ജിബ്രീൽ മുഖേന നബി തങ്ങളിലൂടെ സ്വഹാബികൾ വഴി കേരളത്തിലെത്തിയതാണ്. പാരമ്പര്യമാണ് എന്നർത്ഥം. ഈ പാരമ്പര്യമായ കണ്ണുകളിൽ നിന്ന് ആരെങ്കിലും ഏതെങ്കിലും ഒരാളെ വല്ലവനും നിഷേധിക്കുക വഴി പരിശുദ്ധമായ ദീനിന്റെ തനതായ രൂപം അവിടെ പക്കൽ ഇല്ല എന്ന് സുവ്യക്തമാണ്. ഈ പാരമ്പര്യമായ കണ്ണികളിൽ പലരും നിഷേധിക്കാനും വിമർശിക്കാനും തുടങ്ങുകയും ഇവർ കൊണ്ടുവന്ന പരിശുദ്ധമായ ദീനിന്റെ ആശയങ്ങളെ വികലമാക്കപ്പെടുകയും ചെയ്തൊരു സാഹചര്യത്തിലാണ് ഈ മഹിതമായ സംഘടന രൂപീകരിച്ചത് എന്ന് ഈ സംഘടനയുടെ അമരക്കാരൻ മഹാനായ ശൈഖുന കോയക്കുട്ടി ഉസ്താദ് ഓർമ്മപ്പെടുത്തിയതാണ് നമ്മൾ കേട്ടത്. അങ്ങനെ സമസ്ത സുന്ദരമായി മുന്നോട്ട് പോന്നു. വളരെ സന്തോഷത്തോടുകൂടെ സമസ്തകളുടെ ജമിയത്തിൽ നിന്ന് മുന്നോട്ട് പോന്നു. കേരളക്കാർ മുഴുവൻ ഈ സംഘടനയുടെ എളിയ ഖാദിമുകളായി എളിയ പ്രവർത്തകന്മാരായി മുഴുവൻ ആളുകളും ഈ സംഘടനയ്ക്ക് പിന്നിൽ അടിയുറച്ചു നിന്നു. വർഷങ്ങൾ ഓരോന്ന് കഴിഞ്ഞു. 1952 ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡുണ്ടായി. 1959 ആ വിദ്യാഭ്യാസ ബോർഡിൽ ഇവിടെ കീഴിലുള്ള മദ്രസകളിൽ ജോലി ചെയ്യുന്ന ഉസ്താദുമാരുടെ സംഘടന സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ ഉണ്ടായി. അങ്ങനെ SKSSF ഉണ്ടായി, SYS ഉണ്ടായി, SBV ഉണ്ടായി, SMF ഉണ്ടായി. അതാതു സമയങ്ങളിൽ അതാതു കാലങ്ങൾക്ക് അനുസൃതമായ രൂപത്തിൽ പ്രതിരോധത്തിന്റെ മതിൽ കെട്ടു തീർക്കാൻ, സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ഈ മഹിതമായ സംഘടനയ്ക്ക് കീഴിൽ അതാതു കാലങ്ങൾക്ക് അനുസൃതമായ രൂപത്തിൽ സംഘടനകളുണ്ടായി. സുന്ദരമായി സംഘടന മുന്നോട്ട് പോരുന്നു. സുവർണമായ കാലഘട്ടം സംഘടനക്ക് പലതും കഴിഞ്ഞുപോയി. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റും ശംസുലമ സെക്രട്ടറിമാര സാഹചര്യം ഈ മഹിതമായ സംഘടനക്കുണ്ടായിരുന്നു. അത് കേരള ചരിത്രത്തിലെ സമസ്തയുടെ സുവർണ കാലഘട്ടമായിരുന്നു. സമസ്തയുടെ ശൈഖുനമാർ ഈ മഹിതമായ സംഘടനയ്ക്ക് നേതൃത്വം നൽകിയൊരു കാലഘട്ടം, സുന്ദരമായൊരു കാലഘട്ടം. അന്ന് കേരളത്തിലുള്ള മുഴുവൻ പണ്ഡിതന്മാരും ഇവരുടെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരോ ആണ്. 1962 കാലഘട്ടങ്ങളിൽ അന്ന് സംസ്ഥാന പ്രസിഡന്റായിരുന്ന മഹാനായ വണ്ടൂരിലെ മഹാൻ ബഹുമാനപ്പെട്ട സൗഖത്തുൽ മൗലവി ലൗഡ് സ്പീക്കർ സംബന്ധമായ വിഷയത്തിൽ സമസ്തയിൽ നിന്ന് മാറിപ്പോയത് ചരിത്രപരമായ വസ്തുതയാണ്. ഇത് ഇന്ത്യ രാജ്യമാണോ, മതേതരത്വ റിപ്പബ്ലിക്കൻ രാഷ്ട്രമാണോ, ആർക്കും അവനവന്റെ ആശയങ്ങൾ പറയാനും അവനവന്റെ നിയമമനുസരിച്ച് ജീവിക്കാനും
അവനവന്റെ ആശയം തുറന്നു പറയാനുമുള്ള മൗലികമായ സ്വാതന്ത്ര്യമുണ്ട്. അദ്ദേഹം അങ്ങനെ പറഞ്ഞു. അതടിസ്ഥാനത്തിൽ മഹിതമായ സമസ്തയിൽ നിന്ന് മഹാനവറുകൾ മാറിപ്പോയി. പക്ഷെ ഞാൻ പ്രസിഡന്റാണ്, എനിക്ക് ഈ സമസ്തയിൽ വഖഫ് ചെയ്ത തെങ്ങിന്റെ തേങ്ങയിൽ നിന്ന് ഒരു കോലയിൽ നിന്ന് 2 എണ്ണം എനിക്ക് അതിന്റെ വിഹിതം തരണം, മക്കാമിൽ നിന്നൊരു വിഹിതം തരണം, പള്ളിയിൽ നിന്നൊരു വിഹിതം തരണം എന്ന് മഹാനവറുകൾ ആവശ്യപ്പെട്ടില്ല. മാന്യത കാണിച്ചു എന്ന് വേണം പറയാൻ. അദ്ദേഹത്തിന് ആവശ്യപ്പെടാമായിരുന്നല്ലോ, അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നല്ലോ. പക്ഷേ അതൊന്നും ആവശ്യപ്പെടാതെ മാന്യമായി മാന്യതയുടെ ഭാണ്ഡമേറി മഹാനവറുകൾ മാറിപ്പോയി. ഇത് സമസ്തയിൽ ഇടക്കാലം നടന്നിട്ടുള്ള വിഷയങ്ങളാണ്. പക്ഷേ 1988-89 കാലഘട്ടം, അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഒരു 35 വയസ്സിന്റെ താഴെയുള്ള ആളുകൾ പഴയ കാലത്തെ ചരിത്രങ്ങൾ പഠിക്കണം. സമസ്തയ്ക്ക് വരണമെന്നൊന്നും നമ്മൾ പറഞ്ഞില്ല. കാരണം ഇവിടെ ആളെ കമ്മിയുണ്ടെങ്കിലല്ലേ നമ്മൾ അങ്ങനെ പറയുള്ളൂ. ഇവിടെ അങ്ങനത്തെ ബേജാറൊന്നുമില്ല. ഇങ്ങോട്ട് വരണമെന്നൊന്നും നമ്മൾ പറഞ്ഞില്ല. പക്ഷെ ആഖിബത്ത് നന്നായി മരിക്കണമെങ്കിൽ, പടച്ച തമ്പുരാന്റെ പൊരുത്തം കണ്ട് കിട്ടണമെങ്കിൽ, പുണ്യപ്രവാചകരുടെ ശഫാഅത്ത് കിട്ടണമെങ്കിൽ, സത്യം മനസ്സിലാക്കി സത്യത്തിന് കൂടെ നിൽക്കണം എന്നൊരു നിബന്ധന ഉണ്ട്. ആ ഒരു നിബന്ധന ഉണ്ട്. ഇങ്ങോട്ട് പോരണം എന്നൊന്നും നമ്മൾ പറഞ്ഞില്ല. നമുക്കറിയാലോ, സമസ്തയുടെ കാലഘട്ട ചരിത്രങ്ങളിൽ ഇത്രയും ആളുകൾ സമസ്തയിലേക്ക് ഇങ്ങനെ കടന്നു വന്നു, സഖാഫിമാര് കടന്നു വന്നു. മലപ്പുറത്ത് സഖാഫി സംഗമം വെച്ച് നിന്നുവർക്കാണ്. ഇങ്ങനെ ചക്കരാണിമക്ക് ഉറുമ്പ് ചാലിട്ട് വരുന്നമാര് സഖാഫിയാണ് വരിവരിയായിട്ട് ഇങ്ങനെ സ്റ്റേജിൽ കയറി. സ്റ്റേജ് മുഴുവനും നടന്നു. അവസാനം ദാർപ്പായാണ് വിരിച്ചുകൊണ്ട് 200 സഖാഫികളെയാണ് വരിവരിയായിട്ട് വന്നിരിക്കുന്നു. അവസാനം തീരുമാനിച്ചു, നമ്മൾ സഖാഫി സമ്മേളനം വെക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. ആരെങ്കിലും പറഞ്ഞു ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഇന്ന ഓഫർ തരാമെന്നാരും പറഞ്ഞിട്ടില്ല. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഇന്നത് കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ വന്നാൽ കിട്ടുന്നത് കുറയുമെന്നാണ് നൗഷാദ് അശ്ശരി വരുമെന്ന് പറഞ്ഞപ്പോൾ മലപ്പുറം സുന്നി മഹലിൽ വെച്ച് മഹാനായ സൈനുൽ ഉലമ അന്ന് പറഞ്ഞത് ഈ ഉള്ളവൻ എന്ന വേദിയിലുള്ള ആളായിരുന്നു. നമ്മൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കണം. ഈ ലോകത്തിൽ നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാരും മഹാന്മാരായ ആളുകളും ഈ മഹിതമായ സംഘടനയ്ക്ക് നേതൃത്വം നൽകിയതും ഈ സംഘടനയെ ഉന്നതിയിലേക്ക് കൊണ്ടുപോയതും പടച്ചവന്റെ പൊരുത്തം കിട്ടണം എന്ന നിലക്ക് മാത്രമാണ്. ഏതായാലും ഇരിക്കട്ടെ, 1988-89 കാലഘട്ടങ്ങളിൽ ഈ മഹിതമായ സംഘടനയ്ക്കിടയിൽ ഗുരുതരമായ പാകപ്പിഴവുകൾ അന്നിവിടെ സംഭവിക്കുകയുണ്ടായി. നമ്മൾ ആരെയും വ്യക്തിഹത്യ ചെയ്യുന്നില്ല. അങ്ങനെ ആരെങ്കിലും പ്രചരിപ്പിക്കുകയോ അങ്ങനെ വല്ലതും പ്രതീക്ഷിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരമൊരു പ്രസംഗം പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. എന്നാലും ബദർ യുദ്ധ ചരിത്രം പറയുമ്പോൾ അബൂജഹലിനെ പറയാതിരിക്കാൻ പറ്റൂലല്ലോ. ബദർ യുദ്ധ ചരിത്രം പറയുമ്പോൾ അബൂജഹലിനെ പരാമർശിക്കാതിരിക്കാൻ പറ്റൂല. അത് സ്വാഭാവികമാണ്. പക്ഷേ സർവർക്കുമുള്ള ആദരവും ബഹുമാനവും ഉണ്ടെങ്കിൽ അത് 100% കീപ്പ് ചെയ്തുകൊണ്ടായിരിക്കും സംസാരിക്കുക എന്ന് മാമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. 1988-89 കാലഘട്ടങ്ങളിൽ ആരാ സമസ്തയുടെ പ്രസിഡന്റ്? മഹാനായ കണ്ണിയത്ത് ഉസ്താദാണ്. ആരാ കണ്ണിയത്ത് ഉസ്താദ്? അന്ന് കേരളത്തിലുണ്ടായിരുന്ന മുഴുവൻ പണ്ഡിതന്മാരുടെ ഉസ്താദിന്റെ ഉസ്താദോ ആയിരുന്നു മഹാനായ കണ്ണിയത്ത് ഉസ്താദ്. ജീവിതത്തിൽ അറിഞ്ഞിട്ടൊരു കറാഹത്ത് പോലും ചെയ്തിരുന്നില്ല. ആർക്കും 2 അഭിപ്രായം ഉണ്ടായിരുന്നില്ല എന്ന് ചുരുക്കം. ആ കണ്ണിയത്ത് ഉസ്താദ് ഈ മഹിതമായ സംഘടനയുടെ പ്രസിഡന്റാണ്, അധ്യക്ഷനാണ്. അന്ന് ഈ മഹിതമായ സംഘടനയുടെ കാര്യദർശി, ഈ മഹിതമായ സംഘടനയുടെ അമരക്കാരൻ, സെക്രട്ടറി സ്ഥാനത്ത് നിൽക്കുന്നത് മഹാനായ ശംസുൽ ഉലമയാണ്, മഹാനവറുകളാണ്. കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റും ശംസുൽ ഉലമ സെക്രട്ടറിയുമായി കേരളത്തിലെ 95% വരുന്ന മുസ്ലിം സമുദായം അനുധാവനം ചെയ്യുന്ന സുന്ദരമായ ഒരു സംഘടന എത്ര റാഹത്തോടുകൂടെയാണ് കേരളത്തിൽ പ്രവർത്തിച്ചത്? ആർക്കും 2 അഭിപ്രായമില്ല. ഈ ഒരു കാലഘട്ടത്തിലാണ് കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റ് ആയിരിക്കെ അതേ പേരിലൊരു സംഘടന ഉണ്ടാക്കി മറ്റൊരാൾ പ്രസിഡന്റ് ആകുന്നത്. കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റ് ആയിരിക്കുന്ന അതേ സംഘടനയുടെ സെക്രട്ടറിയായ ശംസുൽ ഉലമ സെക്രട്ടറിയായി നിൽക്കുകയാണ്. അതേ പേരിൽ മറ്റൊരാള് സെക്രട്ടറിയായി രജിസ്റ്റർ ചെയ്യുന്നത്. ഗുരുതരമായ പാകപ്പിഴവല്ലേ സംഭവിച്ചത്? ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു. ആ ഒരു ചെയ്ത മഹാപാതകത്തിന്റെ തിക്തഫലമാണ് ഇന്നും കേരളത്തിന്റെ മണ്ണിൽ സമസ്തയിൽ നിന്ന് മാറിപ്പോയവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. അതാണ് സത്യം. കുരുത്തവും കുരുത്തക്കേടും അത് വലിയൊരു വിഷയമാണ്. കുരുത്തക്കേട് കിട്ടിയാലും ലോകമറിയും, കുരുത്തം കിട്ടിയാലും ലോകമറിയും. രണ്ടും 2 നിലക്കായിരിക്കും എന്ന് മാത്രം. ഈ മഹാന്മാരായ 2 ശൈഖേനിമാർ
ഈ മഹിതമായ സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്ന സമയത്ത് മാറിപ്പോയി മറ്റൊരു സംഘടന ഉണ്ടാക്കി ഈ സമുദായത്തിന് എന്ത് നേട്ടം കിട്ടിയെന്ന് നമ്മൾ ആലോചിക്കണം. പള്ളിക്ക് മുമ്പിൽ പള്ളി, എന്നാ പള്ളിയില്ലാത്തവർക്ക് പള്ളി എടുക്കൂല. പള്ളിക്ക് മുന്നിൽ പള്ളി, മദ്രസക്ക് മുന്നിൽ മദ്രസ, ഉള്ള മദ്രസക്ക് അടച്ചുവര്. ഈ നിലക്ക് കലുഷിതമായൊരു സാഹചര്യം. നോമ്പും പെരുന്നാളും ഒരേ ദിവസം സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ നിൽക്കുന്നവർ നടത്തേണ്ടവർ പോലും ഒരേ ദിവസം പെരുന്നാളും അതേ ദിവസം ആ നാട്ടിൽ അതേ വീട്ടിൽ നോമ്പുള്ള സാഹചര്യമുണ്ടായി. ഇവിടെ വിശ്വാസത്തിലോ കർമ്മപരമായ കാര്യങ്ങളിലോ അഖീദയിലെ ഇമാമുമാരുടെ വിഷയങ്ങളിലോ മദ്ഹബിന്റെ വിഷയങ്ങളിലോ ഉസൂലിയായ വിഷയങ്ങൾ പോകട്ടെ, ഫുറൂഇയായ വിഷയങ്ങളിൽ പോലും തർക്കമില്ലാത്ത സാഹചര്യത്തിൽ ഈ സമുദായത്തെ എന്തിന് ഭിന്നിപ്പിച്ചു എന്ന് നാം ആലോചിക്കേണ്ടതാണ്. അപ്പൊ ചിലവര് പറയും, ഞങ്ങൾ ഭിന്നിപ്പിച്ചിട്ടില്ലല്ലോ, ഞങ്ങളാണല്ലോ ശരിയായ സമസ്ത. അത് പറയാനാണ് ഇപ്പൊ ഞാൻ ഇവിടെ വന്നത്. ഞാനിവിടെ വന്നത്. ആ ഒരു തെറ്റിദ്ധാരണ ആളുകൾക്കിടയിൽ വ്യാപകമായി കടന്നുകൂടാനും സാഹചര്യമുണ്ട്. 1926 വരക്കൽ മുല്ലക്കോയ തങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലല്ല, സമസ്തയിൽ നിന്ന് മാറിപ്പോയവരെന്ന് രേഖാമൂലം പറയാനാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. അതല്ലാതെ ആരെയും കുതിര കയറാൻ വേണ്ടി വന്നവരല്ല. 1926 വരക്കൽ മുല്ലക്കോയ തങ്ങൾ രൂപീകരിച്ച മഹിതമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്ക് ചില നിയമങ്ങളുണ്ട്, ചില മാർഗരേഖകളുണ്ട്. അതിൽ നിന്ന് ആര് വ്യതിചലിച്ചു പോയാലും ഈ സുന്ദരമായ സംഘടനയുടെ സത്ത അവർക്ക് അവകാശപ്പെടാൻ സാധ്യമല്ല. നോക്കൂ നിങ്ങൾ, 2002 പുറത്തിറങ്ങിയ സുന്നി വോയിസ് ആണിത്. 2002 പുറത്തിറങ്ങിയ സുന്നി വോയിസ്. ഇത് കാര്യങ്ങൾ വ്യക്തമായി ബോധ്യപ്പെടുത്താനാണ് ഞാനിത് പറയുന്നത്. ഇത് പറയാതിരുന്നാൽ വസ്തുത പലർക്കും മനസ്സിലാകാതെ പോകും. 2002 സെപ്റ്റംബർ മാസം പുറത്തിറങ്ങിയ ഈ സുന്നി വോയിസിന്റെ 10ാമത്തെ പേജിൽ നമ്മുടെയൊക്കെ മനസ്സ് വേദനിക്കുന്ന ഒരു ലേഖനം ഇതിലുണ്ട്. എന്താണ് ആ ലേഖനം? നിങ്ങൾ നോക്കൂ. നിങ്ങൾ ഇതിന്റെ 23ാമത്തെ പേജ്, 10ാമത്തെ പേജല്ല 23ാമത്തെ പേജ്, ആ ഭാഗം നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയാൽ കാണാൻ കഴിയും. എന്താണ്? കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പ്രസംഗം ലേഖനമാക്കി കൊടുത്തതാണിത്. 2002 സെപ്റ്റംബർ മാസം പുറത്തിറങ്ങിയ സുന്നി വോയിസിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പ്രസംഗം ലേഖനമാക്കി കൊടുത്തു. ആ ലേഖനത്തിൽ ചെറിയൊരു ഹെഡിങ് കാണാം, ആദർശ ജാഗരണത്തിന്റെ നാളുകൾ. അതിന്റെ താഴെ എഴുതിയ ഏതാനും വരികൾ വായിച്ചാൽ ലവലേശം കൽബക തീമാനുള്ള മുസ്ലിമിന്റെ മനസ്സ് വേദനിക്കുന്ന വാക്കുകളാണ് എഴുതിയത്. ഈ നിമിഷം വരെ തിരുത്തിയതായി കേട്ടില്ല. ഇന്ന് തിരുത്തിയാൽ നാളെ നമ്മൾ ഇത് എടുത്തു വെക്കും. തിരുത്താത്തിടത്തോളം കാലം സാധാരണക്കാരായ ആളുകൾക്ക് ഈ കാര്യം ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതാണ്. എന്താണ് ഇതിൽ എഴുതിയത് അറിയുകള്? തീർത്തും ആദർശാധിഷ്ഠിതമായ ആ വഴിപിരിയലിൽ നാം സന്തോഷവാന്മാരാണ്. ഈ വാക്ക് നമ്മൾ ശറഹ് എഴുതുകയാണെങ്കിൽ കുറെ പറയാനുണ്ട്. തീർത്തും ആദർശാധിഷ്ഠിതമായ ആ വഴിപിരിയലിൽ നാം സന്തോഷവാന്മാരാണ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ് ഈ പറയണത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് വഴിപിരിഞ്ഞ് മാറിപ്പോന്നതിൽ നമ്മൾ സന്തോഷിക്കുന്നു. കണ്ണിയത്ത് ഉസ്താദിന്റെയും ശംസുൽ ഉലമയുടെയും സമീപത്തു നിന്ന് ഇറങ്ങിപ്പോന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. നമുക്കൊട്ടും ദുഃഖിക്കേണ്ടതില്ല. സമസ്തയുടെ പ്രഖ്യാപിത നയങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നവരുമായി കൂടിയിരുന്ന് ദീനിനെ തകർക്കുന്നതിനേക്കാൾ നല്ലത് ഇത്തരമൊരു വഴിപിരിയലായിരുന്നു. എന്താ എഴുതിയത്? കണ്ണിയത്ത് ഉസ്താദിന്റെ കൂടെ ഇരുന്നാൽ, ശംസുൽ ഉലമയുടെ കൂടെ ഇരുന്നാൽ ദീന് തകർന്നു പോകും. അവരുടെ കൂടെ ഇരുന്ന് ദീനിനെ തകർക്കുന്നതിനേക്കാളും നല്ലത് അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നതാണ് നല്ലത് എന്ന് 2002 എഴുതി വെച്ചതാണിത്. നമ്മൾ ആലോചിക്കണം, ഈ രണ്ട് മഹാന്മാരുടെ കൂടെ ഇരുന്നാൽ ദീന് തകരുമെങ്കിൽ അള്ളാന്റെ പരിശുദ്ധമായ ദീന് സംരക്ഷിക്കുന്നവർ ആരാണ് ഇവിടെയുള്ളത്? ഈ രണ്ട് മഹാന്മാർക്ക് എന്ത് പാകപ്പിഴവാണ് സംഭവിച്ചത്? ഇത് 2002 എഴുതിയതാണ്. എന്നാൽ ഇതിന്റെ ശേഷം എഴുത്തു നിർത്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതിന്റെ ശേഷം ഈ കഴിഞ്ഞ 2015 മാർച്ച് മാസത്തിൽ പുറത്തിറങ്ങിയ റിസാലയാണിത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ ആലോചിക്കണം, 2015 മാർച്ച് മാസം പുറത്തിറങ്ങിയ റിസാലയിൽ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ സുദീർഘമായ ഒരു ലേഖനമുണ്ട്. ഈ ലേഖനത്തിൽ അദ്ദേഹം എഴുതിയ ചില വിഷയങ്ങളുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സമസ്തയുടെ എളിയ പ്രവർത്തകന്മാരും ഖാദിമുകളാണ് എന്ന നിലക്ക്
ഇല്ലാത്തത് ഹർഫ് നമ്മൾക്ക് പറയേണ്ടതില്ല, ഉള്ളത് തന്നെ ധാരാളം ഉണ്ട്, അത് പറയുന്നില്ല എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളമുള്ള പരാതി. ഇല്ലാതെ നമുക്ക് പറയേണ്ടതില്ല. 2015 മാർച്ച് മാസം പുറത്തിറങ്ങിയ ഈ റിസാലയിൽ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ എഴുതിയൊരു വിഷയമുണ്ട്. നമ്മൾ പറഞ്ഞത് നമ്മൾ പറയണില്ല, അവര് എഴുതിയതും അവര് പറഞ്ഞതും മാത്രമാണ് ഞാൻ കേൾപ്പിക്കുന്നത്. അദ്ദേഹം എഴുതിയ നോക്കൂ നിങ്ങൾ, മുശാവറയിലെ ഇറങ്ങിപ്പോക്കിന് ശേഷമാണ് ഞാൻ കേന്ദ്ര മുശാവറയിൽ വരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. മുശാവറയിൽ ഒരു ഇറങ്ങിപ്പോക്കറ സംഗതി ഉണ്ടായിട്ടുണ്ട്. ആ ഇറങ്ങിപ്പോക്കിന് ശേഷമാണ് ഞാൻ കേന്ദ്ര മുശാവറയിൽ വരുന്നത്. ഇറങ്ങിപ്പോന്ന ശേഷം തുടർ നടപടികളെ കുറിച്ച് ആലോചിക്കാൻ വക്കീലിനെ സമീപിച്ചപ്പോൾ 2 മാർഗമാണ് അദ്ദേഹം പറഞ്ഞു തന്നത്. കണ്ണിയത്ത് ഉസ്താദിന്റെയും ശംസുൽ ഉലമയുടെയും അരികിൽ നിന്ന് ഇറങ്ങി വന്ന് ഞങ്ങൾ നേരെ വക്കീലിന്റെ അടുത്ത് പോയി. പൊന്മള എഴുതാണത്. വക്കീലിന്റെ അടുത്ത് പോയി ഞങ്ങളുടെ ആവശ്യം പറഞ്ഞു കൊടുത്തു. ആ വക്കീൽ ഞങ്ങൾക്ക് 2 ഓപ്ഷൻ പറഞ്ഞു തന്നു, 2 മാർഗം. ഒന്ന്, വൈസ് പ്രസിഡന്റും ജോയിന്റ് സെക്രട്ടറിയും പ്രസിഡന്റിനും ജനറൽ സെക്രട്ടറിക്കുമെതിരെ കേസ് കൊടുക്കുക. പൊന്മള എഴുതിയതാണത്. അഥവാ ഉള്ളാൾ തങ്ങൾ കണ്ണിയത്ത് ഉസ്താദിനെതിരെയും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ശംസുൽ ഉലമക്കെതിരെയും കേസ് കൊടുക്കുക. ഇത് ഞങ്ങളോട് വക്കീൽ പറഞ്ഞു തന്നതാണ്. ഇങ്ങനെ എഴുതിയിട്ട് താഴെ എഴുതിയ നോക്കൂ നിങ്ങൾ. 2ാമത്തെ മാർഗം മുശാവറ കയ്യേറുക എന്നതായിരുന്നു. മുശാവറ കയ്യേറാനും കണ്ണിയത്തിനും ശംസുൽ ഉലമക്കെതിരെ കേസ് കൊടുക്കാനും ഞങ്ങളോട് വക്കീൽ പറഞ്ഞു എന്ന് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ എഴുതിയതാണിത്. നമ്മൾ ആലോചിച്ചു നോക്കണം, ആർക്കെതിരെയാണ് കേസ് കൊടുക്കാൻ വക്കീലിനെ സമീപിച്ചത്? എന്നിട്ട് പറയും ഞങ്ങൾ അങ്ങനെ കേസ് കൊടുത്തിട്ടില്ല, ഞങ്ങൾ അങ്ങനെ സംഗതിക്കും പോയിട്ടില്ല, ഞങ്ങൾക്ക് അങ്ങനെ മാറി ചിന്തിക്കേണ്ടി വന്നിട്ടില്ല, ഞങ്ങളാണ് യഥാർത്ഥ സമസ്ത. എന്റെ വക പറഞ്ഞതല്ല, സുപ്രഭാതം എഴുതിയതല്ല, സത്യധാര എഴുതിയതല്ല, റിസാല എഴുതിയതും സുന്നി വോയിസ് എഴുതിയതുമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഇനി എഴുതിയത് മാത്രമല്ല, ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങൾ മരണപ്പെട്ടതിന്റെ 40ാമത്തെ ദിവസം മലപ്പുറത്തൊരു സമ്മേളനം സംഘടിപ്പിച്ചിരുന്നു ഇവർ. ആ സമ്മേളനത്തിൽ അനുസ്മരണ പ്രഭാഷണം നടത്തിയത് 2ാം AP എന്നറിയപ്പെടുന്ന കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാരായിരുന്നു. ആ പ്രസംഗത്തിൽ കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാർ ഒരു വിഷയം പറഞ്ഞിട്ടുണ്ട്. ആ വിഷയം കൂടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് രണ്ടും നമ്മൾ മറക്കരുത്. ഞാൻ കാണിച്ചു തന്ന സുന്നി വോയിസും കാണിച്ചു തന്ന റിസാലയും നമ്മൾ മറക്കരുത്. ഇത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എഴുതിയതും ഇത് പൊന്മള എഴുതിയതുമാണ്. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നവരാണ്, ഞങ്ങൾക്കതിൽ ദുഃഖമില്ല. അവരുടെ കൂടെ കൂടിയാൽ സുന്നത്തി ജമാഅത്ത് നശിച്ചു പോകും എന്നവർ എഴുതിയതാണ്. ഇനി ചെറിയ AP കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാർ പറയട്ടെ എന്താണ് സംഭവിച്ചത്. അതിന്റെ അടുക്കൊരു കാര്യം, നമ്മുടെ ഈ പരിപാടി സംഘടിപ്പിച്ചതിന്റെ പശ്ചാത്തലമൊക്കെ നിങ്ങൾക്കറിയാലോ. നമ്മളെടുത്ത് യാതൊരു ബാക്ക് ബാലൻസും നമ്മളെടുത്തില്ല. നമ്മുടെ സംഘാടകർ ബക്കറ്റ് വെയിറ്റ് വരും. എല്ലാവരും നല്ലോണം സഹകരിക്കണം. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. 50, 100 അങ്ങനെയൊക്കെ കഴിയുന്നവർ നല്ലോണം കൊടുക്കണം. നമ്മളെടുത്ത് മുമ്പ് പിരിച്ച പൈസയോ മുടിയോ ചട്ടിയോ പൊടിയോ കുത്തുഞ്ഞാണോ ഒന്നും നമ്മളെ കയ്യിലില്ല. നമ്മൾ അന്നാന്ന് പണിക്ക് പോയിട്ട് വല്ലതും കിട്ടിയിട്ട് വേണം. അതുകൊണ്ട് എല്ലാവരും നല്ലോണം കൊടുക്കി. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞുപോയ പ്രസിഡന്റുമാര് സമുദായത്തിൽ വളരെയേറെ ആദരണീയരും മുഴുവൻ ആളുകളും അംഗീകരിക്കുന്നവരും, അവരൊരു വാക്ക് പറഞ്ഞാൽ മുജാഹിദോ ജമാഅത്തോ മാറി നിൽക്കുന്നുണ്ടാകും. ബാക്കി മുഴുവൻ മുസ്ലിമീങ്ങളും അതിനെ പരിപൂർണമായി സ്വാഗതം ചെയ്യുന്നവരാണ്, സ്വീകരിക്കുന്നവരാണ്, അഭിപ്രായ വ്യത്യാസമില്ലാതെ. എന്തേ അദ്ദേഹം പറഞ്ഞത്? മഹാനായ സമസ്തയുടെ മുൻകാലത്തുള്ള പ്രസിഡന്റുമാർ മാതൃകായോഗ്യരാണ്, അനുകരണീയരാണ്. മുജാഹിദും ജമാഅത്തൊക്കെ മാറി നിന്നിട്ടുണ്ടാകും. ബാക്കിയുള്ള മുഴുവൻ ആളുകളും സമസ്തയുടെ മുൻ പ്രസിഡന്റുമാരെ അംഗീകരിച്ചിരുന്നു. ഇത് പറഞ്ഞതിന്റെ ശേഷം അദ്ദേഹം പറയുന്ന വാക്കൊന്ന് കേൾക്കിങ്ങള്. ആ ഒരു ചുറ്റുപാടായിരുന്നു കഴിഞ്ഞ പ്രസിഡന്റുമാരിൽ മുഴുവനും ഉണ്ടായിരുന്നതാ. ഉള്ളാൾ തങ്ങളുടെ സ്ഥിതി അതല്ല. എന്നാ മൂപ്പര സ്ഥിതി എന്താ? ഈ ലഫ്ള് നമ്മൾ മറക്കരുത്. മുൻകഴിഞ്ഞുപോയ സമസ്തയുടെ പ്രസിഡന്റുമാർ അനുകരണീയരായിരുന്നു, മാതൃകായോഗ്യരായിരുന്നു എന്ന് പറഞ്ഞതിന്റെ ശേഷമാണ് ഉള്ളാൾ തങ്ങളുടെ സ്ഥിതി. അങ്ങനൊന്നുമല്ല. നമ്മൾ പറയല്ലോ, നമ്മൾ ഈ നിലക്ക് ഒരു വിഷയം നമ്മൾ പറയണില്ല. ഇവർ എഴുതിയതും ഇവർ പറഞ്ഞു നിങ്ങൾ കേൾപ്പിക്കുന്നു. സമസ്ത എവിടെ നിൽക്കുന്നു, മാറിപ്പോയവർ എവിടെ നിൽക്കുന്നു, ഏതാണ് ശരിയായ മാർഗമെന്ന് തിരിച്ചറിയാനുള്ള തിരിച്ചറിവ് തക്ലീഫ് അല്ലാഹു നമുക്ക് തന്നിട്ടുണ്ടല്ലോ. ഏറ്റവും വലിയ നിയമത്ത് അത് തന്നെയല്ലേ.
അള്ളാഹു നമുക്ക് തിരിച്ചറിവ് തന്നിട്ടുണ്ട്. ആ തിരിച്ചറിവിന്റെ ശക്തിയോടുകൂടെ തിരിച്ചറിയാനൊരു കഴിവ് നമുക്കുണ്ടാകണം. മോനെ തലക്കെന്ന് വരട്ടെ. അപ്പൊ മുൻകാലത്തുള്ള പ്രസിഡന്റുമാർ അനുകരണീയരായിരുന്നു, മാതൃകായോഗ്യരായിരുന്നു. ഉള്ളാൾ തങ്ങൾ അങ്ങനല്ല എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? കഴിഞ്ഞുപോയ പ്രസിഡന്റുമാര് സമുദായത്തിൽ വളരെയേറെ ആദരണീയരും മുഴുവൻ ആളുകളും അംഗീകരിക്കുന്നവരും, അവരൊരു വാക്ക് പറഞ്ഞാൽ മുജാഹിദോ ജമാഅത്തോ മാറി നിൽക്കുന്നുണ്ടാകും. ബാക്കി മുഴുവൻ മുസ്ലിമീങ്ങളും അതിനെ പരിപൂർണമായി സ്വാഗതം ചെയ്യുന്നവരാണ്, സ്വീകരിക്കുന്നവരാണ്, അഭിപ്രായ വ്യത്യാസമില്ലാതെ. ആ ഒരു ചുറ്റുപാടായിരുന്നു കഴിഞ്ഞ പ്രസിഡന്റുമാരിൽ മുഴുവനും ഉണ്ടായിരുന്നത്. അതിനാർക്കും തർക്കമില്ല. കഴിഞ്ഞു പോയ പ്രസിഡന്റുമാരിലൊക്കെ അങ്ങനത്തെ ഒരു പാരമ്പര്യമാണ് ഉണ്ടായിരുന്നത്. മുൻകാലത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്ക് നേതൃത്വം നൽകിയ ഒരു പ്രസിഡന്റുമാരുടെ ചരിത്രത്തിലും വരക്കൽ മുല്ലക്കോയ തങ്ങളുടെയോ പാങ്ങിൽ ഉസ്താദിന്റെയോ കെ ഉസ്താദിന്റെയോ അസരി തങ്ങളുടെയോ അങ്ങനെ അങ്ങോട്ട് പോന്നിട്ട് ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് വരെയുള്ള ഒരു ആലിമിയുടെ വിഷയത്തിലും ആർക്കും രണ്ടഭിപ്രായം ഉണ്ടായിരുന്നില്ല. ഉള്ള തങ്ങളുടെ സ്ഥിതി അതല്ല. എന്നാ സ്ഥിതി നിങ്ങൾ പറഞ്ഞു തരും, എന്നാലേ ഇപ്പൊ നാട്ടുകാരൊക്കെ അത് കേൾക്കുള്ളൂ. ഉള്ള തങ്ങളുടെ സ്ഥിതി അതല്ല. ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങള് 5 ആളുകളുമായിട്ടാണ് ഈ പ്രവർത്തനം ആരംഭിക്കുന്നത്. പിന്നെ എങ്ങനെ നിങ്ങൾ പഴയ സമസ്തന്റെ ആൾക്കാരാകുക? പിന്നെ എങ്ങനെ ചങ്ങായിമാരെ നിങ്ങൾ പഴയ സമസ്തന്റെ ആളുകളാകുക? ഞാൻ പറഞ്ഞതല്ല, മറുഭാഗത്തിന്റെ നിലവിലുള്ള രണ്ടാമത്തെ നേതാവ് കാന്തപുരം നബി മുഹമ്മദ് മുസ്ലിയാരാണ് ഈ പറയണത്. 5 ആളുകളെയുമായിട്ടാണ് ഉള്ളാൾ തങ്ങൾ ഈ പണി തുടങ്ങുന്നത്. ഉള്ളാൾ തങ്ങളടക്കം 6 ആളുകൾ. പിന്നെ എങ്ങനെയാണ് പാരമ്പര്യമുള്ള പഴയ സമസ്തയുടെ ആളുകളാണ് ഞങ്ങൾ എന്ന് എങ്ങനെ അവകാശപ്പെടാൻ കഴിയും? മുമ്പൊരുത്തം ഗൾഫിൽ നിന്ന് കൊടുന്ന കുടന്റെ കഥ പറയലുണ്ട്. ഗൾഫിൽ നിന്ന് ഒരാളൊരു കുട കൊണ്ടുവന്നു. കുറെ കാലം ആ കുട ഉപയോഗിച്ചു. അങ്ങനെയുടെ വേലിമ തട്ടി കീറിയിട്ട് അതിന്റെ ശീല കീറിയപ്പോ ശീല മാറ്റി. പിന്നെ കുറെ കാലം കൊണ്ടുവന്നു കുട്ടികളെ തച്ചൊടിച്ചിട്ട് എന്നെ പിടിക്കണ കാല് പൊട്ടി കാലും മാറ്റി, ഇല്ലി പൊട്ടിയപ്പോ ഇല്ലിയും മാറ്റി. എന്നാലും അതിന്റെ പേര് ഗൾഫ് എന്ന് പറഞ്ഞ കൊടാന്ന. എങ്ങനെ അത് ഗൾഫ് എന്ന് പറഞ്ഞ കൊടാകണു? അത് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നപ്പോ അത് ഗൾഫിലെ കൊടായിരുന്നു. അത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഗൾഫിന്റെ കൊടാന്ന് പറയില്ലല്ലോ. ഗൾഫിന്റെ പേരുള്ള നാട്ടിലെ കൊടാന്ന് പറയേണ്ടി വരും. കണ്ണിയത്ത് ഉസ്താദിന്റെ ശംസുൽ ഉലമയുടെ ഉള്ളാൾ തങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന പേരവകാശപ്പെടുന്ന പുതിയ സമസ്ത എന്ന് പറയേണ്ടി വരും. എന്റെ വക പറയില്ല, മൂപ്പര് പറഞ്ഞതിന് ഞാൻ ശർഹ എഴുതിയതാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് സത്യത്തില് മഹാനായ തങ്ങള് ഇറങ്ങിപ്പോരുമ്പോ അങ്ങനെ ഇറങ്ങിപ്പോരണമെങ്കിൽ അതിന് മേലെ സംഘടന ഉണ്ടാകണ്ടേ? മോളൊന്നല്ല കീപ്പിട്ട് ഇറങ്ങുള്ളൂ, കീപ്പിട്ട് മേപ്പിട്ട് ഇറങ്ങൂലല്ലോ. അപ്പൊ ബഹുമാനപ്പെട്ട തങ്ങളവർകൾ ഇറങ്ങിപ്പോന്നെന്നും 5 ആളുകളുമായി തങ്ങൾ പ്രവർത്തനം തുടങ്ങിയെന്നും കാന്തപുരം എ.പി. മുഹമ്മദ് മുസ്ലിയാരെ പറയുക വഴി ഈ സംഘടനക്ക് വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ സംഘടനയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഗൾഫിലെ കൊടണ്ടായിരിയാണ്. അത്രേ അതിനെ പറ്റി പറയുന്നുള്ളൂ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് സത്യത്തില് മഹാനായ തങ്ങള് ഇറങ്ങിപ്പോരുമ്പോ തന്റെ കൂടെ കേവലം 5 പണ്ഡിതന്മാരാണ്, നേതാക്കളാണ്, മഹാന്മാരാണ് ഉണ്ടായിരുന്നത്. ആ പറഞ്ഞതാണ് ശരി, അങ്ങനെ തന്നെയാണ് ശരി. ശരി നമ്മൾ ശരി എന്ന് പറയണമല്ലോ. അദ്ദേഹം പറഞ്ഞതാണ് ശരി, അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. അതാണ് നമ്മളും പറയുന്നത്. അതാണ് ഈ 2 ലേഖനത്തിന്റെയും ഉള്ളടക്കം. വൽഹാസിലും അതുതന്നെയാണ്. ഇങ്ങനെ ജീവിച്ചിരിക്കുന്ന തെളിവുകൾ ഉണ്ടായിരിക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പാരമ്പര്യം അവകാശപ്പെടണമെങ്കിൽ ഈ പറയപ്പെട്ട സംഘടനയിൽ ആദ്യം മുതൽ ഇന്ന് വരെയുള്ള മുൻഗാമികളായ മഹാന്മാരെ അംഗീകരിച്ചേ മതിയാകൂ. ഇടക്കാലത്ത് ഈ പറയപ്പെട്ട ആളുകൾ ധിക്കരിച്ചു പോയാൽ പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയില്ല. സമസ്ത എന്ന പേരിൽ ഇവിടെ വേറെ സംഘടനയുണ്ട്. നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ മാഷ് സൂചിപ്പിച്ചതുപോലെ സമസ്ത കേരള നായർ മഹാസഭ എന്ന സഭകളുണ്ട്. മന്നത്ത് പത്മനാഭൻ ഉണ്ടാക്കിയൊരു സംഘടനയുണ്ട്. അങ്ങനെ സമസ്ത എന്ന പേരിൽ ഒരു പേരുണ്ടായി എന്നതുകൊണ്ട് എങ്ങനെ കുരുത്തവും പൊരുത്തവും ലഭിക്കും? അതുകൊണ്ട് അള്ളാന്റെ പരിശുദ്ധമായ ദീന് നിലനിൽക്കണമെന്നും ദീനിന്റെ മസ്ലഹത്താണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ ഈ മഹിതമായ സംഘടനയ്ക്ക് പിന്നിൽ അച്ചടക്കത്തോടുകൂടെ നമ്മൾ നിലനിൽക്കണം. സംഗതി ഇങ്ങനൊക്കെ തന്നെയാണെങ്കിലും നോക്കി, നിങ്ങള് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ എഴുതിയ ഞാൻ നേരത്തെ വായിച്ചു വന്നു. ഇറങ്ങിപ്പോന്നു,
അങ്ങനെ ഞങ്ങളെ വക്കീലിനെ സമീപിച്ചു. അങ്ങനെ 2 ഓപ്ഷൻ അയാൾ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വേറെ സംഘടന ഉണ്ടാക്കി. അങ്ങനെ ഞാൻ കേന്ദ്ര മുഷാവറയിലെത്തി. ഇറങ്ങിപ്പോകുന്നതിൽ സന്തോഷമേ ഉള്ളൂ. അങ്ങനെയാണ് ഞങ്ങൾ വേറെ സംഘടന ഉണ്ടാക്കിയത്. ഇതിലും പറഞ്ഞു. AP മുഹമ്മദ് മുസ്ലിയാർ അങ്ങനെയും പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് സത്യം എന്നിരിക്കെ തങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന പ്രവർത്തകന്മാരെ ആശ്വസിപ്പിക്കാനും തങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നവർക്കൊരു സന്തോഷമുണ്ടാകാനും വേണ്ടി ചരിത്രത്തെ വക്രീകരിച്ചു വളച്ചൊടിച്ചുകൊണ്ട് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ മുമ്പ് നടത്തിയൊരു പ്രസംഗം നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. അങ്ങനത്തെ പ്രസംഗങ്ങളൊക്കെ ആയിരിക്കും വളർന്നു വരുന്ന പ്രവർത്തകന്മാർ ചരിത്രത്തെ വക്രീകരിച്ച് മനസ്സിലാക്കാൻ പ്രചോദനമായിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താ അദ്ദേഹം പറഞ്ഞത്? പണ്ട് വരക്കൽ മുല്ലക്കോയ തങ്ങൾ സമസ്തന്റെ പ്രസിഡന്റായി. പിന്നെ കുറെ ഇങ്ങനെ പോന്നപ്പോൾ ഉള്ളാൾ തങ്ങൾ പ്രസിഡന്റായി. പാങ്ങിൽ AP അഹമ്മദ് കുട്ടി മുസ്ലിയാർ സംസ്ഥാന സെക്രട്ടറിയായി. പിന്നെ ഇങ്ങനെ കാതപുരം AP അബൂബക്കർ മുസ്ലിയാർ സംസ്ഥാന സെക്രട്ടറിയായി. ഇവിടെ വേറൊന്നും ഉണ്ടായിട്ടില്ല എന്ന ധ്വനി ഉണ്ടാകുന്ന രൂപത്തിലാണ് പ്രവർത്തകന്മാരോട് അദ്ദേഹം സംസാരിക്കുന്നത്. അതൊക്കെ മഹാ അബദ്ധമാണ്. മൂല്യമാരിങ്ങനെ ഒന്നും നുണ പറയാൻ പാടില്ല എന്നാണ് നമ്മളെ അഭിപ്രായം. അദ്ദേഹം പറയട്ടെ. അതിനിടയിൽ ഇവിടെ ഉണ്ടായ ഒച്ചപ്പാടുകൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ നേരത്തെ എന്തൊന്നിനു വേണ്ടി സമസ്തകാല ജമിയത്തുൽ ഉലമ സ്ഥാപിച്ചുവോ, ആ നേതാക്കൾ എന്തൊന്ന് ലക്ഷ്യമാക്കിയോ, ആ ലക്ഷ്യത്തിൽ ഉറച്ചു നിന്ന നേതൃത്വം വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ സ്ഥാനത്ത് അതേ സയ്യിദ് കുടുംബത്തിലെ ഇന്നത്തെ കാരണവർ ബഹുമാനപ്പെട്ട താജുൽ ഉലമ, അള്ളാഹു അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്ത് കൊടുക്കട്ടെ, മഹാനവറുകളും അന്നത്തെ AP അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ അതേ സ്ഥാനത്ത് ഇന്നത്തെ AP അബൂബക്കർ മുസ്ലിയാർ സുൽത്താൻ ഉലമ ഉസ്താദ് അവർകൾ നോക്കിയാണ് ഇയാൾക്ക് തെറ്റാ കാട്ടേണ്ടി ആലോചിക്കാണ്. ഈ നിലക്ക് തലയെകെട്ട് കെട്ടിയ മൂല്യമാര് കളവ് പറയാവോ? മൂപ്പര് എഴുതിയതാണ് ഇപ്പൊ ഈ വായിച്ചത്. ഞങ്ങളെ ഇറങ്ങി പോന്ന് വേറെ ഉണ്ടാക്കി. എന്നിട്ട് ഇയാൾ പറഞ്ഞു നോക്കിയാ നിങ്ങള് ഈ നിലക്ക് വളർന്നു വരുന്ന ആളുകൾക്ക് ചരിത്രം വളച്ചൊടിച്ച് വക്രീകരിച്ച് കളവ് സമുദായത്തിൽ പ്രചരിപ്പിക്കുക. നമ്മള് പറഞ്ഞ കാര്യങ്ങള് നുണ പറയാൻ പാടില്ല, ഉള്ളതേ പറയാവൂ. ഈ കളവ് പറഞ്ഞ് എത്ര കാലം നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും? വളർന്നു വരുന്ന ആളുകൾ, ചരിത്രം പഠിക്കുന്നവർ, സമുദായത്തിൽ നന്മ ഉദ്ദേശിക്കുന്നവർ, നാട്ടിൽ മസ്ലഹത്ത് ഉദ്ദേശിക്കുന്നവർ, സമുദായത്തിന്റെ ഒത്തൊരുമ ഉദ്ദേശിക്കുന്നവർ ഈ കഴിഞ്ഞുപോയ കാലത്തെ ചരിത്രങ്ങൾ പഠിക്കേണ്ടതില്ലേ? ഇവിടെ ആർക്കും സംഘടന ഉണ്ടാക്കുന്നതിന് ഇന്ത്യ രാജ്യത്തിന്റെ നിയമം എതിരല്ല. ആർക്കും സംഘടന ഉണ്ടാക്കുക, അവനവന്റെ മതമനുസരിച്ച് ജീവിക്കാനുള്ള മൗലികമായ അവകാശമൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിൽ ഒരേ ഒരു സംഘടന മാത്രമേ കേരളത്തിലുള്ളൂ. മറുഭാഗത്തിൻ്റെത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയല്ല. ഇത് അവരുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ ബൈലോ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് എഴുതി വാങ്ങിയതാണിത്. സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ ബൈലോ. ഈ ബൈലോയുടെ ആർക്കും പരിശോധിക്കാവുന്നതാണ്. ഇതിന്റെ 2ാമത്തെ പേജിൽ എം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താ കൊടുത്ത കാര്യങ്ങള്? ഈ സംഘത്തിന്, അതായത് സുന്നി വിദ്യാഭ്യാസ ബോർഡിന് സമസ്ത കേരള സുന്നി ജംഇയ്യത്തുൽ ഉലമയോട് മാത്രമേ കടപ്പാടുണ്ടായിരിക്കുകയുള്ളൂ. സമസ്ത കേരള സുന്നി ജംഇയ്യത്തുൽ ഉലമയാണ്, അങ്ങനെയാണ് അവർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പക്ഷെ അങ്ങനെ പറയാറില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നാണ് പറയാറുള്ളത്. സമസ്ത വിശദീകരണം എന്നാണ് പറയാറുള്ളത്. സമസ്തന്റെ ആളുകളാണ് എന്നാണ് പറയാറുള്ളത്. സമസ്ത എന്ന് അവകാശപ്പെടാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് മാത്രമാണ് അവകാശം. ഇവരുടേത് സമസ്ത കേരള സുന്നി ജംഇയ്യത്തുൽ ഉലമയാണ്. ഇപ്പൊ ഈ കട്ടിയുള്ള സുന്നി കേൾക്കാറില്ല, സൗകര്യം പോലെ പറയാം. ഇപ്പൊ ഇവിടെ ഉണ്ടാക്കുന്ന സംഘടനക്കൊക്കെ സുന്നി കേൾക്കാറില്ല. അപ്പൊ സമസ്ത കേരള സുന്നി ജംഇയ്യത്തുൽ ഉലമ എന്നാണ് രജിസ്ട്രേഷൻ. ആ അടിസ്ഥാനത്തിലാണ് അവർ പറയേണ്ടതും, ആ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കേണ്ടതും, ആ രൂപത്തിലാണ് സമുദായത്തെ തെര്യപ്പെടുത്തേണ്ടതും. അതിൽ നിന്നൊക്കെ ബഹുദൂരം സഞ്ചരിച്ച് നാട്ടിൽ കുഴപ്പമുണ്ടാക്കുക, നാട്ടിൽ ഫിത്ന ഉണ്ടാക്കുക, ഫസാദ് ഉണ്ടാക്കുക, അല്ലേ? ഇതൊക്കെ എത്ര വലിയ മോശമാണ്. ഈ സമുദായത്തിന്റെ മസ്ലഹത്തിനും ഈ സമുദായത്തിന്റെ നന്മക്കും എന്ത് ചെയ്യാൻ കഴിയുമെന്നല്ലേ നാം ആലോചിക്കേണ്ടത്? മഹാന്മാരായ സമസ്തയുടെ ആലിമീങ്ങൾ ഈ തീരുമാനവും ഈ നിലപാടിലല്ലേ ഇവിടെ ഉറച്ചു നിന്നിട്ടുള്ളത്? ആ നിലപാടിൽ നിന്ന് നമ്മൾ മാറിയാൽ എങ്ങനെ മഹാന്മാരുടെ കുരുത്തം നമ്മൾക്ക് കിട്ടിയെന്ന് പറയാൻ കഴിയും? പക്ഷേ നമുക്കൊരാശ്വാസമുണ്ട്. എന്നാ നമുക്കുള്ള ആശ്വാസം എന്നറിയങ്ങള്,
മഹാനായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 40 കൊല്ലത്തെ കാര്യദർശിയായിരുന്ന പണ്ഡിത ലോകത്തെ സൂര്യ തേജസ് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് പണ്ട് പറഞ്ഞിട്ടുണ്ട്. മോനെ 30 പണ്ട് പറഞ്ഞിട്ടുണ്ട് മഹാനവർകൾ. എന്താ പറഞ്ഞത്? നിങ്ങള് സമസ്തയെന്ന് മാറി നിന്ന് 3 ആളുകൾ കൂടിയാൽ അത് സമസ്തയാകൂല, സുന്നി എന്ന് പറഞ്ഞാൽ അത് സുന്നിയാകൂല. സമസ്തയാകണമെങ്കിൽ പാരമ്പര്യത്തിൽ ഉറച്ചു നിൽക്കണം. അന്ന് കണ്ണിൽ ശംസുൽ ഉലമ പറഞ്ഞതാണ്. നമ്മൾ അവിടെ നിൽക്കാം, നമ്മളപ്പുറം മാറേണ്ടതില്ല. മഹാനവറുകൾ പറയട്ടെ. യാതൊരു സംശയവുമില്ല, ഇവർക്ക് ഈ സമുദായത്തെ ഭിന്നിപ്പിക്കാൻ സാധിക്കുന്നതല്ല, ഞങ്ങൾ അതിന് അനുവദിക്കുകയുമില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു രോമം പറിക്കാൻ ഇവർക്ക് സാധിക്കുകയില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ രോമം പറിക്കാൻ ഇവർക്ക് സാധ്യമല്ല. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ശംസുൽ ഉലമ നടത്തിയ പ്രസംഗമാണ്. ആ പ്രസംഗത്തെ അന്വർത്ഥമാക്കിക്കൊണ്ടാണ് സമസ്തയുടെ 90ാം വാർഷിക സമ്മേളനം ആലപ്പുഴയിൽ വെച്ച് നടന്നപ്പോൾ കേരളം കണ്ടിട്ടില്ലാത്തതിൽ വെച്ച് ഏറ്റവും വലിയ ജനബാഹുല്യം അന്ന് മഹാനായ ശംസുൽ ഉലമ പറഞ്ഞിട്ടുണ്ട്, ആര് മാറിപ്പോയാലും സമസ്തക്കൊന്നും സംഭവിക്കൂല, ഇത് ഇലാഹിയായ സംഘടനയാണ്. അതിന് യാതൊന്നും സംഭവിച്ചിട്ടും ഇല്ല. അതിൽ നിന്നും പുറത്തു പോയി 3-4 ആൾ പുറത്തു പോയി അത് കൂടിയത് കൊണ്ടിട്ട് ഒരു കാര്യമൊന്നുമില്ല. ഇത് തുന്നിയാവൂല. ഞങ്ങളാണ് തുന്നി എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളാണ് അംഗീകരിക്കുകയില്ല. സമസ്തയിൽ നിന്ന് 3-4 ആള് പോയിട്ട് സുന്നി എന്ന് പറഞ്ഞാൽ സുന്നിയാവൂലെന്ന് ഞാൻ പറഞ്ഞതല്ല, ശംസുൽ ഉലമ പറഞ്ഞതാണ്. എത്ര ഗൗരവമുള്ള വാക്കാണിത്. ആ വാക്കിനെ വാസ്തവമാക്കിക്കൊണ്ടാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവങ്ങളും. ഇന്ന് ശംസുൽ ഉലമയുടെ 2ാമത്തെ പ്രസംഗം കേൾക്കും നിങ്ങൾ. മഹാനായ ശംസുൽ ഉലമ വഫാത്തിന്റെ മുമ്പ് നടത്തിയൊരു പ്രസംഗമുണ്ട്. അന്ന് മഹാനവറുകൾ പറഞ്ഞത് സമസ്തയോടുള്ള കളി തീക്കളിയാണ്. അന്ന് ശംസുൽ ഉലമ പറഞ്ഞ വാക്കാണത്. സമസ്തയോടുള്ള കളി തീക്കളിയാണ്. അതുകൊണ്ട് സമസ്തയാരും തൊട്ടുകളിക്കരുത്. ആരെങ്കിലും ഈ സംഘടനയിൽ ചാരപ്പണി നടത്തിയാൽ ഞങ്ങൾ അവരെ അറസ്റ്റ് ചെയ്യും. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ അവരെ അറസ്റ്റ് ചെയ്യും. വല്ലാത്ത വാക്കാണിതൊക്കെ. നമ്മളെപ്പോലെയുള്ള എളിയ ഖാദിമുകളുടെ ശബ്ദകോലാഹലങ്ങളല്ല ഇത്. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ പ്രധാനിയാണെന്ന് സർവ്വരും അംഗീകരിച്ച കാലഘട്ടം കണ്ട ഏറ്റവും വലിയ പണ്ഡിത സൂര്യ തേജസ് ശൈഖുനാ ശംസുൽ ഉലമ വഫാത്തിന് മുമ്പ് നടത്തിയ പ്രസംഗമാണ്. നമ്മൾ എന്തിനു പേടിക്കണു? ഈ മഹാന്മാർ മുൻകാലത്ത് ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അവര് നിന്നോടുത്ത് നമ്മൾ നിൽക്കുക, അപ്പുറത്തേക്ക് നമ്മൾ ആലോചിക്കേണ്ടതില്ല. ആ കളി ഈ കൊണ്ടുള്ള കളിയായിരിക്കും. തൊടാൻ മനക്കണ്ട. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വളരോധമോടുകൂടി വളരെ മര്യാദയോടുകൂടി ജനങ്ങളുടെ ഹൃദയത്തിൽ കടന്നു ചെന്ന് പേരൂന്നി പിടിച്ചിരിക്കുന്ന മഹത്തായ സംഘടനയാണ്. ആ സംഘടനയെ തൊട്ട് കളിക്കാൻ ആരും തന്നെ തുനിയൻ. ഈ സംഘടനയുടെ ഉള്ളിൽ വല്ല ചാരവൃത്തിയും ആരെങ്കിലും നടത്തുന്നുവെങ്കിൽ ആചാരന്മാരെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യും. എന്താണ് വാക്ക്? സമസ്തയിൽ ആരെങ്കിലും ചാരപ്പണി ചെയ്താൽ അവരെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യും. മഹാനായ ശംസുൽ ഉലമയുടെ വാക്കാണ്. നിങ്ങൾ ചെയ്ത തെളിവാണ് ഈ കാണിച്ചത്. നിങ്ങൾ ചെയ്ത ചാരപ്രവർത്തനത്തിന്റെ തെളിവാണിത്. ജീവിച്ചിരിക്കുന്ന തെളിവാണിത്. മോനെ കുറച്ച് പുറത്തു വരട്ടെ. ചാരവൃത്തിയും ആരെങ്കിലും നടത്തുന്നുവെങ്കിൽ ആചാരന്മാരെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യും. അതിന് പോലീസിന്റെ സഹായം ആവശ്യമില്ല. ഞങ്ങളല്ല അറസ്റ്റ് ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ബഹുമാനപ്പെട്ട മഹാന്മാരായ ഔലിയാക്കളും ആരിഫീകളും അവർ അറസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യുമെന്നാണ് ഞങ്ങൾ ആ പറഞ്ഞ വാക്ക്. ഇത് റബ്ബുൽ ഇസ്സത്തിന്റെ മഹത്തായ മഹാന്മാരായ ഔലിയാക്കൾ ആരിഫീകളുടെ പാർട്ടിയാണ്. ഇത് മഹാന്മാരായ ഔലിയാക്കന്മാരുടെ സംഘടനയാണ്. മഹാന്മാരായ ഔലിയാക്കന്മാർ നേതൃത്വം നൽകിയ സംഘടനയാണ്. അവരെ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന സംഘടനയാണ്. അവിടെ പ്രാർത്ഥനയുള്ള സംഘടനയാണ്. ഈ സംഘടനയ്ക്ക് പിന്നിൽ അടിയുറച്ചു നിൽക്കണമെന്നാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ശംസുൽ ഉലമ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എന്തിനു നമ്മൾ പേടിക്കണോ? അതുകൊണ്ട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. SSFന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ മാറി ചിന്തിക്കണം എന്നാണ് പറയാനുള്ളത്. ശംസുൽ ഉലമയുടെ വാക്കുകൾ കേട്ടോലോ. നിങ്ങളുടെ നേതാക്കന്മാർ എഴുതിയതും നിങ്ങൾ കേട്ടോലോ.
അല്ലാഹു തആല നമ്മൾക്ക് ബുദ്ധി തന്നിട്ടുണ്ട്, വിവേക ബുദ്ധി തന്നിട്ടുണ്ട്. ആ വിവേക ബുദ്ധി കൊണ്ട് നമ്മൾ ആലോചിക്കണം. ഇനി നോക്കൂ നിങ്ങൾ മോനെ 29 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കഴിഞ്ഞുപോയ നാളിതുവരെയുള്ള പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും ഒറ്റ വാക്കിൽ ഞാനൊന്ന് പരിചയപ്പെടുത്തുകയാണ്. അതുപോലെ മറ്റുള്ളവർക്കും പറയാൻ കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ ആലോചിക്കേണ്ടതാണ്. 1926 മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഈ സംഘടന സ്ഥാപിച്ചത് മുതൽ 1933 വരെ വരക്കൽ മുല്ലക്കോയ തങ്ങളാണ് ഈ സംഘടനയുടെ പ്രസിഡന്റ്. 1933 ഈ മഹാനവർകൾ വഫാത്തായത് മുതൽ 45 വരെ ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരാണ് സമസ്തയുടെ പ്രസിഡന്റ്. 1945 മഹാനവർകൾ വഫാത്തായത് മുതൽ 65 വരെ ബഹുമാനപ്പെട്ട മൗലാന അബ്ദുൽ ബാരി മുസ്ലിയാർ സമസ്തയുടെ പ്രസിഡന്റായി. 1965 മഹാനവർകൾ വഫാത്തായത് മുതൽ 67 വരെ ബഹുമാനപ്പെട്ട KK സദഖത്തുള്ള മൗലവി സമസ്തയുടെ പ്രസിഡന്റായി. 67 മഹാനവർകൾ മാറി നിന്നത് മുതൽ, ആ മാറിയ രൂപമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മാറി നിന്നത് മുതൽ 93 വരെ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് സമസ്തയുടെ പ്രസിഡന്റായി. 1993 മുതൽ 1995 വരെ ബഹുമാനപ്പെട്ട KK അബൂബക്കർ ഹസ്രത്ത് സമസ്തയുടെ പ്രസിഡന്റായി. 95 മഹാനവർകൾ വഫാത്തായത് മുതൽ 2004 വരെ ബഹുമാനപ്പെട്ട അസ്ഹറി തങ്ങൾ സമസ്തയുടെ പ്രസിഡന്റായി. 2004 അസ്ഹറി തങ്ങൾ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറി നിന്നത് മുതൽ 2012 വരെ ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ് സമസ്തയുടെ പ്രസിഡന്റായി. 2012 കാളമ്പാടി ഉസ്താദ് വഫാത്തായത് മുതൽ ഇന്നും ബഹുമാനപ്പെട്ട ഷാഫറ കോയക്കുട്ടി ഉസ്താദ് സമസ്തയുടെ പ്രസിഡന്റായി തുടരുന്നു. ഇത് വളച്ചുകെട്ടില്ലാതെ പറഞ്ഞ ഒരു പാരമ്പര്യമാണ്. നമ്മൾ ആര് മനസ്സാവാചാ കർമ്മണ ആര് ഒഴിവാക്കിയിട്ടില്ല. 926 സമസ്തയുടെ പ്രസിഡന്റുമാരുടെ പരമ്പരയാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ പറഞ്ഞ പേരിൽ ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങളെയോ, ബഹുമാനപ്പെട്ട MA അബ്ദുൽ ഖാദർ മുസ്ലിയാരെയോ, ബഹുമാനപ്പെട്ട ഈ സുലൈമാ മുസ്ലിയാരെയോ പേരിതിൽ പരാമർശിക്കാതിരുന്നത് അത് സ്വാഭാവികമായോ ഏതെങ്കിലും കൽപ്പിച്ചു കൂട്ടിക്കൊണ്ടോ അല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സമസ്തയുടെ ചരിത്രം പറഞ്ഞപ്പോൾ സ്വാഭാവികമായി ഒഴിവായി പോയതാണ്. കാരണം ഈ പറയപ്പെട്ട 926 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റുമാർ ആയിരുന്നില്ല അവർ. ഇനി സെക്രട്ടറിമാരെ നോക്കൂ നിങ്ങൾ. 1926 മഹിതമായ സംഘടന രൂപീകരിച്ചത് മുതൽ 1951 വരെ പള്ളി വീട്ടിൽ മുഹമ്മദ് മുസ്ലിയാരായിരുന്നു സമസ്തയുടെ സെക്രട്ടറി. 1951 മഹാനവർകൾ വഫാത്തായത് മുതൽ 57 വരെ പറവണ്ണ മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാരായിരുന്നു സമസ്തയുടെ സെക്രട്ടറി. 57 മഹാനവർകൾ വഫാത്തായത് മുതൽ 1996 വരെ മഹാനായ ശൈഖുന ശംസുൽ ഉലമയായിരുന്നു ഈ മഹിതമായ സംഘടനയുടെ സെക്രട്ടറി. 1996 മഹാനായ ശംസുൽ ഉലമ വഫാത്തായത് മുതൽ 2016 വരെ ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദായിരുന്നു സമസ്തയുടെ സെക്രട്ടറി. മഹാനവർകൾ വഫാത്തായതിന്റെ ശേഷം ശൈഖുന ശൈഖുൽ ജാമിഅ ആലിക്കുട്ടി ഉസ്താദ് അല്ലാഹു ദീർഘായുസ്സുൽ ആഫിയത്ത് നൽകുമാറാകട്ടെ മഹാനവർകൾ സമസ്തയുടെ സെക്രട്ടറിയായി. ഇതാണ് സമസ്തയുടെ സെക്രട്ടറിമാരുടെ പരമ്പര. ഈ പറഞ്ഞ പരമ്പരയിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പേര് പരാമർശിക്കാതിരുന്നത് വൈരാഗ്യം കൊണ്ടോ വിദ്വേഷം കൊണ്ടോ അല്ല, ഈ പറഞ്ഞ പരമ്പരയിൽ അവർ ഇല്ല എന്നതുകൊണ്ടാണ്. അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് സ്വസ്ഥമായിരുന്ന് വ്യക്തമായി കാര്യങ്ങൾ പഠിക്കാനും ഉള്ളത് നമുക്കുള്ളതുപോലെ പറയാനോ, ഉള്ളത് നമ്മൾ ഉള്ളതുപോലെ പറയണം. നിങ്ങൾ 1985 രൂപീകരിച്ച 89 രൂപീകരിച്ച സംഘടനയാണ് സമസ്ത കേരള സുന്നി ജംഇയ്യത്തുൽ ഉലമയാണ് നിങ്ങളുടെ രജിസ്ട്രേഷൻ. നമ്മൾ അംഗീകരിക്കുന്നല്ലോ. ഉള്ളാൾ തങ്ങൾ 1ാം പ്രസിഡന്റും MA ഉസ്താദ് 2ാം പ്രസിഡന്റും ഈ സുലൈമാ 3ാം പ്രസിഡന്റുമായി ഞങ്ങൾ അംഗീകരിക്കുന്നല്ലോ. പ്രഥമ സെക്രട്ടറിയും നിലവിൽ സെക്രട്ടറിയും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നമ്മൾ അംഗീകരിക്കുന്നു. ഇതിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ പാരമ്പര്യമായ സമസ്ത അവകാശപ്പെടാൻ ഇല്ല എന്നാണ് ഇത്രയും പറഞ്ഞതിൽ നിന്ന് ബോധ്യപ്പെടുത്തുന്നത്. ഏതായാലും ഇരിക്കട്ടെ, ഈ രൂപത്തിൽ മുന്നോട്ട് പോയി സുബ്ഹാനല്ലാഹ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ചരിത്രങ്ങൾ സമുദായം മനസ്സിലാക്കി, ആളുകൾ മനസ്സിലാക്കി. ശംസുൽ ഉലമ എവിടെ നിൽക്കുന്നു, കണ്ണിയത്ത് ഉസ്താദ് എവിടെ നിൽക്കുന്നു എന്ന് ആളുകൾ മനസ്സിലാക്കി. സമസ്തയുടെ സത്യപാന്താവിലേക്ക് ആളുകൾ ഇങ്ങനെ ഓരോരുത്തരായി കടന്നു വരാൻ തുടങ്ങി. ആലപ്പുഴയിൽ സമ്മേളനം നടത്തിയപ്പോൾ ആ ഭാഗത്തുള്ള കുറെ പ്രവർത്തകന്മാർ വന്നു. കാസർഗോഡ് സമ്മേളനം നടത്തിയപ്പോൾ ആ ഭാഗത്തുള്ള കുറെ പ്രവർത്തകന്മാർ വന്നു. പല ഭാഗത്തിൽ നിന്ന് നേതാക്കന്മാരും സംഘടനയുടെ പ്രവർത്തകന്മാരുമായ ആളുകൾ സമസ്തയിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ ആളുകൾ കൊഴിഞ്ഞു പോയാൽ തങ്ങളുടെ സംഘടന വട്ടപൂജ്യമാകും എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടായിരിക്കും പേരോട് അബ്ദുറഹ്മാൻ സഖാഫി
ഈ കഴിഞ്ഞ തൊട്ട് മുമ്പത്തെ മർക്കസ് സമ്മേളനത്തിൽ പ്രസംഗിച്ചു. ഇങ്ങനെ പോയാൽ പറ്റൂല. ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെ കുരുത്തവും പൊരുത്തവും നമുക്ക് വേണം. ഉസ്താദുമാരുടെ കുരുത്തവും പൊരുത്തവും വളരെ വലുതാണ്. നമ്മൾക്കറിയാം, പുണ്യപ്രവാചകന്റെ മദീനത്തെ റൗളയിൽ പോയി ആ റൗളയുടെ കവാടത്തിങ്ങൾ ചെന്ന് ഇഷ്ടിന്റെ പാട്ട് പാടിയിട്ട് റൗളയുടെ ഇരുമ്പിന്റെ വാതിൽ പോലെ പൊട്ടിക്കുവാനുള്ള വിലായത്തിന്റെ സ്ഥാനത്തെത്തിയ മഹാനായ വെളിയങ്കോട് ഉമർ ഖാദി തങ്ങൾക്ക് ഈ സ്ഥാനം കിട്ടിയത് ദർസിൽ പഠിപ്പിച്ച ഉസ്താദിന്റെ പൊരുത്തമാണ്. നേരെ മറിച്ച് നിസ്കാരം 5 വഖത്തില്ല 3 വഖത്തേ ഒന്നുള്ളൂ എന്ന് വാദിച്ച ചേകനൂർ മൗലവിക്ക് സ്വന്തം ഗുരുവര്യരായിരുന്ന കണ്ണിയത്ത് ഉസ്താദിന്റെ കുരുത്തക്കേടാണ്. ഇത് രണ്ടിനും നമ്മൾക്ക് നാട്ടിൽ തെളിവുണ്ട്. അതുകൊണ്ട് ഉസ്താദുമാരുടെ കുരുത്തവും പൊരുത്തവും ഇല്ലാതെ രക്ഷപ്പെടാൻ പറ്റൂല എന്ന് പ്രസംഗിക്കേണ്ടിടത്തേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടു. പറയട്ടെ, ഉസ്താദുമാരെ പൊരുത്തമില്ലാതെ, ആലിമീങ്ങളെ പൊരുത്തമില്ലാതെ, നോളോളി കേട്ടാലും ആരും ബേജാറാണ്ട. അതിപ്പോ നമ്മൾ കുറെ കേട്ടതാണ് അല്ലേ? എത്ര നോളൊഴിച്ചാലും കഷായത്ത് കൂട്ടാനും ഒരാരാണുസ് കണ്ണുനീര് പോലെ ഒന്നും കിട്ടൂല. പറയട്ടെ, ആലിമീങ്ങളെ പൊരുത്തമില്ലാതെ, സാലിഹീങ്ങളെ പൊരുത്തമില്ലാതെ ഹബീബായ നബി തങ്ങളുടെ സമീപത്തേക്ക് പ്രവേശനമില്ല കേട്ടോ. അതന്നെ നമ്മൾ പറയണത്. ഉസ്താദുമാരെ കുരുത്തവും പൊരുത്തവും ഇല്ലാതെ, മഹാന്മാരായ സ്വാലിഹീങ്ങളെ പൊരുത്തമില്ലാതെ പുണ്യപ്രവാചകന്റെ സമീപത്തേക്ക് എത്തിപ്പെടാൻ സാധ്യമല്ല. ഈ കോലത്തിൽ എഴുതിയാലും ഈ നിലക്ക് പ്രസംഗിച്ചാലും എങ്ങനെ ഉസ്താദുമാരെ കുരുത്തം കിട്ടും? അറിയില്ലേ, അതൊരു നിയമമല്ലേ? യൂണിറ്റിന്റെ കത്തില്ലാതെ, അതേ സോണിന്റെയും സർക്കിളിന്റെയും സപ്പോർട്ടില്ലാതെ, ജില്ലാ കമ്മിറ്റിയുടെ റെക്കമെൻഡ് ഇല്ലാതെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്ന് പാസ്സാകുമോ? പാസ്സാകൂല. അപ്പൊ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്ന് പാസ്സാകണമെങ്കിൽ താഴെയുള്ള കമ്മിറ്റിയിൽ നിന്ന് പാസ്സാകണം. റസൂലുള്ളാഹിന്റെ പൊരുത്തം കിട്ടണമെങ്കിൽ ആദ്യം നാട്ടിലെ മൊല്ലാക്കാന്റെ പൊരുത്തം വേണം. അയാളെ കുതിര കയറിയ പിന്നെ അങ്ങനെ അയാളെ പൊരുത്തം കിട്ടണം. പിന്നെ മദ്രസ നിന്ന് പഠിപ്പിച്ച ഉസ്താദുമാരെ കുരുത്തം കിട്ടണം. ഓല വൈല് തടഞ്ഞാ പിന്നെ എങ്ങനെ ഓല കുരുത്തം കിട്ടണം? പിന്നെ ദർസ് പഠിപ്പിക്കണവരെ കുരുത്തം വേണം, സനത് തന്നോലും വേണം. ഈ പറയപ്പെട്ട പോലെ മുഴുവനും കുരുത്തക്കേട് ഹോൾസെയിലായി വാങ്ങിയാൽ എങ്ങനെ പൊരുത്തം കിട്ടണം? വില്ലേജ് ഓഫീസർ ഒപ്പിടാതെ, തഹസിൽദാർ വിവരമറിയാതെ കലക്ടർ നിങ്ങൾക്ക് ഒപ്പിട്ട് തരുമോ? തരൂല. അപ്പൊ കലക്ടർ ഒപ്പിട്ട് തരണമെങ്കിൽ അതിനെ താഴെയുള്ളവർ ഒപ്പിടണം. റസൂലുള്ളാഹിന്റെ ഹൗദുൽ കൗസർ കിട്ടാനും അവിടുത്തെ പൊരുത്തം കിട്ടാനും താഴെയുള്ളവർ വേണം. കാരണം ആ അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളാണല്ലോ ഈ പറയപ്പെട്ട പണ്ഡിതന്മാർ. കണ്ണിയത്ത് ഉസ്താദും ശംസുൽ ഉലമയും അൽ ഉലമാ വറസത്തുൽ അംബിയ എന്ന് പറഞ്ഞ അമ്പിയാക്കന്മാരുടെ ഇർസായ ഇൽമും ഹിദായത്തും അനന്തരമാക്കിയെടുത്തവരാണ് ഈ പറയപ്പെട്ട ശൈഖൈനിമാർ. അവരുടെ പൊരുത്തം കിട്ടാൻ ഞാൻ പിന്നെ ഉറപ്പന്നല്ലേ റസൂലുള്ളാഹിന്റെ പൊരുത്തം കിട്ടൂല എന്നുള്ളത്. എങ്കിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ മദദും ലഭിക്കണമെങ്കിൽ അവിടുത്തെ അനന്തരക്കാരായ ആലിമീങ്ങളെ പൊരുത്തം വേണം. അപ്പൊ ഹബീബായ നബി തങ്ങളുടെ മദദ് ലഭിക്കാൻ അവിടുത്തെ അനന്തരക്കാരായ ആലിമീങ്ങളുടെ പൊരുത്തം വേണം. അവിടുത്തെ സന്താന പരമ്പരയിലുള്ള സയ്യിദന്മാരെ പൊരുത്തം വേണം. പാണക്കാട്ടുകാരെ പൊരുത്തം വേണം തന്നെ മലയാളം. അവിടുത്തെ അനന്തരക്കാരായ സാദാത്യങ്ങളുടെ കുടുംബക്കാരുടെ പൊരുത്തം വേണമെന്ന് പറഞ്ഞാൽ പാണക്കാട് തങ്ങന്മാർ ഇന്ന് നാട്ടിൽ അറിയപ്പെടുന്ന അഹ്ലുൽ ബൈത്താണല്ലോ, അവരുടെ കുരുത്തവും പൊരുത്തവും വേണം. മുതഅല്ലിമീങ്ങളെ പൊരുത്തം വേണം. അവിടുന്ന് യതീമായി വളർന്നത് കൊണ്ട് തന്നെ യതീം മക്കളെ പൊരുത്തം വേണം. യതീം മക്കളെ കായ് മാത്രം പോരാ, ഓല പൊരുത്തം വേണം. അപ്പൊ യതീം മക്കളെ പൊരുത്തം വേണം, മുതഅല്ലിമീങ്ങളെ പൊരുത്തം വേണം, സാദാത്യങ്ങളെ പൊരുത്തം വേണം, ഉസ്താദുമാരെ പൊരുത്തം വേണം. ഇതിൽ ഏതാ നിങ്ങൾക്കുള്ളത്? ഒന്നും ആയിട്ട് പറയല്ല. ഇതിൽ ഏതാണ് അവകാശപ്പെടാനുള്ളത്? പാണക്കാട് സാദാത്യങ്ങളെ കിട്ടുന്നോടത്തൊക്കെ നിങ്ങളെ കുതിര കയറിലുണ്ട്, ഓല പൊരുത്തം കിട്ടുമെന്ന് എനിക്കറിയില്ല. കണ്ണിയത്ത് ഉസ്താദും ശംസുൽ ഉലമയും ഹയാത്തുള്ള സമയത്ത് അതേ പേരിൽ സംഘടന ഉണ്ടാക്കി പ്രസിഡന്റ് സെക്രട്ടറി ആവുക വഴി ഈ പറയപ്പെട്ടവരുടെ പൊരുത്തം കിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ ആരെ പൊരുത്തം കിട്ടിയത്? ആരെ പൊരുത്തം കിട്ടിയെന്നാ പറയണത്? ആരെ പിന്നാലെയാണ് പറയണത്? അതുകൊണ്ടാണ് നമ്മൾ പറയണത് വ്യക്തമായ പാകപ്പിഴവുകൾ പലർക്കും സംഭവിച്ചിട്ടുണ്ട്. അതാണ് മഹാനായ ശംസുൽ ഉലമ നേരത്തെ പറഞ്ഞത്, ഈ സമസ്തയുമായുള്ള കളി തീക്കളിയാണ്, സമസ്തയുമായുള്ള കളി തീക്കളിയാണ്, ഔലിയാക്കന്മാരെ നിങ്ങളെ വെറുതെ വിടൂല അന്ന് ശംസുൽ ഉലമ പറഞ്ഞതാണ്. അതിന്റെ തിക്തഫലം അനുഭവിക്കണില്ലേ?
ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങളുടെ രണ്ടാമത്തെ ഉറൂസ് കരുവന്തുരുത്തിൽ വെച്ച് 2 ഗ്രൂപ്പായിട്ട് നടന്നു. നമുക്ക് ഇതിലൊന്നും സന്തോഷമില്ല. പക്ഷെ സമസ്തന്റെ കറാമത്ത് ഇങ്ങനെ വെളിവാകുകയാണ്. 2 മാർഗത്തിൽ 2 വിഭാഗമായിട്ട് ഈ ഉറൂസ് നടന്നു. ഒരു വിഭാഗത്തിന്റെ ഉറൂസിൽ ഉള്ളാൾ തങ്ങളുടെ മകളുടെ മകൻ സയ്യിദ് ഫസൽ പൂക്കോയെ തങ്ങൾ പങ്കെടുക്കുന്നു. ആ പ്രസംഗത്തിൽ, ആ പരിപാടിയിൽ അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞൊരു വിഷയം നിങ്ങൾ അറിഞ്ഞല്ലോ പത്രത്തിലൂടെ. എന്താ അദ്ദേഹം പറഞ്ഞത്? കേരള യാത്ര കഴിഞ്ഞു, തിരുവനന്തപുരത്ത് സമാപിച്ചു കേരള യാത്ര. ആ കേരള യാത്ര സമാപന സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ വേണ്ടി ഉള്ളാൾ തങ്ങളുടെ കൈപിടിച്ചു കൊണ്ടുപോകുന്നു പേരക്കുട്ടി സയ്യിദ് ഫസൽ പൂക്കോയെ തങ്ങൾ. പോകുമ്പോ പേരക്കുട്ടി പറഞ്ഞു, പാപ്പ നിങ്ങൾ കയറിയിട്ട് സ്റ്റേജിൽ വന്ന് 2 കെലിമത്തൊന്ന് മൈക്കേ കൂടെ പ്രസംഗിക്കണം, അത് അണികൾക്ക് ആവേശമാണ്, ആയിക്കോട്ടെ ഞാൻ പ്രസംഗിച്ചോളാം. അങ്ങനെ സ്റ്റേജിൽ കയറി ദുആ കഴിഞ്ഞിട്ട് മൈക്ക് ഓഫാക്കി പ്രസംഗിക്കാൻ അവസരം കൊടുത്തില്ല. പരിപാടിയൊക്കെ കഴിഞ്ഞ് പിരിഞ്ഞു പോരുന്നു. മംഗലാപുരത്തേക്ക് ട്രെയിനിൽ യാത്ര പോകുന്നു. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരും ഉള്ളാൾ തങ്ങളും അതുപോലെ തന്നെ ഹാഫിൽ അബ്ദുൽ ഹക്കീമും ഉള്ളാൾ തങ്ങളുടെ പേരക്കുട്ടി ഫസൽ പൂക്കോയെ തങ്ങൾ അടക്കമുള്ള ആളുകൾ ഒരു കമ്പാർട്ട്മെന്റിൽ മുഖത്തോട് മുഖം തിരിഞ്ഞിരിക്കുകയാണ്. ആ ഇരുത്തത്തിലുള്ള ആൾ തങ്ങൾ കാന്തപുരത്തോട് ചോദിച്ചു അത്രേ, എ പി നിങ്ങൾക്കൊന്നും ഇപ്പൊ നമ്മളെ പറ്റാതായില്ലേ, നമ്മള് കീറച്ചാക്കായില്ലേ എന്ന് ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങൾ കാന്തപുരത്തോട് പറഞ്ഞു എന്നാണ് പേരക്കുട്ടി പറഞ്ഞത്. ആ ഉള്ളാൾ തങ്ങളുടെ ഗുരുത്വവും കാന്തപുരത്തിന് ഇല്ല എന്നല്ലേ അദ്ദേഹം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത്. ഇതൊക്കെ ഗുരുതരമായ പാകപ്പഴമാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. ഉള്ളാൾ തങ്ങളുടെ പേരക്കുട്ടിയെ വിഷയം പറയട്ടെ. ആദ്യ ഹോട്ടലിൽ നിന്ന് ഇങ്ങനെ ഞങ്ങൾ കാറിൽ കയറുമ്പോൾ ചെമ്മാട് പ്രായംകുട്ടിയാജി അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ നല്ല ആവേശത്തിലാണ്. ഉപ്പാപ്പനോട് ഞാൻ പറഞ്ഞു, ഉപ്പാപ്പ 2 കലിമത്ത് പറഞ്ഞാലാണ് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർക്ക് ഒരു ആവേശവും അതിൽ അടിയുറച്ച് നിൽക്കാനുള്ള വയ്യും ഉണ്ടാവുള്ളൂ, അതുകൊണ്ടൊന്ന് പറയണം എന്ന് പറഞ്ഞപ്പം പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം. ആ ഒരു പറയണം എന്നുള്ള ആഗ്രഹത്തോട് കൂടെയായിരുന്നു മഹാനവറുകൾ ആ സ്റ്റേജിലേക്ക് കയറിയത്. പക്ഷെ എന്തുണ്ടായി? ദുആ കഴിഞ്ഞ ഉടനെ ഇവര് മൈക്ക് അങ്ങോട്ട് മാറ്റിവെച്ചു. ഇതുണ്ടായ സംഗതി, അത് പറയാതിരിക്കാൻ പറ്റൂല. കാരണം ഇതിപ്പോ ഏതായാലും ഇത് പറയാതെ നിന്നിട്ട് കാര്യമില്ലല്ലോ. കാരണം നാളെ ഇതിനേക്കാളും വലുത് നിങ്ങൾ കേൾക്കാൻ പോകുന്നതാണ്. അപ്പൊ ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അത് ശരി മുബര പറയണ ഇനി ഇതിലേറെ വലുത് നിങ്ങൾ നാളെ കേൾക്കാൻ പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഏതായാലും നിങ്ങളെ പോലത്തെ ആളുകൾ ഇതൊക്കെ പറഞ്ഞില്ലല്ലോ, ഇപ്പൊ നമ്മളൊന്നും അറിയുള്ളൂ. എന്നിട്ട് ഇത് പറയാതെ നിന്നിട്ട് കാര്യമില്ലല്ലോ. കാരണം നാളെ ഇതിനേക്കാളും വലുത് നിങ്ങൾ കേൾക്കാൻ പോകുന്നതാണ്. അപ്പൊ ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അതാണ് ബാക്കിയാവുമല്ലോ. അത് കഴിഞ്ഞപ്പോ ഞങ്ങൾ തിരിച്ച് അതേ ട്രെയിനിൽ തന്നെ വരിക. ഒരു ബോഗിയിൽ ഒരു ഭാഗത്ത് എ പി ഉസ്താദ്, മറ്റേ ഭാഗത്ത് ഞാൻ, പാപ്പ, ഇപ്പുറത്തെ ഹാഫിൾ ഉസ്താദ്, ഞങ്ങളൊക്കെ ഉണ്ട്. അപ്പോ പാപ്പ പറയാ, എ പി ഞമ്മളൊന്നും ആർക്കും പറ്റൂല, കീറാച്ചാക്കായി എന്നല്ലേ. ഇതെന്ത് ഗൗരവമുള്ള വാക്കാണ്. അതിലേറെ ഗൗരവമുള്ള വാക്ക് കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു. നിങ്ങളാരും കേട്ടില്ലേ? അതിലേറെ ഗൗരവമുള്ള വാക്ക് കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞില്ലേ? സമസ്തക്കെതിരെ കേസ് കൊടുത്തവർ അള്ള മുഖം കെടുത്തട്ടെ എന്ന്. അതിലേറെ വലിയ വാക്ക് ശംസുൽ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? സമസ്തനോടുള്ള കളി തീക്കളിയാണ്, സമസ്തയോട് കളിച്ചാൽ ഔലിയാക്കന്മാരെ വെറുതെ വിടൂലാന്ന്. അതൊക്കെ വലിയ വാക്കാണെന്ന് തിരിച്ചറിയാൻ കാലം കുറെ കഴിയേണ്ടി വന്നു. സ്വന്തം നേതാക്കന്മാര് പറഞ്ഞപ്പോഴാണ് ഇതൊക്കെ ഗൗരവമുള്ള വാക്കാന്ന് തോന്നിയത്. തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്ത് വാക്കാണിത്? പാപ്പ അവിടെ പ്രസംഗിച്ചു പോയാൽ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന് ഗുണമല്ലാതെ എന്ത് ദോഷ മക്കളെ ഉണ്ടാകുക? ഈ കാണുന്ന പ്രസ്ഥാനം ഈ രൂപത്തിലാക്കിയത് ആരാ? എന്താ നിങ്ങൾക്ക് പറ്റിയത്? നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ഈ പറയാൻ പോണത്. അത് ഉള്ളുള്ളവരെന്നെ ചോദിക്കണേലേ നമുക്ക് സമാധാനമുണ്ട്. മൂപ്പരെന്നെ ചോദിക്കാൻ ഞമ്മക്ക് എന്തേ സംഭവിച്ചത്? നിങ്ങൾക്ക് സംഭവിച്ചത് പൊന്നു തങ്ങളെ, നിങ്ങൾക്ക് സംഭവിച്ചത് ഈ പറയപ്പെട്ട ഉസ്താദുമാരുടെ കുരുത്തക്കേടാണ്, അല്ലാതെ ഒന്നും നിങ്ങൾക്ക് സംഭവിച്ചിട്ടില്ല. അന്ന് മഹാനായ കണ്ണിയത്ത് ഉസ്താദ് കോഴിക്കോട് മലപ്പുറത്തും വെച്ച് പ്രസംഗിച്ചത്, 10,000ങ്ങളെ സാക്ഷി നിർത്തി പ്രസംഗിച്ചത്, സമസ്തക്കെതിരെ കേസ് കൊടുത്തവർ അല്ലാഹു മുഖം കെടുത്തട്ടെ എന്നാണ്. ഫക്കീറാക്കട്ടെ എന്നല്ല, ദരിദ്രനാകട്ടെ എന്നല്ല. അന്ന് പ്രസംഗിക്കുമ്പോ പറഞ്ഞ വാക്ക് മുഖം കെടുത്തട്ടെ എന്നാണ്. അത് വല്ലാത്ത അർത്ഥവ്യാപ്തിയുള്ള ഒരു കലിമത്താണത്, വല്ലാത്തൊരു വാക്കാണത്. ഏതായാലും ഇരിക്കട്ടെ, മംഗലാപുരത്തെത്തി പിറ്റേ ദിവസം സുലൈമാൻ മുസ്ലിയാരെ ഉള്ളാൾ തങ്ങളെ കാണാൻ വേണ്ടി വന്ന സമയത്ത് ഈ തങ്ങൾ സുലൈമാൻ മുസ്ലിയാരോട് പറഞ്ഞത്രേ, ഉസ്താദെ നിങ്ങൾക്ക് കേൾക്കണം, ഇന്നലെ എങ്ങനെ ഒരു സംഭവം ഉണ്ടായി, വല്യപ്പാന പ്രസംഗിക്കാൻ അയച്ചില്ല, മൈക്ക് ഓഫാക്കി. അപ്പൊ സുലൈമാൻ മുസ്ലിയാർ പറഞ്ഞു, ഞാനും പ്രസംഗിച്ചില്ല ആയിരുന്നു. നോക്കി നിങ്ങള്, ഞാൻ പ്രസംഗിച്ചില്ല, കാരണം ഉപ്പാപ്പ പ്രസംഗിക്കാത്തോടത്ത് ബന്ധം ഞാൻ പ്രസംഗിക്കാനാണ്. അതുകൊണ്ട് ഈ വിഷമങ്ങളൊക്കെ പ്രയാസങ്ങളൊക്കെ ഞാൻ മർക്കസ്ക്ക് പോവുകയാണ്, ഞാൻ ഏപ്പിനോട് പറഞ്ഞോളാം.
ഇത് എനിക്ക് എങ്ങേ അറ്റം വേദന ഉണ്ടാക്കിയ സംഗതി. ഇതിന്റെ പേരിൽ നാളെ 100 കളവ് മറ്റൊരു പറയും, എനിക്കറിയാം, പറഞ്ഞോട്ടെ, പ്രശ്നമില്ല. 100 കളവ് പറയാന്നല്ല, ഇയാൾ ഇന്നലെ ഒരു മൂലൊക്കെ കൊണ്ടുപോയി പുണിങ്ങിയതാ കേൾക്കണ്. ഇയാളെ മറു കൊണ്ടുപോയിക്കാണ്ട് ഏപിക്കാരൊക്കെ പുണിങ്ങിയതാ കേൾക്കണ് ഇത് പറഞ്ഞതിന് ശേഷം. ഇയാളാ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഇത് പറഞ്ഞാൽ വലിയ കുതുകൂലം ഉണ്ടാകും, കാരണം ഉള്ളത് പറയാണല്ലോ. പറഞ്ഞോട്ടെ, പ്രശ്നമില്ല. പക്ഷേ അത് കഴിഞ്ഞു. പിറ്റേന്ന് ഇവിടെ വന്നു. പിറ്റേന്ന് നമ്മുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ബഹുവന്യരായ സുലൈമാൻ ഉസ്താദ് മഹാനവർകൾ പാപ്പനെ അഹ്സനി ബിരുദം കൊടുക്കൽ എപ്പോഴും പാപ്പ അഫാത്താകുന്ന കാലം വരെയും മഹാനവർകളായിരുന്നു. എങ്ങനെ ഒതുക്കുങ്ങലിന്റെ സനത് സമ്മേളനത്തിന് വിളിക്കാൻ വന്നു. അപ്പോ ഞാൻ പറഞ്ഞു, പാപ്പ റൂമിലാണ്. ഞാൻ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദ് ഇന്നലെ വല്ലാത്തൊരു ദൗർഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടായി. പാപ്പക്ക് പ്രസംഗിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പ്രസംഗിച്ചില്ല. അപ്പോ ഞാൻ പാപ്പനോട് ചോദിച്ചു, ഇവിടെ വീട്ടിലെത്തിയപ്പോഴും ചോദിച്ചു, പാപ്പ എന്താ ഇന്നലെ പ്രസംഗിക്കാൻ? പാപ്പ എടുത്ത് വായിക്കുക, എടാ മൈക്ക് തരണ്ടേ, ഒരു മൈക്ക് ഞാൻ പിടിച്ചെടുത്ത് പ്രസംഗിക്കുകയാണോ എന്ന് ചോദിച്ചു. വല്ലാത്ത വാക്കാണ് അതൊക്കെ. അങ്ങനെ സുലൈമാൻ ഉസ്താദിനോട് പറഞ്ഞപ്പോ സുലൈമാൻ ഉസ്താദ് പറഞ്ഞു, എന്റെ പേരും വിളിച്ചിരുന്നു, പക്ഷെ ഞാനും പ്രസംഗിച്ചില്ല. കാരണം പാപ്പ പ്രസംഗിക്കാത്തോടത്ത് ഞാനെന്ത് പ്രസംഗിക്കാനാണ്? പാപ്പ എന്നാ പറയാ, പാപ്പ എന്ത് പ്രസംഗിക്കാനാണ്? ഏതായാലും കുട്ടിന്റെ വിഷമം ഞാന് ഇപ്പൊ പോണത് മർക്കസിലേക്കാണ്, എ പി ഉസ്താദിനോട് ഈ വിഷയം പറയാ എന്നും പറഞ്ഞിട്ടാണ് മഹാനവർകൾ ഇവിടെ നിന്ന് പോയിട്ടുള്ളത്. ഈ നിലക്ക് അടിസ്ഥാനപരമായ ആശയങ്ങളിൽ നിന്ന് മാറിപ്പോയവർ സംഘടനാപരമായ അടുക്കളയുടെ ഉള്ളിൽ ശക്തമായി പോര് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്കൊന്നേ പറയാനുള്ളൂ, അവസാനം ഈമാൻ കിട്ടി മരിക്കാൻ, ഈമാൻ സലാമത്തായി മരിക്കാൻ ഒരേ ഒരു വഴി ഈ മഹിതമായ സംഘടനയുടെ വഴിയാണ്, സമസ്തയുടെ വഴിയാണ്. നമ്മൾക്കറിയാം, ഒരു കാലത്ത് ഈ സംഘടനയിൽ നിന്ന് മാറിപ്പോകുമ്പോൾ 2 ആരോപണങ്ങൾ അവർ ഉന്നയിച്ചു. നമ്മളായിരുന്നു മറക്കരുത്. ഒരാരോപണം സമസ്തക്ക് രാഷ്ട്രീയ ബന്ധമുണ്ട് എന്നതായിരുന്നു. സമസ്തയുടെ ജമിയത്തുൽ ഉലമയെ മുസ്ലിം ലീഗിന്റെ ആലയത്തിലേക്ക് ശംസുൽ ഉലമ സമസ്തയെ കൊണ്ടുപോകുന്നു. ഒന്നാമത്തെ ആരോപണം. രണ്ടാമത്തെ ആരോപണം ബിദ്അത്ത് ബന്ധമായിരുന്നു. ഞാൻ അതൊന്നും ചർവണം ഇപ്പോൾ ഇവിടെ നടത്തുന്നില്ല. ഈ 2 ആരോപണങ്ങൾ നടത്തിയവർ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് ഈ സദസ്സിൽ പങ്കെടുത്തവർക്കും മറ്റുള്ള സ്ഥലങ്ങളിൽ മാറി നിന്ന് പരിപാടി വീക്ഷിക്കുന്നവരും മനസ്സിലാക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അടുക്കളയിൽ പോയിട്ട് സമസ്തയെ തളച്ചു എന്ന് ആരോപിക്കുകയും അങ്ങനെ രാഷ്ട്രീയപരമായി ബന്ധമില്ലാത്ത 100% അല്ലാഹുവില്ല എന്ന ചിന്തയോടുകൂടെ കഴിയുന്ന സംഘടന വേണം എന്ന നിലക്ക് മാറിപ്പോകുന്നു എന്ന് പറഞ്ഞവർ ഇന്ന് എവിടെ എത്തി നമ്മൾ ആലോചിക്കണം. 35 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കെതിരെ മറ്റൊരു സംഘടനയുണ്ടാക്കി. ആ സംഘടന പ്രവർത്തനങ്ങൾ സജീവമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യം കേരള മുസ്ലിം ജമാഅത്ത് എന്നൊരു സംഘടന ഉണ്ടാക്കി. ഓരോ മഹലിന്റെ ഭാരവാഹികളും കേരള മുസ്ലിം ജമാഅത്തിന്റെ ഓരോരോ മുന്നോട്ടുള്ള ഗമനവും വളരെ ഗൗരവത്തോടെ കാണണമെന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കേരള മുസ്ലിം ജമാഅത്ത് എന്തേ സുന്നി പോയി? ഈ സംഘടനയിൽ സുന്നിയില്ല. സുന്നി വിദ്യാഭ്യാസ ബോർഡ്, സുന്നി ജംഇയ്യത്തുൽ ഉലമ, സുന്നി മദ്രസ, സുന്നി മസ്ജിദ്, സുന്നി പഠന ക്ലാസ്, സുന്നി ഹജ്ജ് ക്യാമ്പ്, സുന്നി ഉംറ ക്യാമ്പ്, തലങ്ങും വിലങ്ങും സുന്നി. ഈ സംഘടനയിൽ സുന്നിയില്ല. കേരള മുസ്ലിം ജമാഅത്തിൽ സുന്നിയില്ല. എന്തിനാ സുന്നിയില്ലാത്തൊരു സംഘടന? ഇതൊരു ബഹുജന സംഘടനയാണ്. ജമാഅത്തുകാർക്കും മുജാഹിദുകൾക്കും അതുപോലെ മറ്റ് ബിദ്അത്തുകാർക്കും സ്ത്രീകൾക്കും ഒക്കെ മെമ്പർഷിപ്പ് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പുതിയൊരു സംഘടന, ബഹുജന സംഘടന. അതെന്തിനാണത്? സമസ്തയെ അടിക്കാൻ ഒരു പുതിയൊരു വടിയാണ് കേരള മുസ്ലിം ജമാഅത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മൾ വെറുതെ ആരോപണം പറയുകയില്ല, അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഈ കാര്യം ബോധ്യപ്പെടുത്തുന്നത്. ഇത് ഗൗരവമുള്ള ഒരു വിഷയമാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് രാഷ്ട്രീയ ആരോപണം നടത്തിയവർ രാഷ്ട്രീയ പാർട്ടിയാണെന്ന് ദൂരെ നിന്ന് നോക്കിയാൽ തോന്നുകയും അടുത്തു നിന്ന് നോക്കിയാൽ അങ്ങനെ തോന്നാതിരിക്കുകയും ചെയ്യുന്ന ഒരു സംഘടന. ഈ സംഘടന രൂപീകരിച്ച് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ ചാനൽ ചർച്ചയിൽ ഇദ്ദേഹത്തോടൊരു ചോദ്യം. എന്താ ചോദ്യം? നിങ്ങൾ പുതിയ സംഘടന ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ കേരള മുസ്ലിം ജമാഅത്ത്, എന്താണ് ആ സംഘടനയുടെ നിലപാടെന്താണ്? ഇതിൽ സ്ത്രീകളെ മെമ്പർമാരായി ചേർക്കുമോ? എന്താ നിങ്ങളുടെ തീരുമാനം? ആ ചോദ്യവും ആ മറുപടിയും ഒന്ന് കേൾക്കും.
ബഹുജന സംഘടന കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രഷർ ഗ്രൂപ്പ് ആവുക എന്നുള്ളതാണ്, ഒരു സമ്മർദ്ദ ശക്തി അല്ല. അങ്ങനെയില്ല. സമ്മർദ്ദം ഇപ്പോഴും ഉണ്ട് ആവശ്യത്തിനനുസരിച്ച്. അതുപോലെ വേണ്ടി വന്നാൽ അപ്പോഴും ഉണ്ടാകും. ബഹുജനങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ സ്ത്രീകളെ ഉൾപ്പെടുത്തും. ആ ചോദ്യം മറക്കരുത് മോനെ വരട്ടെ. എന്താ ചോദിച്ചത്? ബഹുജന സംഘടന എന്ന് പറയുമ്പോൾ സ്ത്രീകളെ ഉൾപ്പെടുത്തുമോ? കേരള മുസ്ലിം ജമാഅത്തിൽ സ്ത്രീകൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കുമോ? നമ്മൾക്ക് വിചാരിച്ചെന്താ നിങ്ങള് കൊടുക്കൂല എന്ന് മൂപ്പര് പറയുന്ന. കാരണം നമ്മൾ അങ്ങനെയല്ല പഠിച്ച. കാരണം സുന്നത്തി ജമാഅത്തിന്റെ സംഘടനയാണല്ലോ. വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജന തബറജൽ ജാഹിലിയത്തിൽ ഊലാ വഅഖിംന സ്വലാഹ്. പെണ്ണുങ്ങൾ അടങ്ങി ഒതുങ്ങി ജീവിക്കണം എന്ന് പറയണമല്ല നമ്മള്. ജമാഅത്ത് മുജാഹിദുകാരെ മാതിരി പെണ്ണുങ്ങൾക്ക് സംഘടന ഉണ്ടാക്കി അങ്ങനെ അവരെ പരസ്യമായി രംഗത്ത് കൊണ്ടുവരികയോ പരസ്യമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം പെണ്ണുങ്ങൾക്ക് ഉണ്ടാകരുതെന്ന് പറയുന്നവരാ നമ്മള്. അതടിസ്ഥാനത്തിൽ മൂപ്പര് അങ്ങനെ പറയുന്ന നമ്മൾ കരുതിയത്. പക്ഷെ മൂപ്പര് അങ്ങനെ പറഞ്ഞില്ല. ഇപ്പോഴും ഉണ്ടാകും. ബഹുജനങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ സ്ത്രീകളെ ഉൾപ്പെടുത്തും. ബഹുജനങ്ങൾ എന്ന് പറയുമ്പോൾ സ്ത്രീകൾ അതിൽ ഉൾപ്പെടും. ബഹുജനങ്ങൾ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ അതിൽ ഉൾപ്പെടും. ഇത് എത്ര ഗൗരവമുള്ള ഒരു വാക്കാണിത്. ബഹുജനങ്ങൾ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ അതിൽ ഉൾപ്പെടുമെന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കുമ്പോൾ അവർക്ക് മെമ്പർഷിപ്പ് കൊടുത്ത് അവരെയും പ്രവർത്തന ഗോതയിൽ കൊണ്ടുവരും. ഇത് പറഞ്ഞ് നിർത്തിയില്ല. പിന്നെ മൂപ്പര് പറഞ്ഞ നിങ്ങള് സ്ത്രീകൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, നവോത്ഥാന പ്രവർത്തനങ്ങൾ, അവർക്ക് ആവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സംഘടന പ്രവർത്തിക്കും. അതിനല്ലേ മുജാഹിദും പറയണത്. മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയും തബ്ലീഗുകാരൊക്കെ വനിതകൾക്ക് സംഘടന ഉണ്ടാക്കിയിട്ട് അവരും പറയുന്നത് തന്നെയാണ്. ഇവർക്ക് വേണ്ടിയിട്ട് ഇവരുടെ നവോത്ഥാന പ്രവർത്തനങ്ങൾക്കും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കും വേണ്ടി സംഘടന പ്രവർത്തിക്കും. ഞങ്ങളും അങ്ങനെ തന്നെയാണ്. സ്ത്രീകൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസവും സ്ത്രീകൾക്ക് ആവശ്യമായ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതിനും ഈ സംഘടന പ്രവർത്തിക്കും. അങ്ങനെ തന്നെയല്ലേ മുജാഹിദും പറഞ്ഞ. മുജാഹിദിനെ സംഘടന പിന്നെ അരിക്കോട്ട് കൊണ്ടുപോയിട്ട് മണൽ കോരാൻ കൊണ്ടുപോകാനാണോ? മുജാഹിദിനും ജമാഅത്തിനും സംഘടന, പെണ്ണുങ്ങൾക്ക് സംഘടന ഉണ്ടാക്കി എന്തിനാ? അവർക്കും ഇവിടെ പ്രവർത്തിക്കാൻ. അങ്ങനെ ഞങ്ങളും പെണ്ണുങ്ങളെ കൊണ്ട് പ്രവർത്തിപ്പിക്കും എന്ന് അദ്ദേഹം പറയുക വഴി സുന്നത്തി ജമാഅത്തിന്റെ ആശയങ്ങളിൽ നിന്ന് ബഹുദൂരം സഞ്ചരിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് കരുതിയാലും വേണ്ടില്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. പ്രവർത്തിക്കും. ബഹുജന സംഘടനയുടെ അടുത്ത ചോദ്യം, ഈ ബഹുജന സംഘടന മുന്നണിയിൽ സ്ത്രീകൾ ഉണ്ടാകുമോ? എന്നാൽ പ്രസിഡന്റ് ഒരാണാകുമ്പോൾ ഒരു വൈസ് പ്രസിഡന്റ് ഒരു പെണ്ണ്, അങ്ങനെ പറ്റുമല്ലോ. സെക്രട്ടറി ഒരാണാകുമ്പോൾ ജോയിന്റ് സെക്രട്ടറി ഒരു പെണ്ണ്, എന്നാൽ സൗകര്യം ഉണ്ടാകും ചായ കൊണ്ടുവരാനൊക്കെ. അങ്ങനെ ഉണ്ടാകുമോ എന്ന രണ്ടാമത്തെ ചോദ്യം. ആ ചോദ്യത്തിന് മുമ്പേ മറുപടി. ഈ സംഘടന പ്രവർത്തിക്കും. ബഹുജന സംഘടനയുടെ മുന്നണിയിൽ സ്ത്രീകളെ ഉൾപ്പെടുത്താൻ കഴിയുമോ? ബഹുജന സംഘടനയിൽ മെമ്പർഷിപ്പ് സ്ത്രീകൾക്ക് കൊടുക്കണമോ കൊടുക്കണ്ടയോ എന്ന കാര്യം തീരുമാനമായിട്ടില്ല. എന്താ തീരുമാനിക്കാത്തത്? എന്താ കൊടുക്കണ്ടെന്നാണ് തീരുമാനിച്ചാല്? അങ്ങനെയല്ലേ തീരുമാനിക്കേണ്ടത്? സമസ്തല്ലേ? ശംസുലമക്കോ കണ്ണിയത്തിനും സുന്നത്തി ജമാഅത്ത് കുറഞ്ഞെന്ന് പോയി പറഞ്ഞ് മാറി പ്രവർത്തിച്ചവർ പിന്നെ പെണ്ണുങ്ങൾക്ക് മെമ്പർഷിപ്പ് കൊടുത്താണോ വല്ല സംഘടന ഉണ്ടാക്കിയിട്ട് രംഗത്തിറക്കാൻ വേണ്ടത്? സുന്നത്തി ജമാഅത്താണോ അത്? അതാ ഞങ്ങൾ പറഞ്ഞത്. ഇതിന് വളരെ വ്യക്തമായി വ്യതിചലനം അടിസ്ഥാനപരമായ വിഷയത്തിൽ നടന്നിട്ടുണ്ട്. നാട്ടിലെ കുട്ടികൾ വെറും കുത്തുബിയത്തും സ്വലാത്തും പൂർത്തിയിലെ കണ്ടിട്ടുള്ളൂ. അതിന്റെ അപ്പുറത്തുള്ളത് പോലും കണ്ടിട്ടില്ലല്ലോ. എന്നാ പൊന്നു ഹബീബന്മാരെ, നിങ്ങളെ നേതാവ് പറഞ്ഞ വിഷയങ്ങളാണിത്. സ്ത്രീകൾക്ക് കേരള മുസ്ലിം ജമാഅത്തിൽ മെമ്പർഷിപ്പ് കൊടുക്കും, നേതൃത്വ സ്ഥാനത്ത് കൊണ്ടുവരണ്ട എന്ന് തീരുമാനിച്ചിട്ടില്ല. എന്നിട്ട് ഞങ്ങളിപ്പോൾ രൂപീകരിച്ചതല്ലേ ഉള്ളൂ. അതുകൊണ്ട് ചർച്ച ചെയ്തതിന് ശേഷം മെമ്പർഷിപ്പ് കൊടുക്കാനോ കൊടുക്കാതിരിക്കാനോ രണ്ടും തീരുമാനമായിട്ടില്ല. അക്കാര്യത്തിലൊരു താത്വിക നിലപാട് നേരത്തെ ഉണ്ടല്ലോ. ഉണ്ട്. നിലപാട് കൊണ്ട് ഞങ്ങൾക്ക് എത്ര മെമ്പർമാർ ഇവിടെ ഞങ്ങളെ പ്രവർത്തനത്തോട് യോജിക്കുന്നു എന്ന് അറിയാൻ വേണ്ടി ചിലപ്പോൾ സ്ത്രീകളെ മെമ്പർമാരായി പരിഗണിക്കാം. ഞാൻ ഇന്നും കൂടി ഒരു പോരായുണ്ട്. ഞങ്ങൾക്ക് നാട്ടിൽ എത്ര പ്രവർത്തകന്മാരുണ്ട് എന്ന വ്യക്തമായ കണക്ക് കിട്ടാൻ ഞങ്ങൾ പെണ്ണുങ്ങളെയും മെമ്പർമാരായി ചേർക്കും. ഞങ്ങൾ പറയുന്നത് ഇത് ഗുരുതരമായ പാകപ്പിഴവാണ്. അടിസ്ഥാനപരമായ സുന്നത്തി ജമാഅത്തിന്റെ ആശയത്തിൽ നിന്നുള്ള വ്യക്തമായ വ്യതിചലനമാണ്. ഇനി കേരള മുസ്ലിം ജമാഅത്തിന്റെ ഒരു മെമ്പർ ഒരു യൂണിറ്റ് ഒരു മഹലിലുണ്ടായാൽ എന്തായിരിക്കും ആ മഹലിന്റെ അവസ്ഥാനങ്ങൾ? എന്റെ മഹലിലാണ് കേരള മുസ്ലിം ജമാഅത്തിന് ഒരു യൂണിറ്റ് ഉണ്ടാകുന്നതെങ്കിൽ എന്തായിരിക്കും ആ മഹലിന്റെ പേര്? കുഴിമണ്ണ മഹല്ല് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി, അങ്ങനെയാണ് അതിന്റെ പേര്. കുഴിമണ്ണ മഹല്ല് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി. എന്നാ അങ്ങനെ ഒരു ജമാഅത്ത് കമ്മിറ്റി എന്റെ നാട്ടിലില്ലേ? ഉണ്ട്. കുഴിമണ്ണ മഹല്ല് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ മഹല്ല് ആദ്യം ഉണ്ടല്ലോ. കൊണ്ടോട്ടിയിലാണെങ്കിലോ കൊണ്ടോട്ടി മഹല്ല് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി. എന്നാ അവിടെ അങ്ങനെ മഹല്ലില്ലേ? അങ്ങനെ ഒരു മഹല്ലുണ്ട്. ഈ സംഘടന ഉണ്ടാക്കിയാൽ ആ നാട്ടിൽ പിന്നെ ആകെ കോയമാന്ത്രായി.
ഈ പുതിയ സംഘടന ഏതാണെന്ന് അറിയില്ല. ഇവിടെ പഴയുള്ള മഹല്ല് കമ്മിറ്റി ഏതാണെന്ന് തിരിച്ചറിയാതെ ആളുകളാകെ കുഴങ്ങിപ്പോവും. ഇതിന്റെ പേരിൽ റെസീറ്റ് അടിക്കാം, പിരിവുണ്ടാക്കാം, ആളുകളാകെ കുഴങ്ങിപ്പോകൂലേ? ഇങ്ങനെ നാടായ നാടുകളിൽ മുഴുവനും പ്രശ്നമുണ്ടാക്കാനുള്ള പുതിയ പദ്ധതിയാണ് കേരള മുസ്ലിം ജമാഅത്ത്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന നേതാവ് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ കല്ലായി ആ കാര്യം വിശദീകരിക്കുന്നുണ്ട്. ഒന്ന് കേൾക്കുക. സാക്ഷിയായിട്ടുണ്ട്. നമുക്കെതിരെ വന്ന എല്ലാം അസ്തമിച്ചു പോയില്ലേ? എല്ലാം അസ്തമിച്ചു പോയില്ലേ? ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മുസീബത്ത്, ഞാൻ എന്റെ മനസ്സിലുള്ള ഒരാശങ്ക ഞാൻ പറയട്ടെ. എന്റെ മനസ്സിലുള്ള ഒരാശങ്ക, മറ്റേ ചങ്ങാതി മഹല്ലുകളെ പിടിച്ചെടുക്കാൻ ശ്രമം നടത്തി. ഒരു മഹല്ലും പിടിച്ചെടുക്കാൻ കഴിയില്ല എന്ന് ബോധ്യം വന്നപ്പോൾ കാലിനൊത്ത ചെരുപ്പ് കിട്ടാത്ത സമയത്ത് ചെരുപ്പിനൊത്ത് കാല് മുറിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതാണ് കേരള മുസ്ലിം ജമാഅത്തിന്റെ പിറവി. കേരള മുസ്ലിം ജമാഅത്ത് മഹല്ലിൽ കമ്മിറ്റി ഉണ്ടാക്കുമ്പോൾ എന്തായിരിക്കും പേര്? നിങ്ങളുടെ മഹലിന്റെ പേരെന്താ? മഹലിന്റെ പേര് തൊടുവാനൂർ മഹല്ല് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി എന്നവർ പേര് വെക്കും. ഇപ്പോൾ നമ്മുടെ മഹലിന്റെ പേര് അതായിരിക്കില്ലേ? അല്ലേ? എന്റെ മഹലിന്റെ പേര് കല്ലായി മഹല്ല് മുസ്ലിം ജമാഅത്താണ്. കല്ലായി മഹല്ലിൽ കാന്തപുരം പാർട്ടി ഉണ്ടാക്കിയാൽ എന്തായിരിക്കും പേര്? കല്ലായി മഹല്ല് മുസ്ലിം ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ചെരുപ്പിനൊത്ത് കാല് കുറിച്ചെങ്കിലും നമ്മോട് യുദ്ധം ചെയ്യാൻ അവർ തീരുമാനിച്ചിട്ടുണ്ടെന്നർത്ഥം. അപ്പോൾ റെസീറ്റ് ബുക്കടിക്കും, പിരിവെടുക്കും. ഇതേതാണെന്ന് ആളുകൾക്ക് തിരിച്ചറിയാതെ വരും. അങ്ങനെ ഒരു കൺഫ്യൂഷൻ കേരളീയ മുസ്ലിങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുടെ ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. ആ സംശയം ശരിയാണോ തെറ്റാണോ എന്ന് കാലം കുറച്ച് കഴിയുമ്പോൾ തെളിയിക്കപ്പെടും. അതുകൊണ്ട് ഇപ്പൊ ഞാനത് വിധി പറയുന്നില്ല. ആ രൂപത്തിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഇനി നമ്മൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കുന്ന രണ്ടാമത്തെ ഒരു വിഷയം, രാഷ്ട്രീയപരമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമാക്ക് ഒരു നിലപാടുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമാക്ക് പ്രത്യേകമായ ഒരു രാഷ്ട്രീയ പാർട്ടിയോട് വിദ്വേഷമോ അതുപോലെ തന്നെ പ്രത്യേകമായ ഒരു അടുപ്പമോ സമസ്ത കേരള ജമിയത്തുൽ ഉലമാക്കില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ പ്രവർത്തകന്മാരിൽ അധികവും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആളുകളാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ പ്രവർത്തകന്മാർ കോൺഗ്രസുകാരുണ്ട്, മാർക്സിസ്റ്റുകാരുണ്ട്, PDPക്കാരുണ്ട്, SDPIക്കാരുണ്ട്, അതുപോലെ ജനതാദളുകാരുണ്ട്. പല ജാതി രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ പ്രവർത്തകന്മാരിലുണ്ട്. സമസ്തയുടെ നാളിതുവരെയുള്ള ചരിത്രത്തിലോ നാളിതുവരെയുള്ള പ്രവർത്തനങ്ങളിലോ സമസ്തയുടെ പ്രസിഡന്റ്, സെക്രട്ടറിമാരോ മുഷാവറാംഗങ്ങളോ ഉത്തരവാദപ്പെട്ട ഒരാളും ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യാവൂ എന്നോ ഇന്ന പാർട്ടിയെ തോൽപ്പിക്കണമെന്നോ ഇന്ന് വരെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പറഞ്ഞിട്ടില്ല. അത് പറയാതിരിക്കാൻ കാരണം അത് സമസ്തയുടെ മേഖലയല്ല, അത് സമസ്തയുടെ പ്രവർത്തന മേഖലയല്ല. രാഷ്ട്രീയക്കാരുമായി പോകട്ടെ, രാഷ്ട്രീയക്കാർ അവരുടെ പ്രവർത്തനങ്ങളായി പോകട്ടെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമാക്ക് ഒരു നിലപാടുണ്ട്. എന്നാൽ ഈ നിലപാടിൽ നിന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ വഴിമാറിപ്പോയെന്നോ രാഷ്ട്രീയ പാർട്ടിയായി പോയെന്നും പറഞ്ഞവർ വഴിയിലൂടെ നടന്നു പോകുന്ന രാഷ്ട്രീയക്കാരെ കേന്ദ്രങ്ങളിലേക്ക് വിളിച്ചു വരുത്തി രഹസ്യ ചർച്ച നടത്തിയത് പുറത്തായ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിലനിൽക്കുന്നത്. ഇതൊക്കെ സമസ്തയുടെ കറാമത്താണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വരട്ടെ. നിലപാട് മാറ്റത്തിന്റെ സൂചന നൽകി കാന്തപുരം ഇടത് MLA-മാരുമായി ചർച്ച നടത്തി. കാരന്തൂർ മർക്കസിലെത്തിയാണ് MLA-മാരായ KT ജലീലും PT റഹീമും കാന്തപുരത്തെ കണ്ടത്. കാന്തപുരം കാണാൻ പറഞ്ഞതുകൊണ്ടാണ് വന്നതെന്നും കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയം ചർച്ചയായെന്നും MLA-മാർ പറഞ്ഞു. കണ്ടങ്ങൾ റോട്ടുമ്പോ കൂടെ പോയപ്പോ സർവത്ത് കുടിച്ചാൽ കയറിയതല്ല. ഞങ്ങളെ കാന്തപുരം മർക്കസിലേക്ക് വിളിച്ചു വരുത്തി രാഷ്ട്രീയം ചർച്ച ചെയ്തു. സമസ്തയുടെ നാളിതുവരെ ചരിത്രത്തിലുണ്ടോ ഇത്? സമസ്തയുടെ നാളിതുവരെയുള്ള ചരിത്രത്തിൽ ഇങ്ങനത്തെ ഒരു വിഷയം കേൾക്കാൻ കഴിയില്ല. സമസ്തയുടെ ഉസ്താദുമാരും ആ വിഷയത്തിൽ ഇടപെടാറില്ല. പക്ഷേ ഞങ്ങളെ മർക്കസിലേക്ക് വിളിച്ചു വരുത്തി രാഷ്ട്രീയം ചർച്ച ചെയ്തു എന്ന് പറയുന്നത് KTA ജലീലും PT റഹീമുമാണ്. അതിൽ പിന്നെ അതിന് എന്താണ് ലഈഫായ ഖൗലൊന്നുമല്ല, മുത്തഫഖുൻ അലൈഹിയായ സ്വഹീഹായ ഖൗലാണത്. സനദ് മുത്തസിലായതാണ്. പറയട്ടെ. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് ഇടത് MLA-മാർ കാന്തപുരവുമായി കൂടിക്കാഴ്ച നടത്തിയത്. കാന്തപുരം ആവശ്യപ്പെട്ടതനുസരിച്ചാണ് കാണാനെത്തിയതെന്ന് KT ജലീൽ MLA പറഞ്ഞു. ഉസ്താദ് പറഞ്ഞു ഒന്ന് കാണണം, സംസാരിക്കണം എന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ വന്നു, സംസാരിച്ചു. ഇടക്കാലത്ത് മുസ്ലിം ലീഗിന് അനുകൂലമായി കാന്തപുരം നിലപാട് മാറ്റിയിരുന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ ജലീൽ ഇങ്ങനെ പ്രതികരിച്ചു. അങ്ങനെ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തേണ്ട കാര്യം കാന്തപുരത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന് PT റഹീം MLA-യും പറഞ്ഞു. ഇടതുപക്ഷം ശക്തിപ്പെടുത്തേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ.
അത് സംബന്ധിച്ചൊക്കെ ഉസ്താദ് എപ്പോഴും ഒരു ഇടതുപക്ഷത്തിന്റെ കൂടെ നിന്ന ആളാണ്. അങ്ങനെ പറയ് ഈ എങ്ങക്ക് രാഷ്ട്രീയല്ലേ മോനെ ഒന്നിനും വരട്ടെ. PTR പറയട്ടെ, ഉസ്താദ് എന്നും ഇടതുപക്ഷത്തിന്റെ കൂടെ നിന്ന ആളാണ്. ഞാനിത് പറഞ്ഞതിനാരങ്ങൾ ഞങ്ങൾക്ക് രാഷ്ട്രീയമല്ല എന്ന് പറയുമ്പോ അത് ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയാണ്. ഇടതുപക്ഷം ശക്തിപ്പെടുത്തേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. അത് സംബന്ധിച്ചൊക്കെ ഉസ്താദ് എപ്പോഴും ഒരു ഇടതുപക്ഷത്തിന്റെ കൂടെ നിന്ന ആളാണ്. എന്നാൽ MLA-മാർ ഇടയ്ക്കിടെ തന്നെ കാണാറുണ്ടെന്നും ഇപ്പോഴൊന്നും പറയാനില്ലെന്നുമായിരുന്നു കാന്തപുരത്തിന്റെ പ്രതികരണം. ഈ നിലയ്ക്ക് രാഷ്ട്രീയക്കാരുമായി ചർച്ച ചെയ്തൊരു ചരിത്രം കേരളത്തിൽ സംസ്ഥാന ചരിത്രത്തിൽ കേൾക്കാനും കാണാനും കഴിയില്ല എന്നാണ് നമ്മൾ പറയുന്നത്. നോക്കൂ നിങ്ങൾ, എത്ര വ്യക്തമായ വ്യതിയാനമാണ് സമസ്തയുടെ അടിസ്ഥാനപരമായ നയത്തിൽ നിന്ന് പോയിട്ടുള്ളത്. അദ്ദേഹത്തോട് അടുത്ത ചോദ്യം, പുതിയ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? എന്റെ പ്രിയപ്പെട്ട എന്റെ ശബ്ദം കേൾക്കുന്ന നിഷ്പക്ഷമതികളായ ആളുകൾ ചിന്തിക്കാനാണ് ഞാൻ ഈ പറയുന്നത്. ഇനി പറയുന്ന കാര്യങ്ങൾ ഗൗരവത്തോടെ നിങ്ങൾ ആലോചിക്കണം. നിങ്ങളുടെ അടുത്ത പദ്ധതികൾ എന്തൊക്കെയാണ്? അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി, പുതിയ പ്രവർത്തനം നോളജ് സിറ്റിയുമായിട്ട് മുന്നോട്ട് പോകും. അപ്പൊ അദ്ദേഹത്തിന്റെ ചോദ്യം, നോളജ് സിറ്റി അതിൽ പള്ളി ഉണ്ടാവുമെന്ന് ചോദിച്ചു. പള്ളി നോളജ് സിറ്റിയിൽ പള്ളി ഇല്ലായിരുന്നു. അപ്പൊ പിന്നെ പള്ളി ഇയാളെ വെറുതെ വിടുവോ? ഇയാള് ഈ ചാനലുകാരൻ വിടുന്നില്ല. ഇയാൾ ചോദിച്ചു, പള്ളി അവിടെ വരൂലെങ്കിൽ പിന്നെ നിങ്ങളെ പള്ളിക്ക് വേണ്ടി നിങ്ങളെ പൈസ വിരിച്ച് അങ്ങനെ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പൊ പറഞ്ഞു, പള്ളി ഞങ്ങൾ എവിടെങ്കിലും കോഴിക്കോട് എവിടെങ്കിലും പള്ളി ഉണ്ടാക്കും. അപ്പൊ ഇയാൾ വിട്ടില്ല. പിന്നെ ചോദ്യം, ആ പള്ളിയിൽ നിങ്ങൾ മുടി വെക്കൂന്ന് ചോദിച്ചു. ഇയാൾ 4 കൊല്ലം മുമ്പ് ചോദിച്ചിട്ടുണ്ട്, അന്ന് മുടി വെക്കാനാണ് പള്ളി ഉണ്ടാക്കിയതെന്ന് ഇയാൾ തന്നെ ഇയാളോട് പറയിപ്പിച്ചതാണ്. അവ ചോദിച്ചു, ആ പള്ളിയിൽ മുടി വെക്കുമോ? അതിൽ ഇയാൾ കടന്നിട്ട് ആകപ്പാടം കെട്ടിട്ട് വയലിച്ചേലാകുണ്ട്. ഇയാൾ പറഞ്ഞു, ആ പള്ളിയിൽ മുടി വെക്കൂല, മുടി വെക്കാൻ ഞങ്ങൾ വേറെ ബിൽഡിംഗ് ഉണ്ടാക്കും. ഇതൊക്കെ നിങ്ങൾ കേൾക്കണം. ഇത് സമസ്തയുടെ കറാമത്തും കണ്ണിയത്ത് ഉസ്താദിന്റെയും ശംസുല്ലയുടെ കുരുത്തക്കേടാണ്. പണ്ടേ ഞങ്ങൾ പറഞ്ഞു ഇത് തട്ടിപ്പാണ് എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ എല്ലാവരും ഞങ്ങളെ മേലെ കുതിര കയറി. ഇപ്പൊ തിരിഞ്ഞില്ലേ? പറയട്ടെ, പറയുകയും ചെയ്യും. പുതിയ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? പുതിയ പ്രവർത്തനം നോളജ് സിറ്റി ശക്തിപ്പെടുത്തൽ തന്നെ. ഒന്ന്, പള്ളിയുടെ പ്രവർത്തനം ഇതിന്റെ കൂട്ടത്തിൽ നടക്കുന്നുണ്ടോ? അതോ ആ കൂട്ടത്തിൽ പള്ളിയില്ല. അത് ശരി. അപങ്ങളല്ലേ പണ്ടിവിടെ നോട്ടീസും പോസ്റ്റർ ഇറക്കിയത്? നടുവില് പള്ളിയും ചുറ്റും ബിൽഡിങ്ങും നമ്മൾ മറന്നിട്ടില്ല മോനെ. പോസ്റ്റർ വരട്ടേതാ വലുതാക്കി മോനെ, ചുറ്റുപാട് വരട്ടെ. പണ്ടിവരെ ഇറക്കിയ നോളജ് സിറ്റിന്റെ ഫോട്ടോയാണിത്. ചുറ്റുഭാഗത്തും 20, 30, 50 നിലയിലുള്ള ബിൽഡിങ്ങുകൾ, സ്വിമ്മിംഗ് പൂളുകൾ, ഒരുപാട് ഹോട്ടലുകൾ, സ്റ്റാർ ഹോട്ടലുകൾ, വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ, അതിന്റെ മധ്യത്തിൽ സുന്ദരമായ ഷാറെ മുബാറക്ക് പള്ളിയും. പിന്നെ ആ പള്ളി നീർക്കോലി മുടങ്ങി. അദ്ദേഹത്തോട് 2 മാസം മുമ്പ് ചോദിച്ച പത്രസമ്മേളനം വരട്ടെ. ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് ചോദിച്ച പത്രസമ്മേളനം, ആ നോളജ് സിറ്റിയിൽ പള്ളിയില്ലേ? ഒരു മടിയില്ലാതെ വരെ പറഞ്ഞ അതിൽ പള്ളിയില്ല. അപ്പൊ ചോദ്യം, എന്നാ പള്ളി എവിടെയാണ്? വരട്ടെ, പ്രവർത്തനം ഇതിന്റെ കൂട്ടത്തിൽ നടക്കുന്നുണ്ടോ? അതോ ആ കൂട്ടത്തിൽ പള്ളിയില്ല. പള്ളി ഞങ്ങൾ വേറെ കോഴിക്കോട്ട് തന്നെ ഞങ്ങൾ അക്കാര്യത്തിലൊരു കണ്ടോ ഞങ്ങള് പള്ളി പിന്നെ കോഴിക്കോട് ഞങ്ങൾ ഉണ്ടാക്കും അങ്ങനെയല്ലല്ലോ പറഞ്ഞിരുന്നത്. എന്നിട്ട് കോഴിക്കോട്ട് തന്നെ ഞങ്ങൾ അക്കാര്യത്തിലൊരു വിമർശനങ്ങൾ ഉണ്ടായ ഘട്ടത്തിൽ അതിൽ നിന്ന് പിന്നോട്ട് പോവുകയോ അല്ലെങ്കിൽ ഒന്ന് പ്രവർത്തനം മന്ദീഭവിക്കുകയോ ഒക്കെ ചെയ്തു. കുറച്ചു സമയം ഞങ്ങൾ കാത്ത് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പള്ളിയുടെ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള അപേക്ഷകൾ കൊടുത്തിട്ടുണ്ട്. 2 മാസം മുമ്പത്തെ പത്രസമ്മേളനമാണത്. പള്ളിക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. 4 കൊല്ലം മുമ്പ് തറക്കല്ലിട്ടിട്ടുണ്ട്. ഇത് കൂട്ടി വായിക്കണം കേട്ടോ. 4 കൊല്ലം മുമ്പ് തറക്കല്ലിട്ട പള്ളിക്ക് 2 മാസം മുമ്പ് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പേരെന്താ നിങ്ങള്? കുരുത്തക്കേട് അതിന്റെ പേര്. ഇതൊന്നും പറയാൻ പൂതിനായിട്ട് പറയല്ല. സമസ്ത എവിടെ നിൽക്കുന്നു എന്നൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയാം. ഈ 2 മാസം മുമ്പ് നടന്ന പത്രസമ്മേളനത്തിൽ അയാൾ പറഞ്ഞു പള്ളിക്ക് ഞങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. മറ്റുള്ള അതിന്റെ സാമഗ്രികളൊക്കെ ഒരുക്കിക്കൊണ്ടുണ്ട്. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപേക്ഷകൾ വളരെ സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് അനുകൂലമായി ലഭിച്ചു കഴിഞ്ഞാൽ ഉടനെ ആരംഭിച്ച് ഉടനെ എടുക്കും. പ്രവാചകന്റെ മുടി ആ ഒരു പദ്ധതിയിലേക്ക് തന്നെയാണ് പോകുന്നത്. അങ്ങനെ ആ പള്ളി എടുത്താൽ പ്രവാചകന്റെ ആ മുടി എന്നുള്ള ആ പദ്ധതിക്ക് തന്നെയാണോ പോണത്? എന്നാൽ ആ മുടിയിൽ ഭാഗത്തുക്കുമെന്നോ ചോദിക്കണത്. അവനെ കുറച്ച് പുറത്തു വരട്ടെ. അങ്ങനെ ഷാറെ മുബാറക്ക് മസ്ജിദ് ഇത് മറക്കാതെക്കാൻ പറ്റൂല. അവർക്ക് ഓർമ്മ ഉണ്ടാകാൻ വേണ്ടിട്ട് പറയാൻ, ആ പള്ളിയിൽ ആ മുടിവെക്കണ പദ്ധതിയാണ് മുമ്പ് പറഞ്ഞത്. അങ്ങനെ തന്നെയാണോ ഉള്ളത് എന്നാ ചോദിക്കുന്നത്. അതിന് മറുപടി, പ്രവാചകന്റെ മുടി ആ ഒരു പദ്ധതിയിലേക്ക് തന്നെയാണ് പോകുന്നത്. ആ നിലയിലുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് തന്നെയാണ്. അല്ല, അതിപ്പോ പല ആസാറ് എന്ന് പറയുന്നത് എന്തേ ആണ് എന്ന് പറയാൻ മടി? എന്തേ ആണെന്ന് പറയാൻ മടി? അത് ആണ് എന്ന് പറഞ്ഞാലും കുടുങ്ങും, അല്ല എന്ന് പറഞ്ഞാലും കുടുങ്ങും. ഒന്നിനും വരട്ടെ, ആ ഭാഗത്ത് വരട്ടെ. തന്നെയാണ് പോകുന്നത്. ആ നിലയിലുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് തന്നെയാണ്. അല്ല, അതിപ്പോ പല
ആസാർ എന്ന് പറയുക അറബിയിൽ. ഈ ആസാറുകൾ പ്രവാചകരുടെ മുടി മാത്രമല്ല വേറെ പലതും ഉണ്ട്. ചട്ടിയുണ്ട്, കുടുക്കുണ്ട്, പുതപ്പുണ്ട്, വേറെ പലതും ഉണ്ട്. അതൊക്കെ പാടെ ഇവിടെ വെക്കുന്ന നിങ്ങള്. അത് ഒരു പള്ളിയോടനുബന്ധിച്ച ഒരു പ്രത്യേക സ്പെഷ്യൽ കെട്ടിടമായിരിക്കും. അയാളെ നന്ദം വിട്ടു നോക്കി നിങ്ങള്. ഇയാളാണ് മുമ്പ് പത്രസമ്മേളനം 4 കൊല്ലം മുമ്പ് പത്രസമ്മേളനം നടത്തി ചോദിച്ചു. അപ്പൊ ഇയാളെന്നെ പറയിപ്പിച്ചു ഷാരേബാരൊക്കെ പള്ളിയിൽ നടുക്കൊരു കുബ്ബുണ്ട്, അതിൻ്റെ ഉള്ളിൽ പ്രത്യേക സ്ഥലമുണ്ട്, അവിടെ മുടി വെക്കുന്ന്. ഇയാളാണ് പണ്ട് ചോദിച്ചു 4 കൊല്ലം മുമ്പ്. അന്ന് മറുപടി പറഞ്ഞു. ഇയാൾ 4 കൊല്ലം കഴിഞ്ഞതിനെ ചോദിച്ചാൽ പറഞ്ഞു അതിൻ്റെ ഉള്ളിൽ മുടി വെക്കുന്ന സെപ്പറേറ്റ് വേറെ ബിൽഡിങ്ങിലാണ്. അപ്പൊ ഇയാളെ അന്തം വിട്ട് നിൽക്കണം, നിർത്താണത്. എന്നിട്ട് പിന്നെ ഇയാൾ പറയാം എന്നാ നമുക്ക് നിർത്താലേ, കാരണം പിന്നെയൊക്കെ ചോദിക്കാൻ തന്നെ പേടി, ഞാനും വലുത് പറയുമെന്ന് എഴുതിയിട്ട്. നോക്കിയാണ് നിങ്ങൾ എന്തിനും നമ്മൾ ഈ രൂപത്തിൽ തരം താഴണം. അതാണ് നമ്മൾ പറയണത്. അടിസ്ഥാനപരമായ വ്യക്തമായ നിലപാടിൽ നിന്ന് മാറ്റങ്ങൾ സംഭവിച്ചു. ഇനി നോക്കി നിങ്ങള് ഒരു 4 കൊല്ലം മുമ്പത്തെ പത്രസമ്മേളനം വരട്ടെ. കാരണം സമസ്ത എവിടെ നിൽക്കണമെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാൻ. നയാ പൈസക്ക് പടച്ചവന്റെ മുമ്പിൽ മറുപടി പറയണമെന്ന് വിശ്വസിച്ച ബഹുമാനപ്പെട്ട ദീനുൽ ഇസ്ലാമിന്റെ വാക്താക്കളും പ്രതിനിധികളുമായ നമ്മൾ ഈ രൂപത്തിൽ പടച്ചവനെ പേടിയില്ലാത്ത രൂപത്തിൽ പ്രവർത്തിച്ചാൽ എങ്ങനെ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ എത്തിപ്പെടാൻ കഴിയും? അതിന് ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റുമാരുടെയും സെക്രട്ടറിമാരുടെയും കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ ഉസ്താദുമാരുടെ ജീവിത ചരിത്രത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. പണത്തിനോട് തൊട്ട് കളിക്കുമ്പോഴാണ് ആളുടെ സ്വഭാവം അറിയുന്നത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ അറിയണം, ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. മഹാനായ സംസ്ഥയുടെ പ്രസിഡന്റ് കോയക്കുട്ടി ഉസ്താദ് എനിക്കോർമ്മയുണ്ട്, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ചായയും ബിസ്ക്കറ്റും കഴിക്കുന്ന സമയത്ത് ബിസ്ക്കറ്റ് എടുത്തിട്ട് ചായ ഗ്ലാസിന്റെ മുകളിൽ വെച്ച് പൊട്ടിച്ചു മഹാനവറുകൾ. ആ ബിസ്ക്കറ്റ് പൊട്ടിക്കുമ്പോഴുള്ള പൊടി പോലും നിലത്ത് വീഴരുത്, അത് ചായയിൽ വീണിട്ട് അത് കുടിക്കുമ്പോൾ അത് അകത്തു പോകണം, ഇല്ലെങ്കിൽ ആ വിഷയത്തിൽ അല്ലാഹു എന്നെ ചോദ്യം ചെയ്യുമെന്ന് വിശ്വസിച്ചവർ നമ്മുടെ സമസ്ത ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ, ആ നിലക്ക് സൂക്ഷ്മത പാലിച്ചവർ. നമ്മൾക്കറിയാലോ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 90ാം വാർഷിക സമ്മേളനം ആലപ്പുഴയിൽ വെച്ച് നടന്നപ്പോൾ 10-25,000 ആളുകൾ പങ്കെടുക്കുന്ന ക്യാമ്പ് നമ്മൾ കണ്ടല്ലോ. സുന്ദരമായൊരു ക്യാമ്പ്, എല്ലാ സൗകര്യങ്ങളോട് കൂടിയ ക്യാമ്പ്. അതിൽ സമസ്തയുടേതല്ലാതെ വ്യക്തികൾ ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു, ഇത്രയും നല്ല ചൂടുള്ള സമയത്ത് നമുക്കിവിടെ ക്യാമ്പ് നടത്തുമ്പോൾ ഇതിൽ ചെറിയ തണുപ്പുണ്ടാകുന്ന സംവിധാനം ചെയ്തുകൂടെ എന്ന് പറഞ്ഞപ്പോൾ അത് ഇസ്രാഫാണെന്ന് പറഞ്ഞ് നമ്മുടെ ഉസ്താദുമാരെ തടഞ്ഞു വെക്കുകയാണ് ഉണ്ടായത്. അങ്ങനൊന്നും ആവശ്യമില്ല. ആ നിലക്ക് സൂക്ഷ്മത പാലിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് ഞാൻ ഇന്ന് ഓർക്കുകയാണ്. മഞ്ചേരിയിൽ നിന്നൊരിക്കൽ ഒരു ദുആ സമ്മേളന പരിപാടി കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുന്ന സമയത്ത് ഉസ്താദ് വണ്ടിയിൽ കയറിയിട്ട് വണ്ടി തിരിക്കുന്ന സമയത്ത് കമ്മിറ്റിക്കാർ ചെന്നു. എന്നിട്ട് ഉസ്താദിന്റെ വണ്ടിയിലെ ഗ്ലാസ്സിന് കൊട്ടി ഗ്ലാസ് താത്തി ഉസ്താദിന് സംഖ്യ ഹദിയായിട്ട് കൊടുക്കുകയാണ്. ഈ പൈസ ഹദിയായിട്ട് കൊടുത്ത സമയത്ത് ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് വണ്ടിയുടെ മുകളിൽ ലൈറ്റ് ഓൺ ചെയ്യാൻ പറഞ്ഞു ഡ്രൈവറോട്. എന്നിട്ട് കൊടുത്ത പൈസ അവിടെ വെച്ചിട്ട് കമ്മിറ്റിക്കാരെ മുമ്പിൽ തുറന്നു നോക്കിയിട്ട് എണ്ണി നോക്കി എത്ര ഉണ്ട്. സുബ്ഹാനല്ലാഹ്, ഇവന് വിചാരിച്ചു പടച്ചോനെ എന്തോ ഒരാളാണത്, പൈസക്ക് ആർത്തി ഉണ്ടായിട്ടാണോ? എണ്ണി നോക്കിയിട്ട് ഡ്രൈവറോട് ചോദിച്ചു, അനക്കെത്ര വേണം, വണ്ടിക്കെത്ര വേണ്ടത്, എനിക്കെത്രയാണ്. ആ പൈസ കൊടുത്തു. ബാക്കി പൈസ തിരിച്ച് കമ്മിറ്റിക്കാരത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ ഇന്നലെ പരിപാടിക്ക് പോയതിന്റെ ബാക്കി പൈസ അവിടെ ഉണ്ട്, എനിക്ക് ഗുളിക വാങ്ങാൻ അത് മതി എന്ന് പറഞ്ഞ സമസ്തയുടെ പ്രസിഡന്റ് കോയക്കുട്ടി ഉസ്താദ്. ഇതെന്നാ സംഭവം എന്ന് പറയുന്നത്, ചൂഷണം ചെല്ലാം ചെയ്യാൻ വല്ല മാർഗമുണ്ടോന്ന് മൈക്രോസ്കോപ്പും വെച്ച് നടക്കുന്ന കാലത്താണ് സമസ്തയുടെ പണ്ഡിതന്മാർ ഈ രൂപത്തിൽ സൂക്ഷ്മത പാലിക്കുന്നത്. ഇതൊക്കെ ഒന്ന് ആലോചിക്കണമെന്നല്ല, മലന്ന് കിടന്ന് ആലോചിച്ചാൽ മതി, നിന്ന് ആലോചിച്ചാൽ ചിലപ്പോൾ ബോധം കിട്ടും. അതുകൊണ്ട് മലന്ന് കിടന്ന് ഈ വിഷയത്തെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. വരട്ടെ, പത്രസമ്മേളനം വരട്ടെ. സത്യം പറഞ്ഞാൽ മുടിയല്ല പ്രധാനം, അത് വെക്കാനായി നിർമ്മിക്കുന്ന പള്ളിയാണ്. 40 കോടിയാണ് പ്രാഥമിക ചെലവ് പ്രതീക്ഷിക്കുന്നത്. നിർമ്മാണ ചെലവ് അന്ന് പറഞ്ഞത് 40 കോടി ഉറുപ്പികയാണ് പറഞ്ഞിട്ടുള്ളത്. ചെറിയ ഏറ്റ വ്യത്യാസങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ചെയ്യുമ്പോൾ വരുമല്ലോ. കോഴിക്കോട് നഗരത്തിനടുത്ത സ്വപ്ന നഗരിയിൽ തറക്കല്ലിടലും കഴിഞ്ഞു. പക്ഷേ പള്ളി നിർമ്മിക്കുന്നത് എവിടെ എന്ന കാര്യം ഇപ്പോഴും രഹസ്യമാണ്. അത് അവർക്ക് മാത്രമേ ഈ മഹാത്ഭുതത്തിന് സാധിക്കുള്ളൂ. തറക്കല്ലിടൽ കഴിഞ്ഞു, പക്ഷെ പള്ളിയെടുക്കൽ എവിടെ തീരുമാനമായിട്ട് 4 കൊല്ലം മുമ്പത്തെ പത്രസമ്മേളനമാണ് ഇപ്പൊ ഈ കേൾക്കുന്നത്. അല്ല, സ്ഥലമെല്ലാം കണ്ടെത്തിയിരിക്കുന്നു. സ്ഥലമെല്ലാം കണ്ടെത്തിയിരിക്കുന്നു, വാക്കാരും മറക്കരുത്. സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്, അതിന്റെ പണികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. 4 കൊല്ലം മുമ്പിട്ടോ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അത് പൂർത്തിയായാൽ ഉടനെ ആരംഭിക്കാം. അത് പൂർത്തിയായാൽ ഉടനെ ആരംഭിക്കുന്നതാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ പൂർത്തിയായ നിർത്തിയേക്കല,
മൂപ്പര് പറഞ്ഞാൽ പൂർത്തിയായാലും ഉടനെ ആരംഭിക്കുന്നതാണ്. ഒരു വലിയ പള്ളിയല്ല, അപ്പൊ അതിന്റെ വർക്കുകൾ കുറച്ചധികം ഉണ്ടല്ലോ. അതുകൊണ്ടായിരിക്കും, വലിയ പള്ളി അതുകൊണ്ടായിരിക്കും പൂർത്തിയായതിനു ശേഷം പിന്നെ തുടങ്ങുന്നത്. അല്ലാഹു അഅലം. അത് പൂർത്തിയായാൽ ഉടനെ ആരംഭിക്കാൻ. ഒരു വലിയ പള്ളിയല്ല, അപ്പൊ അതിന്റെ വർക്കുകൾ കുറച്ചധികം ഉണ്ടല്ലോ. അതുകൊണ്ട് പൂർത്തിയായതിന്റെ ശേഷം സ്ഥലം പ്രഖ്യാപിക്കാം. കേട്ടകളെ, പൂർത്തിയായതിന് ശേഷം സ്ഥലം പ്രഖ്യാപിക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. പൂർത്തിയായതിനു ശേഷം ഇന്ന സ്ഥലത്താണ് പള്ളി ഉണ്ടാക്കുന്നത്, പിന്നെ പ്രഖ്യാപിക്കും. ഉദ്ഘാടനത്തിന് തലേന്ന് പറയും ഇന്ന സ്ഥലത്താണ് പള്ളി ഉള്ളത്. ഇത് 4 കൊല്ലം മുമ്പത്തെ പത്രസമ്മേളനമാണ്. ഈ രൂപത്തിൽ വൈരുദ്ധ്യങ്ങൾ പറഞ്ഞ് നാട്ടിൽ ഫിത്നയും ഫസാദും ഉണ്ടാക്കി ഏതോ ഒരു മുൾമുനയിൽ ആളുകൾ വീഴ്ത്തിക്കൊണ്ടുപോകുന്ന പ്രവർത്തനം നമ്മൾ പറയുന്നു ഇത് അള്ളാഹുവിന്റെ ദീനിന്റെ പ്രവർത്തനമല്ല. ഞാൻ കൂടുതൽ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല, നമ്മൾ ആലോചിച്ചു നോക്കണം. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾക്കുണ്ടാകണം. അള്ളാഹു തആല നമുക്ക് തന്ന ബുദ്ധി കൊണ്ട് നമ്മൾ ആലോചിക്കണം എന്താണ് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തഖ്വയുള്ള ഇഖ്ലാസുള്ള പടച്ചവനെ പേടിയുള്ള മുഖ്ലിസീങ്ങളായ പണ്ഡിതന്മാർക്ക് പിന്നിൽ അടിയുറച്ചു നിൽക്കുന്നതിന് പകരം ഫിത്നയും ഫസാദും നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളായാൽ വളരെ വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടായിത്തീരും. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. 347 ഇതുകൊണ്ട് നാട്ടിൽ എന്ത് കുഴപ്പങ്ങളുണ്ടായി, എന്ത് നേട്ടങ്ങളുണ്ടായി ആലോചിക്കണം. ഇങ്ങനെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് മാറിപ്പോയതിന്റെ ശേഷം മഹല്ലുകളും മദ്രസകളും രണ്ടെണ്ണമാവുകയും ഭിന്നിക്കുകയും കുഴപ്പങ്ങളുണ്ടാക്കുകയും ചെയ്തതിന്റെ ചില ഉദാഹരണങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നോക്കൂ, നിങ്ങളൊരു പത്രവാർത്ത കാണാം. നിങ്ങൾക്ക് ഏതാ പത്രവാർത്ത? നിങ്ങള് മലപ്പുറം ജില്ലയിലെ കരിപ്പൂർ എയർപോർട്ടിന്റെ പിന്നിൽ ആഞ്ചിറക്കൽ ജുമാഅത്ത് പള്ളി എന്ന് പറയുന്ന മഹല്ലിൽ ജുമാ തടസ്സപ്പെട്ടു. അതിന്റെ പിറ്റേ ദിവസം പത്രത്തിൽ വന്ന വാർത്തയാണത്. കാന്തപുരം വിഭാഗം ജുമാ തടസ്സപ്പെടുത്തി. നമ്മൾ ആലോചിക്കണം. അതുപോലെ തന്നെ രാമനാട്ടുകരക്കടുത്ത കക്കോവ് എന്ന് പറയുന്ന പ്രദേശത്ത് ജുമാ തടസ്സപ്പെട്ടു. എന്തിന്റെ പേരിൽ? സംഘടനാപരമായ തർക്കത്തിന്റെ പേരിൽ. ഇനി വരട്ടെ, കർണാടകയിൽ നമ്മുടെ മദ്രസക്കെതിരെ കേസ് കൊടുത്തത് നമ്മൾ മറന്നിട്ടില്ല. എത്ര വേദനാജനകമായ ഒരു വിഷയമാണ് അറിയുന്നത്. കർണാടകയിൽ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിനെതിരെ അവർ കേസ് കൊടുത്തു. ആ പത്രവാർത്ത നോക്കി നിങ്ങൾ. RSSനെ കൂട്ടുപിടിച്ച് സമസ്ത മദ്രസക്കെതിരെ കാന്തപുരം വിഭാഗം കർണാടക ഹൈക്കോടതി സർക്കാരിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ഞാൻ ഇതിന്റെ പ്രധാന ഭാഗം ഒന്ന് വായിക്കാം, എന്നിട്ട് അതിന്റെ വളരെ വേദനിക്കുന്ന ഒരു വിഷയമുണ്ട്, അതുകൊണ്ട് കൂട്ടത്തിന് ഓർമ്മപ്പെടുത്തുകയാണ്. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലുള്ള മദ്രസകളിൽ രാഷ്ട്രവിരുദ്ധ പാഠങ്ങൾ പഠിപ്പിക്കുന്നതായി കാന്തപുരം വിഭാഗം കർണാടക ഹൈക്കോടതിയിൽ. ഇതേ തുടർന്ന് ഇതിന്റെ റിപ്പോർട്ട് ഹാജരാക്കാൻ സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടു. സമസ്തയുടെ സിലബസ് പഠനം നടത്തി വന്നിരുന്ന മൂടബിദ്രിക്കടുത്ത ഗുണ്ടൂർ മദ്രസ കാന്തപുരം വിഭാഗം കയ്യേറിയിരുന്നു. ഇത് പിന്നീട് സമസ്തയുടെ നേതൃത്വത്തിലേക്ക് വരികയും ചെയ്തു. ഗുണ്ടുകൾ മദ്രസ കൂടാതെ ബോളിയാർ, ബീട്ടികൈ, കടക്കമജൽ, പട്ടണടുക്ക പ്രദേശങ്ങളിലെ സമസ്തയുടെ കീഴിലുള്ള മദ്രസകൾ കൂടി കാന്തപുരം വിഭാഗം കയ്യേറാൻ ശ്രമിച്ചിരുന്നു. സമസ്ത മദ്രസകളിൽ കന്നഡ ഭാഷ പാഠങ്ങൾ പഠിപ്പിക്കുന്നില്ലെന്നും ഇതിന് കാരണം രാഷ്ട്രവിരുദ്ധ പാഠങ്ങൾ പഠിപ്പിക്കുന്നത് കൊണ്ടാണെന്നും കാന്തപുരം വിഭാഗം പ്രചരണം അഴിച്ചുവിടുകയായിരുന്നു. എന്നാൽ കേസുണ്ടായിരുന്ന ഗുണ്ടുകൾ മദ്രസയുടെ കാര്യത്തിൽ സമസ്തക്ക് അനുകൂലമായ കോടതി വിധി വരികയും ബാക്കി 4 മദ്രസകൾ സമസ്തയുടെ സിലബസ് തുടരാൻ നിർദ്ദേശം ലഭിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിൽ മദ്രസകളിൽ കാന്തപുരം സുന്നികളുടെ സിലബസ് പഠിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കർണാടക വഖഫ് ബോർഡ് മാനേജ്മെന്റ് കമ്മിറ്റികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനെതിരെ മാനേജ്മെന്റ് കമ്മിറ്റികൾ കോടതിയിൽ നിന്നും സ്റ്റേ വാങ്ങിയതോടെയാണ് രാഷ്ട്രവിരുദ്ധ പാഠങ്ങൾ പഠിപ്പിക്കുന്നുവെന്ന ആരോപണങ്ങളുമായി കാന്തപുരം വിഭാഗം രംഗത്തെത്തിയത്. RSSനെ കൂട്ടുപിടിച്ച് കർണാടകയുടെ പല ഭാഗങ്ങളിലും ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസകളിൽ രാഷ്ട്രവിരുദ്ധ പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. വലിയ കുറ്റമാണത്. ജാമ്യം പോലും കിട്ടാതെ വധശിക്ഷ ലഭിക്കുന്ന കുറ്റമാണ് രാഷ്ട്രവിരുദ്ധ പാഠങ്ങൾ പഠിപ്പിക്കുന്നു എന്നത്. അങ്ങനെ കോടതിയിൽ കേസ് കൊടുത്തപ്പോൾ കോടതി പറഞ്ഞു, അതിന് നിങ്ങൾ തെളിവ് ഹാജരാക്കണം. ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസകളിൽ അങ്ങനെ പഠിപ്പിക്കുന്നു എന്നതിന് തെളിവ് ഹാജരാക്കണം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ അറിയണം, സമസ്തയുടെ മദ്രസകളിൽ രാഷ്ട്രവിരുദ്ധ പാഠങ്ങൾ പഠിപ്പിക്കുന്നു എന്നതിന് തെളിവ് ഹാജരാക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ കൊടുത്ത തെളിവെന്താണ്? അള്ളാന്റെ പരിശുദ്ധ കലാമായ വിശുദ്ധ ഖുർആനിന്റെ കോപ്പി കോടതിയിൽ ഹാജരാക്കിയവർ. ഇതാണ് രാഷ്ട്രവിരുദ്ധ പാഠങ്ങൾ പഠിപ്പിക്കുന്ന പുസ്തകമെന്ന് പറഞ്ഞ് വിശുദ്ധ ഖുർആൻ കോടതിയിൽ ഹാജരാക്കി. കാര്യങ്ങളോ, ഈ വിശുദ്ധമായ ഖുർആന്റെ പ്രതി കണ്ടപ്പോൾ ഇത് വിശുദ്ധ ഖുർആനാണെന്ന് മനസ്സിലാക്കി ജഡിച്ച് തെളിവ് ചിലവ് സഹിതം ഈ കേസ് തള്ളുകയാണ് ഉണ്ടായത്. ഈ നിലക്ക് സമുദായത്തിന്റെ കാരണമാകുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നാടിന്റെ നാനാഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, നോക്കൂ നിങ്ങൾ, സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ 5, 7, 10, +2 പരീക്ഷകളിൽ എഴുതുന്ന കുട്ടികൾക്ക് പൊതുപരീക്ഷയ്ക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാറുണ്ട്. അതിലൊരു 5ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് അവർ കാട്ടിവെച്ചതാണിത്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല.
5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ സർട്ടിഫിക്കറ്റ് വിദഗ്ധമായി എഡിറ്റ് ചെയ്ത് യേശുക്രിസ്തുവിന്റെ പടം അതിനുള്ളിൽ ചേർത്ത് നേരെ നോക്കിയാൽ യേശുക്രിസ്തുവിന്റെ പടം കാണൂല, വെളിച്ചത്ത് വെച്ച് നോക്കിയാൽ യേശുക്രിസ്തുവിന്റെ പടം കാണും. ഈ രൂപത്തിൽ വളരെ വിദഗ്ധമായി എഡിറ്റ് ചെയ്തു ഇവർ എല്ലാ മീഡിയകളിലും ഇത് പ്രചരിപ്പിച്ചു. എന്നിട്ട് കണ്ടോ, ചേളാരികളുടെ വിദ്യാഭ്യാസ ബോർഡിൽ ഇതാ യേശുവിന്റെ പടമുള്ള സർട്ടിഫിക്കറ്റാണ് വിതരണം ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്, വലിയ ചർച്ചകളായി. അവസാനം ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ശൈഖുന കോട്ടുമല ഉസ്താദ് ഈ വിഷയത്തിൽ ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ വേണ്ട രൂപത്തിൽ അന്വേഷണം നടത്തി പിടികൂടിയപ്പോൾ മറുഭാഗത്തെ വിദ്യാർത്ഥി സംഘടനയുടെ പ്രധാന പ്രവർത്തകനായിരുന്നു ഇത്. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെയൊക്കെ ദീനീ പ്രവർത്തനം നടത്താൻ അള്ളാന്റെ പരിശുദ്ധമായ ദീന് പഠിപ്പിച്ചിട്ടുണ്ടോ നമ്മളോട്? അരീക്കോടിനടുത്ത തച്ചണ്ണ എന്ന പ്രദേശത്ത് ഒരു മദ്രസ ഉണ്ട്, മൗദലൂർ മദ്രസ. സമസ്തയുടെയും മറുഭാഗത്തിന്റെയും 9+9 ആളുകൾ കമ്മിറ്റിയിൽ നിന്ന് നടത്തിപ്പോരുന്ന മദ്രസയാണ്. പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം സമവായത്തോടു കൂടെ നടക്കുന്ന മദ്രസയാണ്. അങ്ങനെ നിൽക്കുന്ന സുപ്രഭാതത്തിൽ രഹസ്യമായി സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ ആ മദ്രസ രജിസ്റ്റർ ചെയ്യുന്ന പ്രവർത്തനം ആരംഭിക്കുന്നു. നമ്മളത് ഏറെ വൈകി അറിയുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നിയമത്തിന്റെ പുറത്തു നിന്നുകൊണ്ട് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. നിയമത്തിന്റെ ഉള്ളിൽ നിന്ന് ബന്ധപ്പെട്ടവർക്ക് നമ്മൾ പരാതി കൊടുക്കുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ വഖഫ് ബോർഡിൽ നിന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ വരുന്നു, ഈ വിഷയത്തിൽ പറ്റി അന്വേഷിക്കാൻ വേണ്ടി വരുന്നു. അന്ന് ഇതിന്റെ സെക്രട്ടറി മറുവിഭാഗത്തിന്റെ ആളാണ്. അങ്ങനെ നിലമ്പൂരിനടുത്ത ചോക്കാടി എന്ന പ്രദേശത്തുള്ള മഹാനുദ്ദീൻ എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ വഖഫ് ബോർഡിന്റെ ഉദ്യോഗസ്ഥർ വരുന്നു ഈ വിഷയം അന്വേഷിക്കാൻ. അങ്ങനെ സെക്രട്ടറിയുടെ വീട്ടിൽ വരുന്നു, ബൈലോ ആവശ്യപ്പെടുന്നു, നിയമാവലി ആവശ്യപ്പെടുന്നു, വരവ് ചെലവ് കണക്കുകൾ ആവശ്യപ്പെടുന്നു, കമ്മിറ്റി കൂടിയതിന്റെ മിനിറ്റ്സ് ആവശ്യപ്പെടുന്നു. ഇതൊക്കെ കൊടുക്കുന്ന സമയത്ത് രഹസ്യമായി ഇയാളെ ഫോൺ ചെയ്ത് ഇയാളെ ഗുണ്ടകളെ വിളിച്ചു വരുത്തി ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥനെ അവർ ശരിക്ക് കശക്കുകയും അടിക്കുകയും ചെയ്തു. ഈ വീഡിയോ, ഈ രംഗം തൊട്ടപ്പുറത്തെ കടയിലിരുന്ന് നമ്മുടെ പ്രവർത്തകന്മാർ വീഡിയോയിൽ പിടിച്ചു. ഈ പ്രശ്നത്തിൽ ഈ വീഡിയോ നമ്മൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കൈമാറി. മുഴുവൻ പ്രതികളെയും കൈയോടുകൂടി പിടികൂടി. അതിന്റെ ശേഷം ആ പ്രദേശത്ത് എത്രയോ ആളുകൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ സുന്ദരമായ തീരത്തേക്ക് കടന്നു വന്ന വിവരം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ അറിയണം. ഈ ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കാനൊക്കെ പാടെ കൂടിയാണ് പിടുങ്ങണ രംഗം കണ്ടോളൂ നിങ്ങൾ. വീഡിയോ പിടിക്കുന്നു, ഇന്ന നോക്കടാ വീഡിയോ പിടിച്ചു. ഇത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കൈമാറിയപ്പോൾ ഓരോരുത്തരെ കോളറൊക്കെ പിടിച്ചു. അത് ഓരോരുത്തർ പറയാ, പെരപ്പണി തീരാനാണ്, ഇന്നെ കൊണ്ടുപോകല്ലേ, വിസന്റെ കാലാവധി തീരാനാണ്. ഇയാളെ തല്ലുമ്പോഴാന്ന് ഓർമ്മ ഉണ്ടായിരുന്നില്ല. ഈ നിലക്ക് നാടായ നാടുകളിൽ മുഴുവനും ഫിത്നയും ഫസാദും. എത്രത്തോളം ഞങ്ങള് കൊടുവള്ളിക്കടുത്ത പാനൂർ എന്ന് പറയുന്ന പ്രദേശം, ആ പ്രദേശത്ത് 2 വിഭാഗം ആളുകൾ മഹലിലുണ്ട്. അവിടുത്തെ ഖാദി സി മുഹമ്മദ് ഫൈസിയാണ്. സി മുഹമ്മദ് ഫൈസി എന്ന് പറഞ്ഞാൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ വലിയ മരുമകൻ മർക്കസിന്റെ മാനേജറാണ്. ഇന്നും അദ്ദേഹമാണ് അവിടുത്തെ ഖാദി. അദ്ദേഹത്തിന് ബാപ്പയായിരുന്നു അവിടുത്തെ ഖാദി. അദ്ദേഹത്തിന്റെ മരണശേഷം ഇദ്ദേഹമാണ് അവിടുത്തെ ഖാദി. ആ മഹലിൽ അവിടെ സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസങ്ങളോ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ ഒത്തൊരുമിച്ചു പോകുന്ന മഹലാണ്. നമ്മൾ ആളുകൾക്ക് ആ മഹലിന്റെ വിഷയത്തിൽ, ഖാദി എന്ന വിഷയത്തിൽ അദ്ദേഹത്തെ അംഗീകരിക്കാവുന്നതാണ്. ആ നിലക്ക് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇതെന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ അറിയണം, ആ മഹലിൽ സമസ്തയുടെ മദ്രസയിൽ 2-3 ദിവസത്തെ വാദ് നടത്താൻ തീരുമാനിച്ചു. ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയാണ് മഹലിലുള്ളത്. അവിടെ വാദ് നടത്താൻ തീരുമാനിച്ചു. ആ വാദ് ഉദ്ഘാടനം ചെയ്യാൻ മഹല്ല് ഖാദി എന്ന നിലക്ക് സി ഫൈസിനെ ക്ഷണിക്കുന്നു. അദ്ദേഹം അത് ഏറ്റെടുത്തു, ഞാൻ വരാതാണ്. അങ്ങനെ നോട്ടീസും ബാനറൊക്കെ അടിച്ചു. ഇത് കണ്ടപ്പോൾ SSFന്റെ പ്രവർത്തകന്മാർക്ക് സഹിച്ചില്ല. അവർ സി ഫൈസിയുടെ സമീപത്ത് വന്നിട്ട് പറഞ്ഞു, ആ പരിപാടിക്ക് നിങ്ങൾ പോകാൻ പാടില്ല. അതേ ദിവസം അതേ സമയത്ത് അവരുടെ സെന്ററുണ്ട് കൊട്ടപ്പുറത്ത്, അവിടെ ഒരു തസ്കിയത്ത് ക്യാമ്പ് വെച്ചു. അതിന്റെ ആ തസ്കിയത്ത് ക്യാമ്പ് എടുക്കുന്നത് സി ഫൈസി എന്ന് പറഞ്ഞ് അവർ നോട്ടീസ് അടിച്ചു. ആളുകളാകെ കുഴപ്പത്തിലായി. സംഘാടകരെ ഒന്ന് ചോദിക്കും, ഉസ്താദ് നിങ്ങൾ വരൂലേ? ഞാൻ വരും. മഹല്ല് ഖാദിയാണ്, ആദ്യം ഏൽപ്പിച്ച ഇയാളെയാണ്, ഉദ്ഘാടനത്തിന് ഞാൻ വരും. അവരും അതേ സമയത്ത് അതേ ദിവസം ഒരു പരിപാടി വെച്ചു. ഇദ്ദേഹത്തെ പ്രസംഗിക്കുന്നു, നോട്ടീസ് അടിച്ചു. പരിപാടിയുടെ ദിവസമായി ആളുകൾ മുൻമുന്നിൽ നിൽക്കുന്നു. എന്തു സംഭവിക്കും?
സുബ്ഹാനല്ലാഹ്, വായു തുടങ്ങേണ്ട സമയമായി. മഹല്ലിലെ ഖാദി എന്ന നിലക്ക് സി മുഹമ്മദ് ഫൈസി വരുന്നു, കാറിൽ നിന്ന് ഇറങ്ങുന്നു. ഇറങ്ങുന്നതോടുകൂടെ അയാളെ തലന്റെ മുകളിലൂടെ ബോംബ് വീണ് പൊട്ടിത്തെറിക്കുന്നു. നിങ്ങൾ അറിഞ്ഞോ വിഷയം? സി മുഹമ്മദ് ഫൈസിയുടെ തലയുടെ മുകളിലൂടെ ബോംബ് വന്ന് ബോംബ് പൊട്ടിത്തെറിച്ചു. ആളുകളൊക്കെ 4 ഭാഗത്തേക്ക് ഓടി. പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്ന് പരിശോധിച്ചു നോക്കുമ്പോൾ ബോംബാണ്. ആ ബോംബ് പൊട്ടിയതിന്റെ പേരിൽ ഇന്ന് വരെ ഒരു SSF-കാരൊരു ധർണ നടത്തിയത് നമ്മൾ അറിഞ്ഞിട്ടില്ല, പ്രതിഷേധ പ്രകടനം നടത്തിയത് അറിഞ്ഞിട്ടില്ല. വാട്സപ്പിൽ പോലും ഫേസ്ബുക്കിൽ പോലും ഒരു കമന്റ് അടിച്ചത് നമ്മൾ കണ്ടിട്ടില്ല. നേരെ മറിച്ചൊരു SMS വിഷയത്തിന്റെ പേരിൽ നാട് മുഴുവനും പിടിച്ചു കുലുക്കിയ വലിയ സമരങ്ങൾ നടന്നിട്ട് സ്വന്തം നേതാവിന്റെ മരുമകനെതിരെ ബോംബെറിഞ്ഞിട്ട് എന്താ നിങ്ങൾ ഇവിടെ സമരം നടത്താതിരുന്നത്? എന്താ സംഗതി? നിങ്ങള് പിടിച്ചു നോക്കുമ്പോൾ ആ നാട്ടിൽ SSF-ന്റെ പ്രധാന പ്രവർത്തകനാണ്. ജീവൻ പോയാലും വേണ്ടിയില്ല സമസ്തക്കാര പരിപാടിക്ക് പോകരുത്, അതിന്റെ ഉദ്ദേശം. ജീവൻ പോയാലും വേണ്ടിയില്ല സമസ്തക്കാര പരിപാടിക്ക് പോകരുത്. ഇതൊക്കെ എന്ത് സംസ്കാരമാണ് ഇതൊക്കെ? ഞാൻ വിശദീകരിക്കുന്നില്ല. SKSSF-ന്റെ സംസ്ഥാന സെക്രട്ടറി ബഹുമാനപ്പെട്ട സത്താർ സാഹിബ് വന്തല്ലൂർ ആ കാര്യം വിശദീകരിക്കട്ടെ. കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിക്കൊടുത്ത് പന്നൂർ എന്ന് പറയുന്ന ഒരു മഹല്ല്. ആ മഹല്ലിൽ ധാരാളം വർഷമായി ഖാദിയായിരുന്ന ഒരു പണ്ഡിതൻ. ആ പണ്ഡിതന്റെ മകൻ, ആ പണ്ഡിതൻ മരണപ്പെട്ടപ്പോ ആ പണ്ഡിതന്റെ മകനെയും ആ നാട്ടുകാർ ഖാദിയായിട്ട് നിയമിച്ചു. സംഘടനയും കാര്യം നോക്കിയില്ല. നമ്മുടെ പഴയ ഖാദിന്റെ മോനല്ലേ ആ പണ്ഡിതൻ, ആ ഖാദിയും ഒരു പണ്ഡിതനൊക്കെ തന്നെയാണല്ലോ, അതുകൊണ്ട് അദ്ദേഹത്തെ ഖാദിയാക്കാം. ആ മഹല്ലിന്റെ ഖാദി കാരന്തൂർ മർക്കസിന്റെ മാനേജർ സി മുഹമ്മദ് ഫൈസി എന്ന ആളാണ്. ഇരുവിഭാഗവും ഉള്ള ഒരു മഹല്ലാണ്. പക്ഷെ ആ മഹല്ലിന്റെ ഖാദിയായിട്ട് അദ്ദേഹത്തെ അംഗീകരിക്കാൻ നമ്മുടെ ആളുകൾ പോലും പ്രാദേശികമായി അവിടുത്തെ ഒരു മസ്ലഹത്ത് എന്ന നിലയിൽ അതിന് സന്നദ്ധരായി. കുറെ കാലമായിട്ട് അദ്ദേഹം അവിടെ ഖാദിയാണ്. അവിടുത്തെ മഹല്ല് മദ്രസ കമ്മിറ്റിയുടെ ഒരു മതപ്രഭാഷണ പരിപാടി നടക്കുന്നു. കഴിഞ്ഞ ആഴ്ച 3 ദിവസത്തെ പരിപാടിയാണ്. അപ്പൊ ആദ്യത്തെ ദിവസത്തെ ഉദ്ഘാടനത്തിന് വേണ്ടി ഖാദിയെ ക്ഷണിച്ചു. മഹല്ല് ഖാദി എന്ന നിലയിൽ ആ പരിപാടിയുടെ ഉദ്ഘാടനത്തിന് അദ്ദേഹം തയ്യാറായി. അദ്ദേഹം അതേ മഹല്ലിൽ തന്നെയുള്ള അദ്ദേഹത്തിന്റെ സംഘടനയിൽപ്പെട്ട ആളുകളുടെ നിരന്തരമായ സമ്മർദ്ദം ആ പരിപാടി പോകാൻ പാടില്ല. ആ പ്രഭാഷണ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ നിങ്ങൾ പോകാൻ പാടില്ല. ഇദ്ദേഹം പറയും, ഞാൻ അവിടുത്തെ ഖാദിയല്ലേ, ഞാൻ ഉദ്ഘാടനം ചെയ്യണ്ട. അല്ല, നിങ്ങൾ പോകാൻ പാടില്ല. നിരന്തരമായ സമ്മർദ്ദം വന്നപ്പോഴും ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ആ മഹല്ലിന്റെ ഖാദിയാണ്. ആ മഹല്ല് കമ്മിറ്റി നടത്തുന്ന ഒരു മതപ്രഭാഷണ പരിപാടിയാണ്, അതിൽ ഉദ്ഘാടനത്തിന് എന്നെ ക്ഷണിച്ചതാണ്. അത് ഗ്രൂപ്പും കാര്യമൊന്നുമല്ലല്ലോ. ഞാൻ ആ മഹല്ലിൽ ഇന്നുവരെ അങ്ങനെ സംഘടനാപരമായ ഒരു കാര്യവും ഇന്നുവരെ പ്രസംഗിച്ചിട്ടില്ല. ഞാൻ അവരിൽ ഇരുവിഭാഗത്തിനും സർവ്വസമ്മതനായ ഒരാളായിട്ടല്ലേ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഞാൻ ആ മഹല്ലിന്റെ പരിപാടി ഉദ്ഘാടനം ചെയ്താൽ എന്താ കുഴപ്പം? ഇദ്ദേഹം ഒരർത്ഥം പോലും പിന്തിരിയുന്നില്ല എന്ന് കണ്ടപ്പോ ഈ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച ആളുകൾ ഇദ്ദേഹം മഹല്ല് കമ്മിറ്റിയുടെ മതപ്രഭാഷണ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന അതേ സമയത്ത് തന്നെ തൊട്ടടുത്തുള്ള അവരുടെ ഒരു സ്ഥാപനത്തിൽ ഇദ്ദേഹം മറ്റൊരു ഉത്ബോധന ക്ലാസ് നടത്തുന്നു എന്ന് പറയുന്ന നോട്ടീസ് ഇറക്കി. തൊട്ടപ്പുറത്ത് തന്നെ ഇദ്ദേഹം അവിടെ ഒരു വലിയ ഉത്ബോധന ക്ലാസ് നടത്തുന്നുണ്ട്. ക്ലാസ് നടത്തുന്ന ആളെ പേര് സി മുഹമ്മദ് ഫൈസി. അപ്പൊ ആൾക്കാർ കൺഫ്യൂഷൻ ആവുമല്ലോ. കാരണം എന്താ, ഇയാൾ ഒരേ സമയത്ത് ഇവിടെയും പ്രസംഗിക്കുന്നുണ്ടോ അവിടെയും പ്രസംഗിക്കുന്നുണ്ടോ? അപ്പൊ ആൾക്കാരെന്ത് മനസ്സിലാക്കും? ഏതായാലും അവരെ സ്ഥാപനത്തിൽ തന്നെ ഒരു ഉത്ബോധന ക്ലാസ് ഉണ്ടെങ്കിൽ ആ ക്ലാസ് മുടക്കിയിട്ടൊന്നും മറ്റേ പരിപാടിക്ക് മുമ്പ് വരൂല എന്നും ധരിക്കുമല്ലോ. ആളുകൾക്കിടയിൽ കൺഫ്യൂഷൻ. പക്ഷെ ഈ കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടും അദ്ദേഹം വകവെക്കാതെ അദ്ദേഹം മഹല്ല് കമ്മിറ്റിയുടെ പരിപാടിക്ക് വന്ന് കാറിൽ വന്ന് ഇറങ്ങിയ സമയത്ത് അദ്ദേഹത്തിനെതിരെ ബോംബെറിഞ്ഞു. വലിയ സ്ഫോടനമായി ബഹളമായി. പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്നു, ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിന്റെ ആളുകൾ വന്നു. കുപ്പിച്ചില്ലുകളും ആണികളും ഉൾപ്പെടെയുള്ള യഥാർത്ഥ ബോംബിന്റെ സ്ഫോടക വസ്തുക്കൾ പോലീസ് കണ്ടെടുത്തു. ആരദ്ദേഹം? കാരന്തൂർ മർക്കസിന്റെ മാനേജറാണ്. അവിടെ സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റോ മറ്റോ സംസ്ഥാന ഭാരവാഹിയാണ്. ഉസ്താദിന്റെ പുതിയ ആപ്പിളിയാണ്. ഇങ്ങനെ ഒരാൾക്കെതിരെ ബോംബാക്രമണം നടന്നിട്ട്
ബോംബറാക്രമണം നടന്നിട്ട് ഈ നിമിഷം വരെ അതിനെതിരെ പ്രതിഷേധ പ്രകടനം, പോലീസ് സ്റ്റേഷനിൽ പരാതി, അതിനെക്കുറിച്ച് പണ്ടൊരു SMS നടത്തിയിട്ട് മൊബൈൽ ഫോണിൽ ഒരു SMS മെസ്സേജ് വന്നിട്ട് നാട് മുഴുവൻ കുലുക്കിയ പ്രകടനം നടത്തിയ ആൾക്കാരാണ്. ഇത് ബോംബെറിഞ്ഞിട്ട് പോലും മിണ്ടാനാളില്ല, ബോംബെറിഞ്ഞിട്ട് പോലും മിണ്ടാനാളില്ല. ഈ രൂപത്തിൽ നാടുകളിൽ പ്രശ്നങ്ങളും സജീവമായ ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് മഹിതമായ സംഘടന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെയും അതിന്റെ പ്രവർത്തകന്മാരെയും അതിന്റെ വഴികളെയും സംബന്ധിച്ച് നമ്മൾ പഠിക്കേണ്ട സാഹചര്യമാണിത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, അതിന്റെ നവോത്ഥാന പ്രവർത്തനങ്ങൾ, അതിന്റെ റിലീഫ് പ്രവർത്തനങ്ങൾ, സമുദായ സേവന പ്രവർത്തനങ്ങൾ, അതൊക്കെ തിരിച്ചറിയാനുള്ള കഴിവ് നമ്മൾക്കുണ്ടാകണം. 10,000-ഓളം വരുന്ന മദ്രസകൾ കേരളത്തിനകത്തും പുറത്തും ഈ വിദ്യാഭ്യാസ ബോർഡ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക, അതുപോലെ തന്നെ അണ്ടമാൻ നിക്കോബാർ ദ്വീപുകൾ, മറ്റു ദ്വീപ് പ്രദേശങ്ങൾ, ഒമാന്, UAE, ബഹ്റൈൻ തുടങ്ങിയ വിദേശ രാഷ്ട്രങ്ങളിലും കേരളേതര സംസ്ഥാനങ്ങളിലും സജീവമായി ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. 10,000-ഓളം വരുന്ന മദ്രസകൾ ഇതൊരു ചില്ലറ വിഷയമാണോ? 10-12 ലക്ഷം വിദ്യാർത്ഥികൾ ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസകളിലൂടെ ദീനി വിജ്ഞാനം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ തത്തുല്യമായ അറബി കോളേജുകൾ, ദർസുകൾ, യൂണിവേഴ്സിറ്റികൾ ഈ കേരളത്തിന്റെ മണ്ണിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ നടത്തിക്കൊണ്ടുവരുന്നുണ്ട്. നമുക്കറിയാം, കേരളത്തിന്റെ മണ്ണിൽ തുല്യതയില്ലാത്ത രൂപത്തിൽ ദീനീ ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമുദായത്തിൽ വളർന്നു വരുന്ന വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വലിയ നവോത്ഥാന പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടന സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ SKSSF. ഇന്ന് കേരളത്തിന്റെ മണ്ണിൽ ധാരാളം സംഘടനകളുണ്ട്. പക്ഷേ SKSSFനോട് ഈ വിഷയത്തിൽ, ആത്മീയപരമായ വിഷയത്തിൽ, മതപ്രവർത്തന വിഷയത്തിൽ കിടപിടിക്കാൻ രണ്ടാമത്തെ സംഘടന എണ്ണാനില്ലാത്ത വിധം ഈ മഹിതസമായ സംഘടന ഇവിടെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. SKSSFന്റെ കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇബാദ് എന്ന് പറയുന്ന പ്രത്യേകമായ ഒരു വിങ്ങുണ്ട്. ദഅവത്തിന്റെ മാർഗത്തിലൂടെ ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനും വഴിതെറ്റിപ്പോയവരെ തിരിച്ചു കൊണ്ടുവരാനുമുള്ള പ്രത്യേകമായ സംവിധാനത്തോടുകൂടെ പല പദ്ധതികളിലായി ഇബാദ് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾക്കറിയാം, വർഷത്തിലൊരിക്കൽ നമ്മുടെ മഹല്ലുകളിലെ പള്ളികളിൽ ഒരു പിരിവ് നടത്താറുണ്ട്. സഹചാരി എന്ന പേരിലൊരു പിരിവ് നടത്താറുണ്ട്. കേരളത്തിന്റെ എത്രയോ ഭാഗങ്ങളിൽ, കോഴിക്കോട് മെഡിക്കൽ കോളേജ്, തൃശ്ശൂർ കോളേജ്, അതുപോലെ തന്നെ മഞ്ചേരിയിലെ ഹോസ്പിറ്റൽ അടക്കമുള്ള എത്രയോ പ്രദേശങ്ങളിൽ ആയിരക്കണക്കായ രോഗികൾക്ക് താങ്ങും തണലുമായി ഈ സഹചാരി റിലീഫ് സെല്ലിലൂടെ ലക്ഷോപലക്ഷം വരുന്ന സംഖ്യ ഇവർക്ക് വേണ്ടി ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നു. നാടിന്റെ നാനാഭാഗത്തും നാമോന്മുഖമായ റിലീഫ് പ്രവർത്തനങ്ങൾക്ക് ഈ മഹിതമായ സംഘടന നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളിൽ പലരും മനസ്സിലാക്കിയതുപോലെ വെറും ഒരു വയലു നടത്താനും ഇടയ്ക്കിടയ്ക്ക് സമ്മേളനം നടത്താനും മാത്രമുള്ളതല്ല ഈ മഹിതമായ സംഘടന. ഈ സംഘടനയെ കുറിച്ച് അറിയാനും ഇതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയാനും നമ്മൾ ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണുന്നതിന് പകരം ഗ്യാലറിയിൽ നിന്ന് ഗ്രൗണ്ടിലിറങ്ങി കളിക്കാരോട് കൂടെയൊന്ന് കൂടി നോക്കുമ്പോഴാണ് ഈ കളിയുടെ പ്രയാസം നമ്മൾ അറിയുന്നത്. ഈ മഹിതമായ സംഘടനയുടെ ഊടും വലുപ്പവും ശക്തിയും തിരിച്ചറിയാൻ ഈ സംഘടനയുടെ പിന്നിൽ അടിയുറച്ച് നമ്മൾ നിൽക്കണം. മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഭിവന്ദനായ പ്രസിഡന്റ് ശൈഖുനാ കോയക്കുട്ടി ഉസ്താദ് 90-ാം വാർഷിക സമ്മേളനം ആലപ്പുഴ വെച്ച് നടക്കുമ്പോൾ അതിലേക്ക് ലക്ഷോപലക്ഷം വരുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരെ ക്ഷണിച്ചുകൊണ്ട് നടത്തിയ ഒരു വോയിസ് ക്ലിപ്പുണ്ട്. നമ്മുടെയൊക്കെ നെഞ്ചകത്ത് തറക്കുന്ന വാക്കുകളാണ് മഹാനവർകൾ അതിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിലുള്ള സുന്നി യുവജന സംഘത്തിന്റെ സമ്മേളനം ഇവിടെ കാസർഗോഡ് വെച്ച് നടന്നപ്പോഴും 85-ാം വാർഷിക സമ്മേളനം ഇവിടെ കൂരിയാട് വെച്ച് നടന്നപ്പോഴുമൊക്കെ നമ്മുടെ നേതാക്കന്മാർ നമുക്ക് തന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ അച്ചടക്കത്തോടുകൂടെ ജീവിക്കാനും ദീനനുസരിച്ച് ജീവിക്കാനും അതിലൂടെ മാത്രമേ വിജയമുണ്ടാകൂ എന്നാണ് നമ്മളോട് അവർക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. 90-ാം വാർഷിക സമ്മേളനം കഴിഞ്ഞതിന് ശേഷം കാസർഗോഡ് ഭാഗത്ത് വെച്ച് നടത്തിയ പ്രസംഗത്തിൽ കാന്തപുരം ബേബി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞൊരു വാക്ക് മനസ്സിനെ വേദനിപ്പിച്ചു പോയി. അവിടെ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഞാനത് ഇപ്പൊ കേൾപ്പിക്കുന്നില്ല, സൗകര്യം പോലെ പിന്നെ കേൾപ്പിക്കും. എന്താ അദ്ദേഹം പറഞ്ഞത്? ആലപ്പുഴയിൽ തെറിപ്പാട്ടിന്റെ പൂരം നടന്നുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ലഫ്ളാണ് ഞാൻ പറയണത്. തെറിപ്പാടിന്റെ പൂരം നടന്നുകൊണ്ടിരിക്കുന്നു. പലിശ ഹലാലാണെന്ന് എഴുതിയ കുട്ടശ്ശേരി മൗലവിയുടെ പുസ്തകം പ്രകാശനം ചെയ്ത ആളാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് ഹൈദരലി ശിഹാബ് തങ്ങളൊക്കെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം കാസർഗോഡ് സംസാരിച്ചിട്ടുള്ളത്.
ആളുകളെ ആ നിലക്കെങ്കിലും ഒന്ന് ആശ്വസിപ്പിക്കാനോ എന്ന നിലക്കായിരിക്കും ഇത്. നമ്മൾ ആലോചിക്കണം. മഹലിൽ പ്രശ്നമുണ്ടാക്കാതെ, നാട്ടിൽ കുഴപ്പമുണ്ടാക്കാതെ, ഐക്യത്തിലും ഒത്തൊരുമയിലും ബാപ്പയെ അംഗീകരിക്കുന്ന മക്കളുണ്ടാകണം, ഉസ്താദുമാർ അംഗീകരിക്കുന്ന ശിഷ്യന്മാരുണ്ടാകണം. ഒത്തൊരുമയോടെ മുന്നോട്ട് പോകണം. തങ്ങൾ അനുധാവനം ചെയ്യുന്ന ആശയങ്ങളും തങ്ങൾ അനുധാവനം ചെയ്യുന്ന വിഷയങ്ങളും വളച്ചുകെട്ടില്ലാതെ, വക്രതയില്ലാതെ ആളുകളോട് പറയാനും പ്രചരിപ്പിക്കാനുമുള്ള ഒരു മൗലികമായ അവകാശം രാജ്യത്ത് നിലനിൽക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മരിച്ചതിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ ആലമൽ അർവാഹിൽ നിന്ന് പോകുന്നവരാണ്. അവിടെ നിന്ന് ഇങ്ങനെ പോന്ന് ആലമൽ അർഹാമിലൂടെ പോന്ന് ആലമുൽ ദുന്യയിലെത്തി, ഇനി ആലമുൽ ബർസഖിലെത്തി, പിന്നെ ആലമുൽ മഹ്ശറിലെത്തി. അങ്ങനെ നിൽക്കാത്ത യാത്ര പോകുന്നവരാണ് നമ്മൾ. ഇവിടെ കുത്തിത്തിരിപ്പും പ്രശ്നങ്ങളും ഫിത്നകളും ഉണ്ടാക്കി നമ്മൾ ജീവിച്ചു മരിച്ചു പോയാൽ നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ആരുണ്ടാകും? നമ്മുടെ ഈ ഫിത്നയുടെ കുത്തിത്തിരിപ്പിന്റെ ഭാണ്ഡം നാട്ടിൽ അവശേഷിച്ചു പോകുന്ന കാലത്തോളം, അതിന്റെ ഒരു ശതമാനമെങ്കിലും ഇവിടെ അവശേഷിക്കുന്ന കാലത്തോളം ഖബറിൽ കിടക്കാനൊരു സുഖവും നമ്മൾക്കുണ്ടാവുകയില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ എളിയ പ്രവർത്തകന്മാരായി, ഖാദിമുകളായി, മഹാന്മാരായ ഉസ്താദുമാരെ 100% അംഗീകരിച്ച് അവിടെ കുരുത്തവും പൊരുത്തവും വാങ്ങി മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടുകൂടി മരിക്കാനും നാളെ ഹബീബായ നബി തങ്ങളുടെ ശഫാഅത്ത് കിട്ടാനും അതുമൂലം സ്വർഗപ്രാപ്തി ലഭിക്കാനുമുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ദുആ വസിയത്തോടെ ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാ ആളുകളും എഴുന്നേറ്റ് നിൽക്കുക, കൈ ഉയർത്തി പിടിക്കുക, മനസ്സറിഞ്ഞ് ഒരു 3 സ്വലാത്ത് ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.